കോഴ്സുമായി ഞാൻ കണക്ട് ചെയ്യുന്നു. സ്വയത്തെയുമായി സ്നേഹത്തോടെ ഞാൻ കണക്ട് ചെയ്യുന്നു. ഇതിലുള്ള കളേഴ്സ് എന്താണോ അത് വെച്ചിട്ട് നിങ്ങൾ ഫിൽ ചെയ്യുക. ഇപ്പൊ ഗൈഡഡ് ടോക്ക് എന്തുകൊണ്ടും മൈൻഡ്ഫുൾനെസ് എന്നതിനെ പ്രൊമോട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ആർട്ട് സെഗ്മെന്റ് കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. വേറൊരാളെ സപ്പോർട്ട് വേണമെന്ന് എനിക്ക് തോന്നലുണ്ട്. അപ്പം കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് റെസ്പോണ്ട് ചെയ്യുന്ന രീതി മാറ്റി വിചാരിക്കാം. അങ്ങനെ മാറ്റുകയാണെങ്കിൽ, അങ്ങനെ ഒരു മാറ്റം സംഭവിക്കുകയാണെങ്കിൽ അതുകൊണ്ട് എൻ്റെ ലൈഫിൽ എന്തൊക്കെ മാറ്റം വന്നു? ഒരു മണി ഈ സമയം. എല്ലാവർക്കും വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നല്ലൊരു എന്താണ് ഈ തെറാപ്പിസ്റ്റുകൾക്ക് ഇതിൻ്റെ പേരൊക്കെ അറിയുള്ളൂ, സെൻറ്റാങ്കിൾ ആർട്ട്. യാ, അപ്പോൾ അത്തരത്തിലൊരു വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ആർട്ട് ചെയ്തിട്ടാണ് നിങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയാറുണ്ട്, ഒരു സംഭവം ഒരു സെഷനിലേക്കൊക്കെ നമ്മൾ കിടക്കുമ്പോൾ അതിൻ്റെ സറൗണ്ടിങ്സ് നമുക്ക് ഭയങ്കര ഇമ്മേഴ്സീവ് ആണെങ്കിൽ നല്ലതാണ്. പക്ഷേ എന്തോ കഷ്ടകാലത്തിന് അപമാനിക്കാനെന്നോണം ഞാൻ ട്രൈ ചെയ്ത സാധനം മുന്നിൽ തന്നെ സൈഡിൽ തന്നെ കൊണ്ടുവച്ചിരിക്കുന്നത് റിൻഷ. എന്തോ ഒരു പ്രതികാരമുള്ള പോലെ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഏതായാലും ഇത് വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. നൈസ്, ഐ ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ്. യാ, ഇനി എൻജോയ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടി ഞാൻ ചില ആൾക്കാരൊക്കെ നോക്കായിരുന്നു, ഇവർക്ക് എന്തോ പ്രതിഷേധമൊക്കെ തീർക്കുന്നത് പോലെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഐ വാസ് ലൈക്ക്, ഇത് ഇമ്മേഴ്സീവായിട്ടാണോ തെറാപ്യൂട്ടിക് ആയിട്ടാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എനിക്ക് എന്തോ ഒരു പരിപാടിയാണെന്നൊക്കെ തോന്നി. ബട്ട് നൈസ്. ആക്ച്വലി ഈ പരിപാടി നടക്കുമ്പോൾ ഞാൻ വെറുതെ നമ്മളെ ഗൈഡഡ് കോഡ്സ് ബുക്ക് ഉണ്ടല്ലോ, ഇത് ഞാനല്ല പലരും പലപ്പോഴും ഇങ്ങനെ വെറുതെ തുറന്നു നോക്കും, എന്തെങ്കിലുമൊക്കെ കിട്ടും. അപ്പോൾ ഞാനിത് നേരത്തെ ഇങ്ങനെ തുറന്നപ്പം നിങ്ങൾ ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വന്ന ഒരു കോട്ട് ഞാൻ കണ്ടതായിരുന്നു. വാട്ട് ഈസ് കൺഫ്യൂസിങ് ടു യുവർ മൈൻഡ് മൈറ്റ് ബി മീനിങ് ഫുൾ ടു യുവർ സോൾ. വലിയൊരു മഹാൻ്റെ മഹദ്വചനമാണ്. കുഴപ്പമില്ലല്ലേ? വാട്ട് ഈസ് കൺഫ്യൂസിങ് ടു യുവർ മൈൻഡ് മൈറ്റ് ബി മീനിങ് ഫുൾ ടു യുവർ സോൾ. ഒരു പക്ഷേ ചില കാര്യങ്ങൾ നമ്മളെ മനസ്സിന് ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും. ജസ്റ്റ് ലൈക്ക്, ഇതിപ്പോൾ എന്തിനാ, ഇതുകൊണ്ടൊക്കെ ഇപ്പോൾ എന്താ. ഇപ്പോൾ സംടൈംസ് നമ്മൾ കാണാറുണ്ട്, ആദ്യമായിട്ടൊക്കെ ഈ മെഡിറ്റേഷനിലൊക്കെ വന്നിരിക്കുമ്പോൾ ഇതായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു പെട്ടെന്ന് കയറുമ്പോൾ ഇതിപ്പോൾ എന്താ പരിപാടി, കണ്ണടിക്കുക, എന്നാൽ അടച്ചു നോക്കാം, പ്രശ്നമാണോ, എന്താ സംഭവിക്കണേ, ഇങ്ങനെ. ദാറ്റ് മീൻസ് നമ്മുടെ മൈൻഡ് കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും. ഒന്നും നമ്മളതിലേക്ക് ഗെറ്റ് യൂസ്ഡ് ടു അല്ല. ഇതെന്നല്ല, ഏത് കാര്യവും ചിലപ്പം പുതിയ കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പം നമ്മുടെ മൈൻഡിന് അത് കൺഫ്യൂസിങ് ആയിരിക്കും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മേ ബി ഇറ്റ് മൈറ്റ് ബി മീനിങ് ഫുൾ യുവർ സോൾ. പക്ഷെ അതിൽ നമ്മളെ സോളിനൊരു മീനിങ് ഉണ്ടായിരിക്കും. ഇത് ഇന്നത്തെ ഒരു മെസ്സേജ് നമ്മൾ എടുക്കുകയാണെങ്കിൽ മേ ബി നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ആർട്ടൊക്കെ ചെയ്യുമ്പം നമ്മളെ മേഖലയായിട്ടൊരു ബന്ധമില്ലാത്ത പരിപാടിയായിരിക്കും ഇത്. ബട്ട് സ്റ്റിൽ നമ്മൾ എന്തുകൊണ്ടത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ മൈൻഡിന് അത് മീനിങ് ഫുൾ അല്ലെങ്കിൽ കൂടി ഈ ആക്ടിവിറ്റീസ് നമ്മുടെ സോളിന് എന്തായിരിക്കും ആക്ച്വലി മീനിങ് ഫുൾ ആയിരിക്കും എന്നുള്ളതാണ്. ബിക്കോസ് ആർട്ടിന് അത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ട്. ബിക്കോസ് ലെറ്റേഴ്സും കളേഴ്സിനും ലാംഗ്വേജ് ഉണ്ട്. എന്തിനാണ് കളർ എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ആലോചിച്ചൊക്കെ, നമ്മളല്ലാത്ത ചില ജീവജാലങ്ങൾ ഇവരെ നമ്മൾ എടുത്തു നോക്കിയാൽ ഇവർ ഈ ലോകത്തെ കാണുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണ്. ഞാനതിന് എക്സാമ്പിൾ പോയും പറയും, ചിലർക്ക് ചില പെറ്റ്സ് ഉണ്ടായിരിക്കും, വളരെ ഫേവറേറ്റ് പെറ്റ്സ് ആയിരിക്കും. അപ്പോൾ ഇവർ ഭയങ്കര ഉടുത്തൊരുങ്ങിയിട്ട് ഇവരും ഉടുത്തൊരുങ്ങും, പെറ്റ്സിനും ഉടുത്തൊരുക്കും. ഇവർ വിചാരം ഞാൻ എൻ്റെ പെറ്റിൻ്റെ കൂടെ ഭയങ്കര അണിഞ്ഞൊരുങ്ങി, ബേബി യുവർ ബർത്ത്ഡേ ഈസ് ടുഡേ എന്നൊക്കെ അവരുടെ പെറ്റിന് വേണ്ടി കേക്കൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. സ്നേഹമാണ്, നൈസ്. പക്ഷെ നമ്മൾ ഉടുത്തൊരുങ്ങി പോകുന്ന സമയത്ത് ഇവർ കാണുന്നതൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ്. അപ്പം ദേ സീ ദ വേൾഡ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അപ്പം നമ്മൾ ഒരു കളർ വേൾഡിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ശരിക്കും എന്തിനാണ് കളേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആക്ച്വലി കളർ ഒരു കോഡാണ്, കളർ ഒരു ലാംഗ്വേജാണ്. ഇപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കാൻ അതിനെ ഗ്രീൻ ആക്കി വെച്ച്, ഇതിനെ റെഡ് ആക്കി വെച്ച്, ഇതിനെ യെല്ലോ ആക്കി വെച്ച്, അപ്പോൾ നമുക്ക് ഒരുപാട് സംസാരിക്കാനുള്ളത് ചിലപ്പം കളേഴ്സിലൂടെ ആ സംസാരം ചുരുക്കാൻ വേണ്ടി പറ്റുന്നു അല്ലേ. അപ്പോൾ ആർട്ടിസ്റ്റുകളാണ് പുതിയ ലാംഗ്വേജ് കണ്ടെത്തുന്നവർ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആർട്ടിസ്റ്റുകളാണ് പുതിയ ലാംഗ്വേജ് കണ്ടെത്തുക. അതുകൊണ്ടാണ് ആർട്ടിസ്റ്റുകൾ പലപ്പോഴും കളേഴ്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നൈസ്. ഒരുപാട് പറയാനുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഒരു പേപ്പറിൽ കുറച്ച് കളേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് അവർ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ബട്ട് നമുക്ക് ആ ലാംഗ്വേജ് അറിയണം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ലോകത്തെ എന്തിനാണ് തമ്പുരാൻ കളർഫുള്ളായിട്ട് സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ കളറും ഓരോ മെസ്സേജുകളാണ്, ഓരോ ലാംഗ്വേജുകളാണ്.
ആർക്കാണോ നിറത്തെ വായിക്കാൻ അറിയുന്നത്, കളറിനെ വായിക്കാൻ അറിയുന്നത്, അവർക്ക് ആക്ച്വലി വായിക്കുക മാത്രമല്ല അത് ആസ്വദിക്കാൻ കൂടി പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. ലെറ്റേഴ്സും ആക്ച്വലി ലാംഗ്വേജിൻ്റെ ഭാഗമാകാന്ന് പറഞ്ഞാൽ ലെറ്ററുകളും നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ലൈനോ സ്റ്റേറ്റ്മെൻറ്റോ അല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം വൺസ് വി വർക്ക് വിത്ത് കളേഴ്സ്, ഈവൻ നമുക്കത് അറിയില്ലെങ്കിൽ കൂടി ജനിച്ച് വീണൊരു കുട്ടി, ആ കുട്ടിക്ക് മലയാളം അറിയില്ലെങ്കിൽ കൂടി മലയാളം സംസാരിക്കുന്നവരുടെ ഇടയിൽ അത് ഇടവൈകും തോറും മലയാളം ടഫാണെങ്കിൽ കൂടി ആ കുട്ടിക്ക് എന്തോ ലേണിംഗ് അവിടെ നടക്കുന്നില്ലേ. ഇതുപോലെ തന്നെയാണ് നിങ്ങൾ പേപ്പറും പെന്നും കളറൊക്കെ ആയിട്ട് ഇരിക്കുമ്പം നിങ്ങൾക്ക് അതിൻ്റെ ABCD അറിയില്ലെങ്കിൽ കൂടി ഇഫ് യു സ്പെൻഡ് സം ടൈം ഓൺ ഇറ്റ്, നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ മൈൻഡ്, നമ്മുടെ സോള് ആക്ച്വലി ഇതെന്താണ് എന്ന് അതൊരു മീനിങ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കും. കാരണം ഇന്നേറ്റ് ആയിട്ട് ജന്മനാ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു കേപ്പബിലിറ്റി ഉണ്ട്. എന്താ അറിയോ, എന്ത് കണ്ടാലും ഇതെന്താണെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി, ശരിയല്ലേ? ആ ക്യൂരിയോസിറ്റിയെ ശരിയായ രീതിയിൽ ഗൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പുറത്തെ വീട്ടിലേക്ക് നോക്കിയിട്ട് അതെന്താ അവിടെ അങ്ങനെ ഒരു പരിപാടി, ഇതെന്താ അവിടെ എങ്ങനെ ഒരു പരിപാടി, ഇതിലേക്ക് അത് വഴി തെറ്റിപ്പോവും. എന്നാൽ അതിനപ്പുറത്തേക്ക് ദൈവം തമ്പുരാന് പടച്ചോന് നമുക്ക് എന്തിനാണ് ഈ ഇന്നേറ്റ് എബിലിറ്റി തരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രകൃതിയെ മനസ്സിലാക്കാനും വായിക്കാനും ആ സൂചനകളും സൂചകങ്ങളും വായിച്ചിട്ട് ഇത് എൻ്റെ ലൈഫിനോട് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ചില പ്രശ്നങ്ങൾ നമ്മളെ ലൈഫിൽ വരുമ്പം നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോകും. എന്താ ഇങ്ങനെ നടക്കുന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. അപ്പം നമ്മൾക്ക് ആക്ച്വലി ആദ്യം വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിന് പരിഹാരമല്ല. ഒരു മനുഷ്യന് ആദ്യം വേണ്ടത് ഈ പ്രശ്നത്തെ പറ്റിയുള്ള ക്ലാരിറ്റിയാണ്. ക്ലാരിറ്റി വരുമ്പോൾ തന്നെ നമുക്ക് സമാധാനം ഉണ്ടാവും. അപ്പം വല്ലാത്തൊരു ഹെഡേക്ക്, കൺഫ്യൂസ്ഡ് ആവും. എന്താ ഈ തലവേദന നിൽക്കാത്തത് കൊണ്ട് കാണിക്കുന്ന സമയത്ത് ഈ തലവേദന ഇന്ന കാര്യം കൊണ്ട് സംഭവിച്ചതാണ് എന്ന് പറയുമ്പോൾ ക്ലാരിറ്റി കിട്ടുമ്പം തലവേദന പോയിട്ടില്ലെങ്കിൽ കൂടി പകുതിയോളം തലവേദന പോയ പോലെ തന്നെ. കാരണം ഇത്ര ഉള്ളല്ലോ, വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ, ഞാൻ നാളെ തന്നെ മരിക്കൊന്നുമില്ലല്ലോ, ഇത്ര ഉള്ളതും ഡോക്ടർ പറഞ്ഞു. അപ്പം പിന്നെ തലവേദന പകുതിയും ഇമോഷണലി ഉള്ളത് നമ്മൾ റിലീസ് ചെയ്ത് കാര്യം. ഇതാണ് നമ്മളെ മൈൻഡ് പലപ്പോഴും കൺഫ്യൂസ്ഡ് ആകുമ്പോൾ മൈൻഡ് നീഡ്സ് ക്ലാരിറ്റി. ഇത്തരം ക്ലാരിറ്റിയിലേക്ക് നമ്മളെ മൈൻഡ് എത്തിക്കുന്നതിൽ ഇന്ന് നിങ്ങൾ ചെയ്തതുപോലത്തെ ആക്ടിവിറ്റീസ് ഒരുപാട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതോടെ ഞാൻ പറഞ്ഞത് എല്ലാത്തിനും ഒരു പക്ഷേ ഫസ്റ്റ് തന്നെ ക്ലാരിറ്റി വേണമെന്നില്ല, ബട്ട് ഗെറ്റ് ഇൻ ടു ദാറ്റ്, നമ്മൾ അതിലേക്കൊന്ന് പോയി നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പം നിങ്ങളൊരു കളറും പേപ്പറൊക്കെ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ കളേഴ്സിൻ്റെ ലോകത്തിലേക്ക് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് നിങ്ങളുടെ കുട്ടിക്കാലത്താണല്ലോ അല്ലേ. ഞാൻ ഇന്നലെ എൻ്റെ തറവാട്ടിൽ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മെനിയാന്നും പോയ സമയത്ത് ഞാൻ ഇങ്ങനെ വീട്ടിൽ കയറിയപ്പോൾ നോക്കുമ്പോൾ വോൾസ് മൊത്തം ചിത്രപ്പണിയാണ്. അപ്പോൾ കാര്യം മനസ്സിലായി, അവിടെ ചെറിയ മക്കളില്ല, എൻ്റെ താത്തൻ്റെ കിഡ്സ് ഉണ്ട്, ടീംസ് അവിടെ പരിപാടി ഒപ്പിച്ചിട്ട്. അപ്പോൾ ഞാനിങ്ങനെ ഓരോ റൂമിൽ കയറുമ്പോൾ എല്ലായിടത്തും ക്രയോൺസ് കൊണ്ടൊക്കെ നല്ല ആർട്ടായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഐ വാസ് ലൈക്ക് ഓക്കെ, ഇവരെ കളേഴ്സിൻ്റെ വേൾഡിലാണ് അവർക്കൊക്കെ ക്യാൻവാസാണ്, എന്ത് കണ്ടാലും അവർക്ക് ക്യാൻവാസാണ്. അപ്പോൾ അവരത് അവിടെ വരച്ചു ചെയ്യുക. ദാറ്റ് മീൻസ് കുട്ടിക്കാലത്ത് ആണ് നമ്മൾ കളേഴ്സിലേക്കും ലെറ്റേഴ്സിലേക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യണത്. നമ്മൾക്ക് ഒരു അക്ഷരത്തോട് ആകർഷണം വന്നത് എപ്പോഴാണെന്ന് ഒന്നുകൂടി ആലോചിച്ച് നോക്കിയാൽ ടീച്ചർ വെറും വൈറ്റ് ചോക്കൊണ്ട് മാത്രമേ നമുക്ക് അട്രാക്ഷൻ ഉണ്ടാവും. അപ്പോൾ അക്ഷരങ്ങളോട് ആകർഷണം ഉണ്ടാക്കാൻ, അത് കളർഫുൾ ആക്കാൻ ടീച്ചർ നോക്കിയില്ലേ. നമുക്കെന്തിനാ കളർ പെൻസ് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? പല കളറ് അല്ലേ, എന്തോരം കളറുകളുണ്ട്. എത്ര കളേഴ്സ് ഉണ്ട്? എത്ര? CBSE സ്റ്റുഡൻറ്റ് മുന്നിലുണ്ട്, അതാണ് എത്ര കളേഴ്സ് ഉണ്ട്? 7 12. പൊതുവേ നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനെ പറയല് 12 കളേഴ്സ് ഉണ്ടെന്ന് പറയും. പക്ഷേ ഇന്ന് ഞാനിവിടെ ഒരു കളറിൻ്റെ ബോക്സ് കണ്ടപ്പോൾ അതൊന്നുമല്ല. കളർ പെൻസിൻ്റെ എന്തോരോ കളറുണ്ട്. ഗ്രീൻ തന്നെ 4-5 ടൈപ്പ്, അതിനെന്തൊക്കെയോ ഗ്രീൻ ഉണ്ട്. മെജന്ത ഗ്രീൻ, പീക്കോ ഗ്രീൻ, എന്താണ് സേജ് ഗ്രീൻ. അപ്പോൾ ഗ്രീൻ തന്നെ ഒരു 12 വകഭേദം ഉണ്ടാക്കും. വാട്ട് എവർ ഇറ്റ് ഈസ്, നമുക്ക് ഒരുപാട് കളേഴ്സ് ഉണ്ട്. എന്തിനാണ് കളർ എന്ന് പറഞ്ഞാൽ കളർ ആക്ച്വലി നമ്മളെ കാര്യത്തിലേക്ക് അടുപ്പിക്കാനാണ് അത് നമ്മൾ അട്രാക്റ്റീവ് ആക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ, ഇതിപ്പോൾ നേരെ വന്നാൽ ക്ലാസ് എടുത്താൽ പോരെ, ഇത് കുറച്ച് കളറാക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണോ, കുറച്ച് ലൈറ്റൊക്കെ ഇട്ട് കുറച്ച് സെറ്റപ്പൊക്കെ ആക്കി ഇങ്ങനെയൊക്കെ ബൾബൊക്കെ തൂക്കി. സോ ദീസ് കളേഴ്സ് ആഡ് സംതിങ്, റൈറ്റ്? ഇതൊക്കെ നമ്മൾ കളറാക്കുക എന്ന് പറയുന്നില്ലേ. ദാറ്റ്സ് ഇറ്റ്. ഈ വേൾഡ് അത്രമാത്രം കളർഫുൾ ആയിട്ടാണ് തമ്പുരാൻ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്തിനാണ്? ഇവിടെ നമ്മൾ അക്ഷരങ്ങൾ പകർന്നെടുക്കാൻ, പഠിച്ചെടുക്കാൻ തന്നെ ഈ ലോകത്തേക്ക് വന്നത്. അക്ഷരങ്ങൾ മീൻസ് അറിവ്, ജ്ഞാനം എന്നതാണ്. പക്ഷെ അക്ഷരത്തിനോട് ഒരു കുട്ടിക്ക് ആകർഷണം വരണമെങ്കിൽ ടീച്ചർ കളേഴ്സ് ഉപയോഗിക്കുന്നു. എല്ലാ കളറിൽ എഴുതുമ്പോൾ കുട്ടികൾക്ക് നമുക്കൊക്കെ ഭയങ്കര ഒരു അട്രാക്ഷനാണ്. അങ്ങനെയാണ് നമ്മൾ അക്ഷരങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. ഇതുപോലെ തന്നെ
നമ്മൾ കുഞ്ഞുനാളിൽ എങ്ങനെയാണോ അക്ഷരത്തിലേക്ക് ആകർഷിക്കപ്പെട്ടത്, ഇതുപോലെ നമുക്കിപ്പോഴും നമ്മൾക്കറിയാത്ത അക്ഷരങ്ങൾ, ദാറ്റ് മീൻസ് നമുക്കറിയാത്ത പാഠങ്ങൾ, നമുക്കറിയാത്ത ക്ലാരിറ്റികൾ, നമുക്കറിയാത്ത വിഷയങ്ങൾ എന്തൊക്കെയുണ്ട് ഇപ്പോഴും ജീവിതത്തിൽ. അതുകൊണ്ടാണ് നമ്മൾ ലൈഫിൽ സ്റ്റെക്കായി നിൽക്കണേ. നമ്മളെവിടെ പഠനം ഉപേക്ഷിച്ചു, സ്കൂളിൽ മാത്രമാണ് പഠനം, നമ്മൾ തെറ്റിദ്ധരിച്ചു. നമ്മൾ ലൈഫിൽ ഇരിക്കും കുറേ കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്, അറിയേണ്ടതായിട്ടുണ്ട്, പുസ്തകത്തിൽ നിന്നും മാത്രമല്ല. അപ്പം അങ്ങനെ തുറന്നു കിടക്കുന്ന പുസ്തകമാകുന്ന പ്രപഞ്ചത്തെ വായിക്കാൻ, പ്രപഞ്ചത്തിൻ്റെ അക്ഷരങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ നമ്മൾ ഇനി മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ഈ കളർഫുൾ വേൾഡിലെ കളേഴ്സിലേക്ക് കൂടി എന്തായിരിക്കണം, അട്രാക്റ്റഡ് ആയിരിക്കണം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഈ ഭൗതിക ലോകം പലപ്പോഴും മനുഷ്യനെ ചതിക്കും എന്ന് പറയാറുണ്ട് അല്ലേ? അതെന്തുകൊണ്ടാണ്? നമ്മൾ അക്ഷരത്തിലേക്ക് ആകർഷിക്കാതെ കളറിലേക്ക് മാത്രം ആകർഷിച്ചാൽ കഴിക്കില്ലേ? ടീച്ചർ എന്തിനാ കളർ ഉപയോഗിച്ചത്? നിങ്ങൾ എന്തിലേക്ക് അട്രാക്റ്റ് ആണോ? അക്ഷരത്തിലേക്ക്. അക്ഷരത്തിലേക്ക് അട്രാക്റ്റ് ആയിട്ട് നിങ്ങൾ എന്തിലേക്ക് അട്രാക്റ്റ് ആണോ? പുസ്തകത്തിലേക്ക്. പുസ്തകത്തിലേക്ക് അട്രാക്റ്റ് ആയിട്ട് സബ്ജക്റ്റിലേക്ക് അല്ലേ? സബ്ജക്റ്റും നിങ്ങൾ ആ ടോപ്പിക്കിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാനുള്ള എൻട്രി ആയിരുന്നു എന്താണ് കളർ എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ഈ ലോകത്തിലുള്ള സകല കളർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങളെ ജ്ഞാനത്തിലേക്ക്, അക്ഷരത്തിലേക്ക് നയിക്കുന്നില്ലെങ്കിൽ അത് പ്രശ്നമാണ്. ഗോട്ട് ഇറ്റ്? അപ്പോൾ ആ ഒരു റീഫ്രെയിമിങ് നമുക്ക് എപ്പോഴും വേണ്ടതെന്നുള്ളതാണ്. എന്നാൽ ചില ആൾക്കാർ കളറിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെട്ടാൽ, ആകർഷണങ്ങളിലേക്ക്, നമ്മൾ കളറിലേക്ക്, നിറങ്ങളിലേക്ക്, വർണ്ണങ്ങളിലേക്ക് നമ്മൾ അട്രാക്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അക്ഷരങ്ങളിൽ നിന്നും തെന്നിപ്പോകുമോ എന്ന് ഭയപ്പെട്ടിട്ട് അവർ കളേഴ്സിൻ്റെ അടുത്തേക്ക് പോകാത്തവരുണ്ട്. അപ്പോൾ ലൈഫ് എന്താവും? ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവും. ഒന്നുമില്ല, ഒരു ചില്ലിങ് ഒന്നുമില്ല, ഫുള്ള് ഡ്രൈ ആയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട്. എന്താണ്? പ്രൊട്ടക്ഷനാണ്. കാരണം കളർഫുൾ ആയിട്ടുള്ള വേൾഡിലേക്ക് നമ്മൾ പോരുത്, കാരണം അത് നമ്മളെ വഴി തെറ്റിച്ചേക്കാം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഈ മെറ്റഫോർ വെച്ച് തന്നെ നിങ്ങൾ ആലോചിച്ചൊക്കെ ആക്ച്വലി നമ്മൾ കളർഫുൾ ആയിട്ടുള്ള വേൾഡിനെ വേണ്ടാന്ന് വെക്കൽ വേണ്ടത്, കളർഫുൾ ആയിട്ടുള്ള വേൾഡിനെ ആസ്വദിക്കാനാണ് ദൈവം പറയുന്നത്. നിങ്ങൾ ഈ ലോകം ചുറ്റി സഞ്ചരിക്കണം, അതിലെ വ്യത്യാസങ്ങൾ, വൈവിധ്യങ്ങൾ നിങ്ങൾ ആസ്വദിക്കണം. പക്ഷെ അതിലൂടെ നിങ്ങൾ എന്തിലേക്ക് എത്തണം? ജ്ഞാനത്തിലേക്ക് എത്തണം എന്നുള്ളതാണ്. ഇതുപോലെ നിങ്ങൾ എന്തുകൊണ്ട് വീണ്ടും ഈ കളർ പെൻസിലും പരിപാടിയൊക്കെ എടുപ്പിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, എവിടെയായിരുന്നോ അക്ഷരത്തിലേക്ക് നമ്മളെ ആകർഷിപ്പിച്ച നിറങ്ങൾ, ആ നിറങ്ങളോടൊപ്പം ഒന്നുകൂടി നമ്മൾ ഇരിക്കുമ്പോൾ നമ്മളെ മൈൻഡ് വീണ്ടും റീകണക്ട് ചെയ്യാൻ തുടങ്ങും. ഞാൻ എവിടെയാണ് കളർ കൊണ്ട് തുടങ്ങിയത്? അക്ഷരമുള്ളിടത്തല്ലേ നമ്മൾ കളർ കൊണ്ട് തുടങ്ങിയത്? വെരി ഗുഡ്. അപ്പം നമ്മുടെ ഉള്ളിൽ എത്രയോ വർഷം മുന്നേ ഉറങ്ങിക്കിടക്കുന്ന നമുക്കുള്ളിലെ അക്ഷരങ്ങളിലേക്കുള്ള, ജ്ഞാനത്തിലേക്കുള്ള, വിസ്ഡത്തിലേക്കുള്ള ഡോർ ഓപ്പൺ ചെയ്യിപ്പിക്കും നമ്മൾ നിറങ്ങളോടൊപ്പം ഇരിക്കുമ്പോൾ. ക്ലിയർ ആണോ? അതുകൊണ്ട് ബാലപാഠങ്ങൾ ഒരിക്കലും നമ്മൾ മറക്കരുത്. ക്ലിയർ? ഇപ്പോൾ ചിലരറിയും എത്രയോ കാലമായി ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്നിങ്ങനെ കുത്തി കുറിച്ചിട്ട് എന്ന് പറഞ്ഞവരുണ്ട്. പേന പിടിച്ചിട്ട് ഒരുപാട് കാലമായവരുണ്ട് അല്ലേ? നിറങ്ങളോടൊപ്പം ഇരുന്നിട്ട് ഒരുപാട് കാലമായവരുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മളെ ബാലപാഠങ്ങളാണ്, നമ്മളിലെ ആ വിസ്ഡം സെൻസ് ഓപ്പൺ ആക്കുന്ന ഏരിയാസാണ്. അതിനാണ് നമ്മൾ ഇങ്ങനെ ഓരോ ആഴ്ചകൾ ഇത്രയും സമയം എടുത്തിട്ടാണെങ്കിലും നിങ്ങളെ കൊണ്ട് ഈ കലാപരിപാടികളൊക്കെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആരോ അവിടെ ഇമേജ് ഷെയർ ചെയ്ത് കണ്ട് ഒരു ഉമ്മയും 4-5 മക്കളും കൂടി ഒരുമിച്ചിരുന്നിട്ട് ഒരു ബെഡിൻ്റെ മുകളിൽ മൊത്തത്തിൽ ഇന്നൊരിക്കൽ ആഘോഷമായിരിക്കും, ഉമ്മനും കൂടി കിട്ടിക്കണ് പരിപാടിക്കുന്നില്ല. സോ ഹാപ്പി ഫോർ ദാറ്റ്. സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ എല്ലാവരും ഒരുമിച്ചിട്ട് ആ കളറിൻ്റെ വേൾഡിലേക്ക് വരട്ടെ എന്നുള്ളതാണ്. സോ കളേഴ്സ് നമുക്ക് ഓരോരോ ഇമോഷൻസ് ഇവോക്ക് ചെയ്യും. നിങ്ങൾ നോക്കിയേ, വെറുതെ ഓരോ ഡിഫറെൻറ്റ് കളേഴ്സ് നിങ്ങൾ ഇപ്പോൾ ഈ റൂം നമ്മളിവിടെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് പെട്ടെന്ന് റെഡ് ലൈറ്റ് മാത്രം ഇവിടെ ഓണാക്കി നമ്മൾ കുറച്ച് നേരം ആ റെഡ് ലൈറ്റിൽ ഇങ്ങനെ ഇരുന്നാൽ നിങ്ങൾക്ക് ഫീലിങ്സ് മാറൂലേ? അത് കഴിഞ്ഞിട്ട് കുറച്ച് ഈ ലൈറ്റിന് എന്താ പറയുക? റിംഗ് ലൈറ്റ്, കളർ ഓഫ് ദ ലൈറ്റ്. ആ 25 ഈ കളറിൻ്റെ നെയിമില്ല. നൈസ്. അപ്പോൾ നോക്കിയേ, ഇങ്ങനെ ഓരോ കളേഴ്സ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് ആ എൻവയോൺമെൻറ്റിൽ നമ്മൾ ഇരിക്കുമ്പം ആ നിറം നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. ശരിയല്ലേ? ദാറ്റ് മീൻസ് കളേഴ്സ് നമ്മളോട് എന്തോ സംസാരിക്കുന്നുണ്ട്. ആം ഐ റൈറ്റ്? അത് നമ്മളെ ഫീലിങ്സ് ഉണർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിറങ്ങൾ മാറുന്നതിനനുസരിച്ചിട്ട് നമ്മളെ ഭാവങ്ങളിലും മാറ്റം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ചിന്തകളിൽ, നമ്മുടെ ഇമോഷൻസിൽ എന്തിനെങ്കിലും മാറ്റം ഉണ്ടാക്കാനോ സ്വാധീനിക്കാനോ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മളോട് സംസാരിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ക്ലിയറായോ? എല്ലാവരും ഓക്കെ. ഞാൻ പറയാതെ തന്നെ ഞാൻ ജസ്റ്റ് കൈ ഇങ്ങനെ ആക്കിയപ്പോഴേക്ക് നിങ്ങളത് സെൻസ് ചെയ്തില്ലേ? ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാവരും കൈ പൊക്കുമെന്ന് പറഞ്ഞു. എല്ലാവരും എന്ന് പറയുമ്പോഴേക്ക് നിങ്ങളത് റെക്കോർഡ് ചെയ്തു. ദാറ്റ് മീൻസ് ഞാൻ ആ വിഷയം ഭാഷയായിട്ട് പറയാതെ തന്നെ നിങ്ങളോട് കണക്ട് ചെയ്തോ. അപ്പോൾ ഭാഷ മാത്രമല്ല നമ്മളോട് സംസാരിക്കണേ, നമ്മളിരിക്കുന്ന ഇടത്തിലുള്ള നിറം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ചിലപ്പം വെറുതെ അങ്ങോട്ട് ദേഷ്യം പിടിക്കും,
എന്തിനാ ചോദിച്ചാൽ നമുക്കറിയില്ല. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ നിങ്ങളിരിക്കുന്ന ഇടത്തിലുള്ള ഏതോ നിറവ്യത്യാസമോ അവിടുത്തെ ഈവൻ വരുന്ന ചെറിയൊരു സെൻറ്റിൽ സ്മെല്ലിലുണ്ടാകുന്ന ഫ്രാഗ്രൻസിലുണ്ടാകുന്ന ഡിഫറൻസ് പോലും നമ്മളെ ഇമോഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ ആർക്കിടെക്ചേഴ്സ് അവർ ചില സംഭവം ഡിസൈൻ ചെയ്യുമ്പം ആ സ്പേസിലേക്ക് ഒരാൾ കയറുമ്പം ആൾക്ക് എന്ത് ഫീലിംഗ് ആയിരിക്കണം വരേണ്ടത് മുൻകൂട്ടി തന്നെ മനസ്സിലാക്കിയിട്ട് ലൈറ്റ് എൻജിനീയറിംഗ് ഉണ്ട്. ലൈറ്റ് എൻജിനീയേഴ്സ് എന്താ ചെയ്യുക, എത്ര ടോണിൽ എത്ര കളറ് എത്ര ഇൻറ്റൻസിറ്റിയിൽ വെക്കുമ്പോഴാണ് ഓരോരുത്തരുടെ ഇമോഷൻസിനെ അത് സ്വാധീനിക്കുക. നിറങ്ങൾ സംസാരിക്കുന്നുണ്ട്, ശരിയാണോ? ഗോട്ട് ഇറ്റ്? അപ്പോൾ നിറങ്ങൾ സംസാരിക്കാതിരിക്കട്ടെ, ഇത് നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്, നമ്മൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും. ഇപ്പോൾ നിങ്ങളാഴ്ചക്ക് ട്രാഫിക്കിലൂടെ നമ്മൾ പോകുമ്പം പച്ച കാണുമ്പോഴേക്ക് പോവും അല്ലേ, ചോപ്പ് കാണുമ്പോൾ എനിക്കെന്ത് ചോപ്പ്, എനിക്കൊന്നും ഇല്ല എന്ന് പോയി കഴിഞ്ഞാൽ വീട്ടിൽ ബില്ലെത്തും. ഇന്നാണ് ഞാൻ പ്രത്യേകിച്ച് ഫോട്ടോ അടക്കം കിട്ടും ഫ്രീ ആയിട്ട്, നല്ല ക്ലാരിറ്റിയിലാണ് കിട്ടുക. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇത്ര നല്ല ഒരു ഏരിയയിൽ അല്ലെങ്കിൽ മുകളിൽ നിന്നുള്ളൊരു ഫോട്ടോ വേറെ ഓടി ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പിക്കും കിട്ടുക അതിൻ്റെ കൂടെ. അപ്പോൾ റെഡ് കാണുമ്പോൾ നിർത്താനും ഗ്രീൻ കാണുമ്പോൾ പോവാനും യെല്ലോ കാണുമ്പോൾ ഏകദേശം നിർത്താൻ അയക്കണം എന്നുള്ള ഓർമ്മ വരാനൊക്കെ ഇതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അവിടെ അനൗൺസ് ചെയ്യാൻ പറ്റുമോ, റെഡ് ആവാൻ പോകുന്നുണ്ട്, സ്റ്റോപ്പ് ആവാൻ അയക്കണ്, അത് പറയുന്നില്ല. പക്ഷെ അത് കണ്ട് നമ്മൾ സെൻസ് ചെയ്യാണ്. സോ കളർ ക്യാൻ ബി യൂസ്ഡ്, റൈറ്റ്? ബ്ലാക്ക് കാണുമ്പോൾ നമുക്കറിയാം എന്തോ ഡാർക്ക് സീൻ ഉണ്ട്, വൈറ്റ് കാണുമ്പോൾ നമുക്കറിയാം പീസ്, സമാധാനം, വുഡ്. സോ ദിസ് ഈസ് എ കമ്മ്യൂണിക്കേഷൻ മീഡിയം. കളേഴ്സ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഉണ്ടാക്കി വെച്ച ചില കളർ കോഡുകളുണ്ട്, ഇത് ഇന്നതിനാണ്. ഇപ്പോൾ നമ്മൾ പറയും പ്രൈമറി സ്കൂളിലെ കുട്ടികൾ, പ്രൈമറി ക്ലാസ്സിലെ കുട്ടികൾക്ക് ഗ്രീൻ യൂണിഫോം ആയിക്കോട്ടെ അവരെ മനസ്സിലാക്കാൻ, അല്ലേ? അതേ സമയത്ത് അപ്പർ പ്രൈമറി ഉള്ളവർക്ക് റെഡ് യൂണിഫോം ആയിക്കോട്ടെ, അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് റെഡാന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഓരോ കളറുകൾ നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന പേരുകളുണ്ട്, ഓരോ റെക്കഗ്നീഷൻസ് ഉണ്ട്. അത് കൂടാതെ തന്നെ ഇത് നമ്മൾ ഡിസൈൻ ചെയ്യണതാണ്. ഇത് കൂടാതെ തന്നെ നാച്ചുറലി ഈ ലോകത്തിലുള്ള ഓരോ കളറുകൾക്കും ഓരോ ഫീലിംഗ് ഉണ്ട്. അത് വെച്ചിട്ടാണ് മാർക്കറ്റിംഗ് സൈക്കോളജിയിൽ കുറേ ആൾക്കാർ റിസർച്ച് ചെയ്തിട്ട് നിങ്ങളൊരു പോസ്റ്റർ വെക്കുന്ന സമയത്ത് അവർക്ക് അതിലേക്ക് കണക്റ്റഡ് ആണെങ്കിൽ ആ പോസ്റ്ററത്തെ വിഷയം ഈ കളറിൽ ഇന്ന ഫോണ്ടിൽ ഇത്ര സൈസിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അവർ പിക്ക് ചെയ്യുള്ളൂ, അവരെ ബ്രെയിൻ എന്ന് പറയുമ്പം അവരെന്താ ഉപയോഗിച്ചത്? എല്ലാവരും വരും, നമ്മളെ ഹോസ്പിറ്റലിലേക്ക് ഒരു നല്ല സേവനമുണ്ട്, ആരും വരില്ല. പക്ഷെ ഹോസ്പിറ്റലിൻ്റെ ആ പോസ്റ്റർ വരുന്ന സമയത്ത്, ഹോർഡിങ്സ് വരുന്ന സമയത്ത് അതിലെ തലവാചകം, അതിൻ്റെ ഫോണ്ട്, അതിൻ്റെ കളറ്, അതിൻ്റെ ഫ്രെയിം, ഇതൊക്കെ മാറ്റേഴ്സ്. ഇതെല്ലാം കൂടി സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ബുദ്ധിജീവികൾ ഉണ്ടായിരിക്കും. അവർ കളേഴ്സിലൂടെ ആ കാര്യം നമ്മളോട് പറഞ്ഞത്. അപ്പം വെറുതെ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് ആൾക്കാർ കേട്ടോളന്നില്ല. അത് കേൾക്കുമാർ പറയണമെങ്കിൽ, ആ കാര്യം കൺവേ ചെയ്യണമെങ്കിൽ അതിൻ്റെ പിറകിൽ നടക്കുന്ന ചില മൊഡാലിറ്റീസ് ഉണ്ട്, അതുകൂടി കറക്റ്റ് ആവണം. ഓക്കെ ആണോ? ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരാളോട് സംസാരിക്കുകയാണ്, കളർ ലാംഗ്വേജിലൂടെ ഈ ഭാഷയല്ലാത്ത മറ്റുള്ള ലാംഗ്വേജ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരുപാട് ഡീലുകൾ സക്സസ്ഫുൾ ആക്കാനും വേണ്ടി പറ്റും. കാരണം എല്ലാവർക്കും വേണ്ട വിഷയം എന്താ? ഞാൻ പറയുന്നത് അവർ കേൾക്കുന്നില്ല, ഞാൻ പറയുന്നത് അവർ മനസ്സിലാക്കണം. ഇങ്ങനെ പറഞ്ഞിട്ട് ഇവൻ്റെ തലയിൽ കയറുന്നില്ല, ക്ലയൻറ്റ് അതങ്ങോട്ട് കൺവിൻസ്ഡ് ആണില്ല, ക്ലയൻറ്റിനോട് എങ്ങനെ പറഞ്ഞിട്ട് കാര്യം മനസ്സിലാണില്ല. ദിസ് ഈസ് എ ചലഞ്ചിങ് പാർട്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ മുഫീദൻ്റെ ആയിട്ട് ഒരു 10 മിനിറ്റ് സംസാരിക്കുക. ഈ 10 മിനിറ്റ് സംസാരിക്കുന്നതിനിടയിൽ കൂടുതലായിട്ട് മുഫീദനെ അങ്ങനെ വെറുതെ മുഫീദ സംസാരിക്കുന്നതിൻ്റെ ഇടയിലൂടെ ഞാൻ നോക്കുമ്പോൾ ഞാൻ അങ്ങനെ കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നത് മുഫീദയുടെ സംസാരത്തിൽ ഇടയ്ക്കിടയ്ക്ക് സപ്പോസ് ഗൈഡ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്നത് ഞാൻ നോക്കാം. സപ്പോസ് ആ മൂപ്പറെ മെയിൻ. അപ്പോൾ സപ്പോസ് എന്ന് പറയുമ്പം ആൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് പോലെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഒരു വിഷ്വൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആളോടൊരു കാര്യം പറയുമ്പോൾ ആളത് ഉൾക്കൊള്ളണമെങ്കിൽ ഞാൻ ഏത് മോഡിൽ തന്നെ പറയണം. അപ്പോൾ ആളൊരു സപ്പോസ് ഗൈഡ് അച്ഛനെ സംഭവിക്കണം, സപ്പോസ് മുഫീദ എന്ന് പറയുമ്പം മുഫീദ സപ്പോസ് ശ്രദ്ധിക്കൂല, പക്ഷെ മുഫീദയുടെ ഇന്നർ മൈൻഡിന് അതെന്താണ്, സപ്പോസ് എന്താണ്, അവിടേക്കുള്ള എൻട്രിയാണ്. ക്ലിയർ ആയോ? ഗോട്ട് ഇറ്റ്? യാ. ഇപ്പോൾ മുഫീദ ചിലപ്പോൾ വന്നിട്ട് എന്നെ എങ്ങനെ കൺവിൻസ്, സപ്പോസ് ഗൈഡ് ഇപ്പോൾ ആ ഇതെങ്ങനെ ഇങ്ങനെ ആവുകയാണെങ്കിൽ അപ്പോൾ എൻ്റെ മൊഡാലിറ്റി ഇന്നറിലേക്ക് ഞാൻ എടുക്കുന്ന എൻ്റെ കോഡുകളിൽ, കളർ കോഡ് പോലെ എൻ്റെ എൻട്രി കോഡുകളിൽ സപ്പോസ് ഇല്ലെങ്കിൽ ഞാനത് എടുക്കുകയില്ല. മുഫീദ എന്താ സംസാരിക്കേണ്ടത്? ഗൈഡ് സംസാരിക്കുന്നതിൽ കൂടുതൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മൊഡാലിറ്റി ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഞാൻ പോലും അറിയാണ്ട് ഈസിലി എന്നെ എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി വരാം, പക്ഷെ പറ്റുമൊന്നുമില്ല. അതിന് ഫിൽറ്റർ സെറ്റപ്പ് ഒക്കെ ഉണ്ട്, അതൊക്കെ സെറ്റ് ചെയ്ത് തന്നെ ഒന്നും ഒരു പരിപാടി നടക്കില്ല എന്നുള്ളതാണ്. നമുക്ക് വേറെ പഠിക്കാം. അപ്പോൾ എനിവേ ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ, ലാംഗ്വേജ് എന്ന് പറയുമ്പം ജസ്റ്റ് റിട്ടൺ ലാംഗ്വേജോ സ്പീക്കിംഗ് ലാംഗ്വേജോ മാത്രമല്ല, കളേഴ്സ് ഓൾസോ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ നമുക്കുള്ളിൽ അക്ഷരത്തോടുള്ള, വിസ്ഡത്തോടുള്ള, ക്രിയേറ്റിവിറ്റിയോടുള്ള ഓപ്പൺനെസ് കൊണ്ട് തരുന്നതിൽ കളറുകൾക്കും ലെറ്ററുകൾക്കും വേറെ പല മൊഡാലിറ്റീസ് ഉണ്ട്, അതിനൊക്കെ വലിയ പങ്കുണ്ട്. സോ ഇതുപോലത്തെ ആർട്ട് പരിപാടികൾ കിട്ടുമ്പം
ഇത് അറിയുമെങ്കിലും അറിയില്ലെങ്കിലും ജഡ്ജ് ചെയ്യാതെ എന്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം, ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇങ്ങനത്തെ 2-3 സെഗ്മെൻറ്റുകൾ ചെയ്തു വരുമ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും അറിയില്ല വാട്ട് ചേഞ്ച് ഇറ്റ് ഹാപ്പൻ. ബിക്കോസ് ചില ആളുകൾക്ക് അവരവരെ പറ്റിയിട്ട് തന്നെ അറിയില്ല അവരെ എൻട്രി കോഡുകൾ എന്താണ്. അപ്പോൾ അവർ പറയാം ഞാൻ എങ്ങനെ ആലോചിച്ചിട്ട് എനിക്കത് ചെയ്യാൻ പറ്റില്ല, ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ വേറെ ചില കാര്യങ്ങളുണ്ട് ഞാൻ വിചാരിച്ചു അത് അപ്പം തന്നെ ചെയ്തു. പക്ഷേ നിങ്ങൾ വിചാരിച്ചു അപ്പോൾ തന്നെ നിങ്ങൾ ആക്ഷൻ എടുത്തൊരു കാര്യം ഒരുപാടായി അത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് ചെയ്യാൻ പറ്റാത്ത കാര്യം. ഇത് രണ്ടിൻ്റെയും നിങ്ങളൊന്ന് സസൂക്ഷ്മം ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. വേഗം ചെയ്യാൻ പറ്റിയ കാര്യത്തെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുമ്പം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ സെൽഫ് ടോക്ക് അനലൈസ് ചെയ്ത് നോക്കിയാൽ അതിലേക്ക് കൺവിൻസിങ് ആക്കുന്ന ചില കോഡുകൾ ഉണ്ടായിരിക്കും. ആൻഡ് ഓൾസോ നിങ്ങളുടെ മൈൻഡ് തരുന്ന ബ്രെയിന് തരുന്ന വേറൊരു റെഫറൻസ് ഉണ്ട്. നിങ്ങൾ വളരെ വേഗത്തിലോ അടിപൊളിയായിട്ട് ചെയ്ത ചില കാര്യങ്ങൾ നിങ്ങൾ ഇഷ്ടത്തോടു കൂടി ചെയ്യുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റീവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മടിയില്ലാണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് തന്നെ നിങ്ങളെപ്പറ്റി അഭിമാനം തോന്നുന്ന സാറ്റിസ്ഫാക്ഷൻ തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ വേറൊരു ഏരിയയിൽ അത് ചെയ്താൽ രക്ഷപ്പെടുന്ന ഉറപ്പാണ്, പക്ഷെ അതിന് പറ്റുന്നില്ല. അപ്പോൾ ഉദാഹരണത്തിന് എല്ലാ ഞായറാഴ്ചയും ചീട്ടി ചെയ്താൽ രക്ഷപ്പെടുന്ന അറിയാം, പക്ഷെ എല്ലാ ഞായറാഴ്ച അത് പറ്റുന്നില്ല, പറ്റിപ്പോകുന്നു സാർ എന്ന് പറഞ്ഞതുപോലെ അങ്ങനത്തെ ഒരു ഏരിയ. വേറൊരു ഏരിയയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എന്ത് വന്നാലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരിക്കും. ജസ്റ്റ് ലൈക്ക് ഡെയിലി ചെയ്യുന്നവരാണെങ്കിൽ ബ്രഷ് ചെയ്യുന്നവർ, കുളിക്കുക, ഇങ്ങനത്തെ ചില സംഭവങ്ങൾ എന്ത് വന്നാലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വെറുതെ ഒത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിന് അതിനൊരു കോഡ് ഉണ്ടായിരിക്കും. സ്ഥിരമായിട്ട് എന്ത് വന്നാലും നമ്മൾ നിർത്താതെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിന് ആ ഏരിയാസ് നോക്കുമ്പം ആ ഏരിയകളിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിലെ വിഷ്വൽസ് എടുത്താൽ അതിൻ്റെ കളർ ടോൺ നിങ്ങൾക്ക് നടക്കാത്ത കാര്യങ്ങളെ പറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് വിഷമമുള്ള അതിൻ്റെ വിഷ്വൽ എടുക്കുമ്പോൾ അതിനൊരു കളർ ടോൺ ഉണ്ടായിരിക്കും. നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യമുണ്ട്, അതെടുത്തോണ്ടാണ് അത് നിങ്ങൾ മൈൻഡ് അതിനെ പിക്ചറൈസ് ചെയ്യുമ്പോൾ ചെയ്യണം കാണുമ്പോൾ നിങ്ങളുടെ മൈൻഡ് വേറൊരു കളർ ടോണിലാണ് തരാം. അത് മാത്രമല്ല അതിൻ്റെ ഫ്രെയിമിൽ വ്യത്യാസം ഉണ്ടായിരിക്കും, അതിൻ്റെ ആംഗിളിൽ വ്യത്യാസം ഉണ്ടായിരിക്കും, അത് കാണുന്ന ഏരിയകൾക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഗൈഡ് ടോക്ക്. അപ്പോൾ ഞാൻ ഗൈഡ് ടോക്കിനെ പറ്റി ആലോചിക്കുമ്പം എൻ്റെ മൈൻഡിലൊരു ഫ്രെയിം ഇങ്ങനെ വരുന്നുണ്ട്, ഇതാ ഇങ്ങനൊരു ഫ്രെയിം, അതിൽ കുറേ ആൾക്കാർക്ക്. അപ്പോൾ അത് ഞാൻ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കറിയാം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എപ്പോൾ ഞാൻ മനസ്സിലാക്കുമ്പോൾ എൻ്റെ ഈ ആംഗിളിലാണ് ഞാനത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അഡീഷണൽ കോഡുകൾ. ആൾക്കാരിത് നോക്കാറില്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇത്രയേ ഉള്ളൂ. പക്ഷെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാകുമ്പോൾ മൈൻഡിലെ ഏത് ആംഗിളിൽ ഏത് ഫ്രെയിമിലാണിത് വരുന്നത് എന്ന് നോക്കുമ്പം ആ ഫ്രെയിമിലായിരിക്കില്ല, ആ ആംഗിളിലായിരിക്കില്ല ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ. ചിലപ്പം അതെങ്ങനെ നോക്കിയിട്ട് നടക്കണില്ല എന്ന് പറഞ്ഞാൽ നടക്കണില്ല എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ ഒരു സൈഡിലായിരിക്കും. ഇങ്ങനെ തന്നെ ആവണം നിർബന്ധമില്ല ഓരോരുത്തർക്കും. അതൊക്കെ അടിക്കുമ്പോൾ അത് ഞാനൊരു സൈഡാക്കി വെച്ചതാണ്. സൈഡാക്കി വെക്കാൻ പറഞ്ഞാൽ മൈൻഡിൽ കാണുമ്പോൾ തന്നെ ഒരു സൈഡിലായിരിക്കും അത് കണ്ടുകൊണ്ടിരിക്കണേ. അപ്പോൾ ഈ ആംഗിളിലാണ് നിങ്ങളത് മൈൻഡിൽ കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ ഈ ആംഗിളിൽ തന്നെ വീണ്ടും വീണ്ടും കാണുന്തോറും അത് നിങ്ങൾക്ക് നടക്കാത്ത ആംഗിളാണ്. ആ ആംഗിളിൽ അതിനെ പിക്ചറൈസ് ചെയ്യാനേ പാടില്ല. ദിസ് ഈസ് എ കോഡ്. ഗോട്ട് ഇറ്റ്? നിങ്ങൾ ആ നടക്കാത്ത കാര്യത്തിന് നടക്കുന്ന ആംഗിളില്ല, ഈ ആംഗിൾ അവിടെ നേരെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടൊന്ന് കുറച്ച് ദിവസം ഇങ്ങനെ കണ്ടോക്കാം. നിങ്ങളെ മൈൻഡിന് എൻട്രി കോഡാണ്, മൈൻഡ് അത് പിക്ക് ചെയ്ത് വർക്ക് ചെയ്യും. നിങ്ങൾ ആലോചിച്ചൊക്കെ ബ്രെയിനിന് ഇത് ചെയ്യാൻ പാടില്ല, ഇതേ ഞാൻ ചെയ്യുള്ളൂ, അങ്ങനെ വാശിയൊന്നുമില്ല. ബ്രെയിനിന് ഇതെനിക്ക് നിർബന്ധമുള്ളതാണോ നിർബന്ധമുള്ളതല്ലെന്നും ബ്രെയിനിന് നോക്കാൻ അറിയില്ല. ബ്രെയിനിന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുപോലത്തെ ചില സപ്പോസ് പോലത്തെ കോഡുകളുണ്ട്. ആ കോഡുകൾ കിട്ടിയാൽ അത് അൺലോക്ക് ആവും. അങ്ങനെയാണോ അത് വന്നത്? ആ കോഡുകൾ കിട്ടിക്കഴിഞ്ഞാൽ അത് അൺലോക്ക് ചെയ്തിട്ട് അത് വർക്ക് ചെയ്യിപ്പിക്കും. അതല്ലാണ്ട് വന്നെങ്കിൽ അത് വർക്ക് ചെയ്യില്ല. അപ്പോൾ നമ്മൾ ശരിക്കും നമ്മളെ സെൽഫായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നമ്മുടെ മൈൻഡ് നമ്മുടെ ബ്രെയിൻ അതിനെ പിക്ചറൈസ് ചെയ്യുന്ന ആംഗിൾസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ആംഗിളിൽ ഈ കളർ ടോണിൽ കാണുമ്പോഴാണ് നടക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സ്പെസിഫിക് കളർ ടോണിലായിരിക്കും നമ്മൾ കണ്ടുകൊണ്ടിരിക്കണേ. കൺഫ്യൂസിങ് ആവുന്നുണ്ടെങ്കിൽ ഇപ്പം എന്ത് ചെയ്യേണ്ട, കൂടുതൽ ആലോചിച്ചിട്ട് തല പുണ്ണാക്കേണ്ട. ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഇതൊന്ന് ആലോചിച്ച് നോക്കാം, മാറി ഇരുന്നിട്ട് നോക്കട്ടെ എനിക്ക് എന്നിൽ സാറ്റിസ്ഫാക്ഷൻ തോന്നുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ചില കുട്ടികളുണ്ട് ഫോണിൽ സ്ക്രോൾ ചെയ്യാൻ അറിയുമ്പോൾ അത് കൺസിസ്റ്റൻ്റായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ ആയിരിക്കും മൈൻഡിലൊരു സാധനം വരും. സംഭവം ഒരു എന്താ പറയുക ടെറർ ഫീലിംഗ് ആണെങ്കിൽ കൂടി അല്ലെങ്കിൽ ഭയങ്കര ഒരു ഡെസ്പറേറ്റ് ഫീലിംഗ് ആണെങ്കിൽ കൂടി അത് സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇൻസ്ട്രക്ഷൻ എന്താ, അങ്ങനെ ചെയ്യരുത് എന്നാണ്, അങ്ങനെ വേണ്ട എന്നാണ്. പക്ഷേ ബ്രെയിൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ചെയ്യിപ്പിക്കുന്ന ആംഗിളിലാണ് വേണ്ടാത്ത കാര്യം ഞാൻ കണ്ടുകൊണ്ടിരിക്കണേ. ഗോട്ട് ഇറ്റ്? എന്നാൽ വേറെ ചില കാര്യങ്ങളുണ്ട് എനിക്ക് വേണ്ടതാണ്, പക്ഷേ അതിന് നമ്മൾ മൈൻഡിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വേണ്ടാത്തതാണെങ്കിൽ കൂടി നടക്കാത്തതിൻ്റെ ആംഗിളിൽ അതിൻ്റെ വിഷ്വലൈസേഷൻ നടന്നുകൊണ്ടിരിക്കണമെങ്കിൽ ബ്രെയിൻ അത് എത്ര വേണ്ടതാണ് ഈ ബ്രെയിനായി ചെയ്യില്ല. ബ്രെയിൻ എന്താ നോക്കുന്നത്, ഇതിനെ ഈ ആംഗിൾ ഇട്ട് കാണിച്ചെന്ന് ഞാൻ ചെയ്യും, ഈ ആംഗിൾ ഇട്ട് ഞാനത് ചെയ്യൂല. ഇങ്ങനത്തെ ചില കോഡുകൾ എല്ലാവരും ബ്രെയിനുകൾക്കുണ്ട്. ഇതിനെ ഡീകോഡ് ചെയ്യണം. ഇതിനെ ഡീകോഡ് ചെയ്യാൻ എന്ത് ചെയ്യും,
ആംഗിൾ മാറ്റുക അല്ലേ, അത് ബേസിക്. ഇതിന് അഡ്വാൻസ് ചെയ്ത് പഠിക്കണ്ടേ? ആ ഗൈഡഡ് കോഡ് ഇപ്പോഴും മനസ്സിലായില്ല. ഈ സാധനമൊക്കെ അവിടെ നടക്കുന്നുണ്ട്, ഈ എല്ലാ പരിപാടികളും ഗൈഡഡ് കോഡിൽ നടക്കുന്നുണ്ട്. നമ്മളിതിൻ്റെ ടെക്നിക്കൽ ടേംസ് പറഞ്ഞിട്ട് ആൾക്കാരെ കൊളാക്കണില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഗോട്ട് ഇറ്റ്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ കളേഴ്സ് പറഞ്ഞതുപോലെ നമ്മുടെ മൈൻഡിന് ആംഗിള്, ഫ്രെയിം, കളറ്, ടോൺ, നമ്മൾ കേൾക്കുന്ന ടോൺ, ഇന്നർ വോയിസ്, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളില്ലേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി നമ്മൾ ആലോചിക്കും, മൈൻഡിൽ ഒരു ഇന്നർ വോയിസ് വരും. അടിപൊളി, ഉഷാറായിട്ട് കുഴപ്പമില്ലാണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഒരു വോയിസ് ഒക്കെ ഇല്ലേ, ആ വോയിസിന് ഒരു ടോണായിരിക്കും, ഒരു പ്രത്യേക സൗണ്ടായിരിക്കും. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യമല്ലേ, അതിനെപ്പറ്റി പറയുമ്പോൾ വേറൊരു വോക്കൽ ടോണാണ് വന്നുകൊണ്ടിരിക്കുക. ശ്രദ്ധിച്ചോ? അപ്പോൾ ഈ വോക്കൽ ടോണിൽ തരത്തിൽ നമ്മളത് ആവർത്തിച്ചുകൊണ്ടിരുന്ന ബ്രെയിനിന് ആ ടോൺ എന്താ, ഈ ടോണിൽ വന്ന ഒരു സാധനം ഞാൻ ചെയ്യൂല. ക്ലിയർ? അപ്പം ചില ആൾക്കാർക്കുണ്ട്, ഇവർ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ, ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ പറ്റി ആലോചിക്കുമ്പോൾ, നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ സെൽഫ് ടോക്ക് നടക്കുന്നില്ല ഉള്ളിൽ. ഈ ഇന്നർ വോയിസ് നോക്കിയാൽ മിക്കവാറും ഇവരെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഡോണ്ട് പറഞ്ഞാലുള്ള ടോണിലായിരിക്കും അത് കേട്ടോണ്ടിരിക്കുക. ചിലപ്പോൾ വല്യുമ്മ, വല്യുപ്പ, ഉമ്മ, ഉപ്പ, അല്ലെങ്കിൽ അമ്മാവൻ, അല്ലെങ്കിൽ ടീച്ചർ, അല്ലെങ്കിൽ എപ്പോഴും നെഗ് അടിച്ചുകൊണ്ടിരിക്കുന്ന ടീംസ്, ഇവരെ വോയിസ് ആയിരിക്കും അറിയാണ്ട് ആ വോയിസിൻ്റെ കൂടെ ചേർന്നിരിക്കുക. എന്നെ കൊണ്ടത് പറ്റൂല കേട്ടോ എന്ന് പറഞ്ഞ പോലെ ഒരു ടോൺ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഞാൻ പറയും, ആ സൗണ്ടിൽ നിന്ന് നിങ്ങൾ ഡിസോസിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തെ പറ്റി ആലോചിക്കുമ്പോൾ നിങ്ങൾക്കുള്ളിൽ ഒരു വോയിസ് വരുന്നുണ്ട്. ആ വോയിസിൽ വർക്ക് ചെയ്യാത്ത കാര്യത്തെ പറ്റി നിങ്ങൾ ചിന്തിക്കണം, എങ്കിലും നിങ്ങളുടെ ബ്രെയിൻ അതെടുക്കുള്ളൂ. ബ്രെയിൻ ഒരിക്കലും എനിക്കിത് വേണമെന്ന് പറയുന്നത് ഡയറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ബ്രെയിനിന് നമ്മൾ പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട്, ഇന്ന കോഡുകളായിട്ട് വന്ന സാധനം ചെയ്താൽ മതി. ക്ലിയർ ആയോ? ഇതിൻ്റെ കൂടെ ഒരു ഡിസ്ക്ലൈമർ, മേലാൽ വേറൊരാളുടെ ബ്രെയിനിൻ്റെ അകത്ത് അയാൾ ആ കാര്യം ചെയ്യാതിരിക്കാനുള്ള ടോണുകൾ നിങ്ങളുടെ സൗണ്ട് ആക്കാതെ നോക്കുക. നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ക്രൂരത എന്താ, നമ്മൾ ഏതെങ്കിലും ഫ്രണ്ടോ മക്കളോ കുടുംബക്കാരുണ്ടെങ്കിൽ ഓരറിയിട്ടുണ്ടായിരിക്കില്ല, പക്ഷെ ഓരോ ഉള്ളിൽ കയറിയിട്ട് ഓരത് നടത്താണ്ടിരിക്കുന്ന വോയിസ് നമ്മളുടേതാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഡോണ്ട് പറഞ്ഞ ആളായിരിക്കും. വേണ്ടേ, എന്നെ കൊണ്ടോ, എനിക്കോ, കയ്യോ എന്നുള്ള സാധനമാണെങ്കിൽ അവരുടെ ഉള്ളിൽ അത്രയും കാലം അവരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വോയിസ് ആയിരുതാ, നമ്മളുടേതാ. കഴിഞ്ഞല്ല അതിൻ്റെ മുന്നത്തെ ജീട്ടിൽ ഞാൻ കണ്ണ് വെക്കണതിനെ പറ്റി പറയുന്നു. നല്ല കണ്ണ് വെക്കാനാണ് പറഞ്ഞത്, പക്ഷെ ഞാൻ പറയാം ശബ്ദം വെക്കരുത്. കണ്ണ് മാത്രമല്ല നമ്മൾ വെക്കണേ, ശബ്ദം കൂടി വെക്കുന്നില്ലേ, നമ്മൾ വോയിസ് കൂടി വെക്കുന്നില്ലേ ചില ആൾക്കാരുടെ ഉള്ളിൽ. അപ്പോൾ എൻ്റെ വോയിസ് ഒരാൾക്ക് കേൾക്കുമ്പോൾ എന്താ തോന്നുക, ഇവിടെ ഇല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലൊക്കെ ആണെങ്കിലും ജീച്ചൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് പോയാലും എന്തെങ്കിലും ഒരു സ്റ്റെക്നെസ് വരുമ്പോൾ അവിടെ ഞാൻ എനിക്ക് കഴിച്ചിലാവില്ലടാന്നാണ് എൻ്റെ വോയിസ് വരെ നിങ്ങളുടെ ഉള്ളിൽ. ഗൈഡഡ് കോഡിലെ ചില വോയിസ് ഇങ്ങനെ വരത്തില്ലേ, ചെയ്തവർക്കറിയാം. ആ സമയത്ത് എവിടെയെങ്കിലും എൻ്റെ വോയിസ് നിങ്ങളെ ലിമിറ്റ് ചെയ്യുന്ന രീതിയിൽ വരോ? ഇല്ല. നിങ്ങൾക്കതൊരു ഇൻസ്പിറേഷനോ അല്ലെങ്കിൽ ആ വിസ്ഡം എൻ്റെ സൗണ്ട് ഇങ്ങനെ ഉള്ളൂന്ന് ആരോ പറഞ്ഞതുപോലെ വരുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാക്ക് ഒന്നിക്ക് നല്ലത് പറയാം, അല്ലെങ്കിൽ ക്ലിയർ ആയോ? അപ്പം നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ത്, ഒരാളോട് ഒരു കാര്യം നെഗറ്റീവ് ടോണിൽ പറഞ്ഞിട്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാലാകാലം അവിടെ കിടക്കും. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചാൽ എത്ര കാലം ആൾക്കത് ചെയ്യാണ്ടാവുന്നു അത്രയും കാലം അതിൻ്റെ ഒരു ഷെയർ ആർക്കൂടി കിട്ടുന്നുണ്ട്, നമുക്കൂടി കിട്ടുന്നുണ്ട്. നമ്മൾ ഒരാളോട് ഒരു നല്ല കാര്യം ഉപദേശിച്ചാൽ അയാളത് ചെയ്യുന്നിടത്തോളം കാലം ആ ചെയ്യുന്നതിൻ്റെ ഒരു പോർഷൻ നമുക്ക് കിട്ടല്ലോ. അതെന്തുകൊണ്ടാണ്? കാരണം അവർ ചെയ്യുന്നതിൽ നമ്മുടെ വോയിസ് ഇൻവെസ്റ്റ് ചെയ്ത് കിടക്കുന്നുണ്ട്, നമ്മളെ എനർജി, വോക്കൽ എനർജി അവിടെ കാലാകാലം കിടക്കുന്നുണ്ട്. ചില ശബ്ദങ്ങൾ അങ്ങനെയാണ് നമ്മുടെ ബ്രെയിനിന് പിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ അവർ ബ്രെയിൻ നീഡ് വോക്കൽ റെഫറൻസസ്. ക്ലിയർ ആണോ? ഇത് നമ്മൾ സെറ്റ് ചെയ്യുന്ന റെഫറൻസുകളാണ്. ഇത് നാച്ചുറലി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുക, ചില മ്യൂസിക്കുകൾ കേൾക്കുമ്പം നമുക്കൊരു എനർജി ഫീൽ ചെയ്യും. ചിലത് കേൾക്കുമ്പോൾ ആ മ്യൂസിക് മലയാളം, ഇംഗ്ലീഷ്, തമിഴൊന്നും സംസാരിച്ചിട്ടില്ല, എന്നിട്ട് കൂടി ആ ടോണ് കേൾക്കുമ്പോഴത്തേക്ക് നമ്മളെ ഇമോഷൻസ് മാറുന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് അല്ലാത്ത ലാംഗ്വേജ് ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ കളർ ലാംഗ്വേജ് ഉണ്ട് അല്ലേ, അതുപോലെ തന്നെ ടോണൽ ലാംഗ്വേജുകളുണ്ട്, റിത്തം ലാംഗ്വേജ് ഉണ്ട്. ഒരു സംഭവം എടുത്തിട്ട് നമ്മൾ ഭയങ്കര സ്പീഡ് ഇങ്ങനെ ടടകടകടാന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് എന്താ തോന്നുക, നമുക്കിങ്ങനെ കാം ഫീലിംഗ് ആ കിട്ടും. ഒരാൾ എന്നിട്ട് അടിയോടടി ടടകടകടകടകടകടാന്ന് അടിച്ചുകൊടുക്കുക, നമുക്കിങ്ങനെ എന്തൊരു സമാധാനം, ഐശ്വര്യത്തിൻ്റെ സയറിൽ മുഴങ്ങുന്നത് അങ്ങനെയാണ് തോന്നുക. ഒരിക്കലല്ല. അതേ സമയത്ത് ഒരാൾ സാധനം കൊണ്ടുവന്ന് ഒന്നടിച്ച് ഒരു ഗ്യാപ്പ് ഇട്ട് വീണ്ടും ജസ്റ്റ് മെല്ലൊന്നും അടിച്ച്, അപ്പോൾ നമുക്ക് ആ റിത്തങ്ങനെ വരുമ്പോൾ ടക്ക് കാം ടക്ക് കാം ടക്ക് കാം എന്ന് പറയുമ്പോൾ ഈ ഓരോ അടി നമ്മളെ ഈ അടീൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ബ്രെയിനിൽ പിന്നെ എന്താ പിക്ക് ചെയ്യുക, കാപ്നെസ്സാ പിക്ക് ചെയ്യുക. ബിക്കോസ് വി ആർ ആങ്കറിങ്. ഓക്കെ ആണോ? കുഞ്ഞുങ്ങൾ എൻട്രി കോഡുകളാണ്. കുഞ്ഞുങ്ങൾ തൊട്ടിൽ കിടക്കുന്ന സമയത്ത് അവർ കിടന്ന് ഉറങ്ങായിരിക്കും. അവർ ഉറക്കുന്ന സമയത്ത് ഇനി തൊട്ടിൽ കിടക്കണ്ട, വയറ്റിൽ കിടന്നാലും, മനസ്സിലായില്ലേ? അപ്പോൾ വയറ്റിൽ കിടന്നാലും തൊട്ടിൽ കിടന്നാലും രണ്ട് സ്ഥലത്ത് ഉറങ്ങാണല്ലോ പാവങ്ങൾ.
ഈ ഉറങ്ങുന്ന സമയത്ത് പുറത്ത് മറ്റേ ഭയങ്കര പ്രശ്നം, ആ കുഞ്ഞ് ഉറക്കുന്ന പരിസരത്ത് ഭയങ്കര പ്രശ്നം. അപ്പോൾ സൗണ്ട് ഉണ്ടാക്കല്ലേ, കുട്ടി എണീക്കും, അത് ഉറങ്ങല്ലേ, കുട്ടികൾക്ക് അത് കുഴപ്പമില്ല, ഓന് ഉറങ്ങല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ മൊമെൻ്റ് എന്താണ്, എക്സാക്ട് ഹിപ്നോട്ടിക് സ്ലീപ്പ് ആ കുട്ടികളുടെ സ്ലീപ്പ്. ദാറ്റ് മീൻസ് ഈ എൻട്രി കോഡുകൾ ഫാസ്റ്റായിട്ട് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പീരീഡാണ് പ്രഗ്നൻസി പീരീഡും കുട്ടികൾ തൊട്ടിൽ കിടക്കുന്ന പീരീഡും. കാരണം എന്താ, തൊട്ടിലിൻ്റെ സൈക്കോളജി ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, തൊട്ടിലിൽ കുട്ടിയെ ഹിപ്നോട്ടൈസ് ചെയ്യില്ല നമ്മൾ, ഒന്ന് അങ്ങടാട്ടി ഒന്ന് ഇങ്ങടാട്ടി. സാധാരണ ഹിപ്നോട്ടിസ്റ്റുകൾ മറ്റേ പെൻഡിലും കൊണ്ടുവന്ന് അങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ, അങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇത് നോക്കി നോക്കി ആകെപ്പെട്ട് ഇങ്ങനെ പോകും. ഇതാണ് ഹിപ്നോസിസ്. ഈ ഹിപ്നോസിസിൽ പോയിട്ട് നീ ഇനി മുതൽ ദുൽഖർ സൽമാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ആരായിട്ടാണ് ഫീൽ ചെയ്യുക, ഐ ആം ദ ദുൽഖർ സൽമാൻ. അതെൻ്റെ സത്യമായോ? കാരണം എൻട്രി കോഡ് വെച്ച് കയറ്റി നീ ദുൽഖർ സൽമാൻ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ആയിട്ട് പിന്നെ കുറച്ച് നേരം നിൽക്കുള്ളൂ, കുറച്ച് സമയത്തേക്കെങ്കിലും. ദിസ് ഈസ് ഹിപ്നോസിസ്. സേഫ് വൈസ് ഒരു കുട്ടിയെ നിങ്ങൾ തൊട്ടിയിൽ കിടത്തിയിട്ട് എന്താ ചെയ്യണത്, രാരോ രാരീരോ എന്ന് പറഞ്ഞിട്ട് ഈ പണി ഇങ്ങനെ കുട്ടിയെ നോക്കി ബുദ്ധിമുട്ടിട്ട് നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ കുട്ടി ഓൾറെഡി ടു ആൻഡ് ഫ്രോ മോഷനിലാണ്. ഈ റിത്തമിക് ആയിട്ടുള്ള മോഷൻ, റിത്തമിക് അല്ല, ആരെങ്കിലും കുട്ടികളെ തോന്നിയ പോലെ ആട്ടോ, കുറച്ച് ഇങ്ങനെ ആട്ടി പിന്നെ സ്ലോ ആക്കി, അങ്ങനെയല്ല. പക്ഷെ ചില സമയത്ത് ക്രൂരത ഉണ്ട്, ദേഷ്യം പിടിച്ചിട്ട് അങ്ങോട്ട് അങ്ങോട്ട് എന്നിട്ട് ഈ സമയത്തുള്ള ഹിപ്നോസിസും എല്ലാ സാധനവും പോവാം. ഇതോട് കൂടിയിട്ട് ആ കുട്ടിക്ക് സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ ആ കുട്ടിയുടെ ലൈഫിലെ ഏറ്റവും വലിയ അപകടമായിരിക്കും, ദുരന്തമായിരിക്കും. ചിലരുണ്ട് ഉറങ്ങാൻ പേടി, കുട്ടി ഉറങ്ങണില്ല. സംഭവം എന്താ, ഈ ഉറക്കവുമായി അസോസിയേറ്റ് ചെയ്ത എക്സ്പീരിയൻസിൽ ഒന്നുകിൽ റിത്തമിക് ആയിട്ട് കുട്ടിയെ ഞെട്ടിക്കുന്ന ഇമോഷന് പാരൻ്റ് കൊടുത്തു, അത് പ്രോഗ്രാംഡ് ആവും. ബിക്കോസ് ആ കുട്ടിക്ക് യുക്തി വന്നിട്ടില്ല, ഓൺലി സബ് കോൺഷ്യസ് ഉള്ളൂ. ആ സമയത്ത് കോഡുകൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പീരീഡാണ്. അപ്പോൾ ആ സമയത്ത് നമ്മളെ ദേഷ്യം തീർക്കൽ എവിടെയെങ്കിലും ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് തീർത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആട്ടൽ മാത്രമല്ല, നിങ്ങൾ ആ പിടുത്തത്തിൽ ആ തൊട്ടിലിൽ ആ സ്ട്രെങ്ത് ഫീൽ ചെയ്യില്ലേ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുക, ബാക്കിൽ ഒരാൾ എന്നെ തൊടുന്നില്ല, ഈ ചെയറിൽ നല്ലൊരു പ്രഷർ കൊടുത്താൽ എനിക്ക് മനസ്സിലാവും പിടിക്കണമെങ്കിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ, ഓൻ തൊടില്ലാൽ തന്നെ, പക്ഷേ ചെയറിൽ ആ പ്രഷർ ഫീൽ ചെയ്യല്ലേ. ഇതേപോലെ തന്നെ നിങ്ങൾ തൊട്ടിലൊന്ന് പിടിക്കുമ്പോൾ പോലും ആ പ്രഷർ ആ കുട്ടിക്ക് ഫീൽ ചെയ്യുന്നില്ലേ, ശരിയല്ലേ? അപ്പോൾ നിങ്ങൾ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നില്ലേ? ഇതാണ് നമ്മൾ പറയാതെ പരത്തുന്ന കമ്മ്യൂണിക്കേഷൻ. അതുകൊണ്ടാണ് ബോഡി ലാംഗ്വേജിലൂടെയാണ് 95 to 97% കമ്മ്യൂണിക്കേഷൻ നടക്കണമെന്ന് പറയുന്നത്. നമ്മളാകെ പരിശീലിക്കുന്നത് എന്താ, സ്ട്രെയിറ്റ് ആയിട്ട് കാര്യങ്ങൾ പറയാം, അത് വേണ്ടട്ടോ മോനെ എന്ന് പറഞ്ഞാൽ കുട്ടി കേൾക്കൂല, അക്കിനെ ചെയ്യണട്ടോ ആവേ എന്ന് പറഞ്ഞാലും കേൾക്കൂല. കുട്ടിക്ക് നമ്മൾ സെറ്റ് ചെയ്ത ടോൺസ് ഉണ്ട്. അപ്പോൾ ചില പാരൻസ് ഓൾറെഡി ഞെട്ടിക്കൽ ടോൺ സെറ്റ് ചെയ്തുകൊണ്ട് പിന്നെ എന്ത് ഞെട്ടിച്ച് പറഞ്ഞാലും കേൾക്കുള്ളൂ. എന്നിട്ട് അറിയാം ഓറ്റിനെ കുറച്ച് ഞെട്ടിച്ചാലേ കാര്യം ചെയ്യുള്ളൂ. ആരാണ് ഈ കോഡ് എൻട്രി കോഡാക്കി വെച്ചത്? ഉമ്മ ഞെട്ടിച്ച് പറയുകയാണെങ്കിൽ ചെയ്യണം, അതൊരു വേണ്ടപ്പെട്ട കാര്യം എനിക്ക് മനസ്സിലായി. കാരണം ഉമ്മ ഓൾറെഡി എന്ത് ചെയ്ത് കൊടുത്തതാണ്, സെറ്റ് ചെയ്ത് കൊടുത്ത ടോണാണ്. ഇനി അങ്ങനെ അല്ലാണ്ട് കാര്യം നടക്കൂല. അപ്പം നമ്മളറിയാം എന്തിനാണ് മോളെ നീ അങ്ങനെ അവനെ പേടിപ്പിക്കണേ, നിങ്ങൾക്ക് അറിയായിട്ട് അങ്ങനെ പറഞ്ഞാലോ അവൻ ചെയ്യുള്ളൂ. കാരണം നമ്മളെ കോഡ് എങ്ങനെ ആയിപ്പോയിട്ടുള്ളതാണ്. ഗോട്ട് ഇറ്റ്. ഇതുപോലെ നമ്മൾ പല കോഡ് ഉണ്ടാക്കുന്നുണ്ട്. ഓൺട്രപ്രണേഴ്സ് ചെയ്യുന്ന ഏറ്റവും വലിയ അപകടമാണ് സ്റ്റാഫിനെ വരച്ച വരയിൽ നിർത്താൻ വേണ്ടിയിട്ട് ചില ടോണുകളുണ്ട്. ബോസ് ടോൺ എന്ന് പറഞ്ഞ ടോണ്, ആ ടോണാണ് ഓൾറെഡി സെറ്റ് ആയിരിക്കണം. ഇനി ആ എൻട്രി കോഡിലൂടെ അത് എന്ത് ചെയ്യുള്ളൂ, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയുള്ളൂ. സോ കമ്മ്യൂണിക്കേഷൻ ഈസ് നോട്ട് അബൌട്ട് ജസ്റ്റ് ഹാവിങ് സം കോൺവെർസേഷൻ. ബിയോണ്ട് ദ കോൺവെർസേഷൻ ഇങ്ങനത്തെ കുറേ ലെയേഴ്സ് അതിൽ ആക്ച്വലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വയറ്റിൽ കിടക്കുന്ന കുട്ടി, തൊട്ടിൽ കിടക്കുന്ന കുട്ടിക്ക് ആ പരിസരത്തിലുണ്ടാകുന്ന, ആ ഉറങ്ങുന്ന സമയത്ത് ആ പരിസരത്തിലുണ്ടാകുന്ന അനാവശ്യമായിട്ടുള്ള സംസാരങ്ങളോ അല്ലാണ്ട് വോയിസ് റേസ് ചെയ്തിട്ടുള്ള സംസാരങ്ങൾ പോലും വോക്കൽ ടോണുകളായിട്ട്, ഇൻറ്റേർണൽ ബ്രെയിൻ കോഡുകളായിട്ട് അത് സെറ്റായി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ചിലപ്പം, ചിലർ നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മൾ കാണാറുണ്ട്, വല്ലാണ്ട് സൗണ്ട് ഉണ്ടായാൽ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവും. എനിക്ക് സൗണ്ട് കൂടുതൽ പറ്റൂല. നമ്മളൊരു നോർമൽ വോയിസ് അല്ലേ, കുറച്ചുകൂടി കുറച്ചേക്ക് എന്നാൽ പിന്നെ ഓഫ് ആക്കണമല്ലോ നല്ല, അങ്ങനെയുണ്ട് കുറച്ച് ആളുകൾ. അവർക്ക് സൗണ്ട് ഭയങ്കര ഒരു ഇറിറ്റേഷനാണ്. വാട്ട് ഹാപ്പൻഡ്, അവരുടെ ഉള്ളിലേക്ക് ഒന്നുകിൽ ചൈൽഡ്ഹുഡിൽ ഏതോ ഒരു പീരീഡിൽ ഈ കൈൻഡ് ഓഫ് വോക്കൽ ഇൻസ്ട്രക്ഷൻസ് അവരിലേക്ക് കടന്നുണ്ട് ആസ് എ ഡിസ്ട്രാക്ഷൻ. അപ്പോൾ നമ്മളെ സംസാരം ആർക്കും എന്താവാൻ പാടില്ല, വോക്കൽ ഡിസ്ട്രാക്ഷൻ ആകാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് മെഡിറ്റേഷനിലൊക്കെ നമ്മൾ സാധാരണ പറഞ്ഞാൽ മതിയല്ലോ, കണ്ണടിക്കുക, ശ്വാസം എടുക്കൂ പുറത്തേക്ക് വിടൂ, ശ്വാസം എടുക്കൂ പുറത്തേക്ക് വിടൂ, കുറച്ചുകൂടി പുറത്തേക്ക് വിടൂ, കണ്ണടിക്കൂ, റിലാക്സ് ചെയ്തിരിക്കൂ. ഇനി നമ്മൾ ശാന്തമായിട്ടുള്ള ഒരു ലോകത്തിലേക്ക് അടുക്കാൻ വേണ്ടി പോവാണ്. നിങ്ങളുടെ ഉള്ളിലെ ലോകത്തിലേക്ക് ശാന്തമായിട്ട് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഫീലിംഗും ഉണ്ടാവില്ല. ബിക്കോസ് നമ്മൾ ഓൾറെഡി ഈ ഔട്ടർ വേൾഡിൽ ഈ വോക്കൽ ടോണുകളിൽ ഡിസ്റ്റർബ്ഡ് ആണ്. അപ്പോൾ അവിടെ നമ്മൾ റിലാക്സ്, ഞാൻ റിലാക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് എന്തിനെ പറ്റിയിട്ടാണ്, റിലാക്സേഷനെ പറ്റിയിട്ടാണ്. ആ പറയുന്നതിലൊരു റിലാക്സ് ഫീലിംഗ് ഇല്ലെങ്കിൽ ആ വാക്ക് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മനസ്സിലായോ? കുട്ടീനോട് പഠിക്കൂ എന്നല്ല നമ്മൾ പറയാം,
പഠിക്കൂ എന്നാണ് പറഞ്ഞത്, പക്ഷെ കുട്ടിക്ക് പൊട്ടുന്ന ഫീലിംഗ് ആ വാക്കിന് കിട്ടുന്നത്. പഠിക്കടാ പോയിട്ട് എന്ന് പറയുമ്പോൾ പൊട്ടിക്കടാ എന്നാണ് പറയുന്നത്. മീൻസ് പഠിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കേണ്ട പ്രോസസ്സാണ്? പഠിക്കുക. അതിനൊരു ഫീലിംഗ് ഉണ്ട്. ആ വാക്ക് ഉൾക്കൊള്ളുന്ന ഭാവമില്ലാണ്ട് ആ ഭാവത്തിന് പകരം വേറെ ഏതോ ഭാവം കുത്തിക്കയറ്റി പറഞ്ഞുകൊണ്ടിരുന്നാൽ അവർക്ക് ആ പഠനം എന്ന് പറഞ്ഞാൽ എന്നുള്ളൊരു ഫീലിംഗാണ് കിട്ടുക. അപ്പോൾ കുട്ടിയൊക്കെ എന്തൊക്കെ ഉണ്ട് പഠനം എന്ന് പറയുമ്പോൾ, ഒന്ന് ടീച്ചേഴ്സ് ബെഞ്ചിൽ കളിക്കണം സൈലൻസ് പഠനം എന്ന് പറയുമ്പോൾ ഈ പൊട്ടലുണ്ടായിരിക്കും, മറ്റൊന്ന് അടി കിട്ടുന്ന പൊട്ടലുണ്ടായിരിക്കും അല്ലേ, മറ്റൊന്ന് ചീത്ത കേൾക്കുന്ന പൊട്ടലുണ്ടായിരിക്കും. ഇതൊക്കെയാണ് പഠനം എന്നുള്ള വാക്കായിട്ട് കയറിയിരിക്കുന്നത്. ഈ കുട്ടിയോട് ആര് പോയിട്ട് പഠിക്കുന്നതാണ്, ഇവന് പഠിക്കാനെന്ന് തന്നെ ഉദ്ദേശിക്കണമെന്ന് കേൾക്കണതും. പക്ഷെ അവൻ്റെ ബ്രെയിന് കോഡ് ചെയ്യണം എന്തൊക്കെ പഠനം എന്ന് പറയുമ്പം പട്ടേ പട്ടോ ഈ സാധനം ഇറങ്ങിയത് വന്നുകൊണ്ടിരിക്കണത്. അപ്പം അതിൽ കാര്യമില്ലല്ലോ. അപ്പോൾ ചില സമയത്ത് പഠിക്കാത്ത കുട്ടികളെ നമ്മൾ സംസാരിക്കുമ്പം അവരോട് പോയിട്ട് സാറൊന്ന് പറയും എന്നിട്ട് ഞാൻ പറയാം പഠിക്കണം കേട്ടോ എന്ന് പറയുമ്പോഴും ഞാൻ പഠിക്കണം എന്ന് പറയാം. ദേവിനി ഇത് വീട്ടിൽ നിന്ന് സഹിക്കാൻ പറ്റിയിട്ട് ഇങ്ങോട്ട് വന്ന് ഇവിടെ ഇതന്നെയാണോ പറഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പോൾ നമ്മളവർ ആദ്യം എന്താ പറയുക, ഇതിനെ വരെ അവർ കേൾക്കാത്തൊരു സാധനം പറയും പഠിക്കണ്ടടാ. അപ്പോൾ ഇറ്റ് കൺഫ്യൂസസ്. വാട്ട് ഈസ് കൺഫ്യൂസിങ് യുവർ മൈൻഡ് മൈറ്റ് ബി മീനിങ് ടു യുവർ സോൾ. അപ്പോൾ എന്തിനാണ് പഠിക്കരുതെന്ന് പറഞ്ഞേ? അപ്പം പോയി സാറ് പൊളിയാട്ടോ, എന്തേ സാറ് പഠിക്കണ്ടാണ്. ലാ ഹൗല വലാ ഈനാ പൂപ്പരെടുത്താൽ കിട്ടുക എന്ത് പണി ഞങ്ങൾ കാണിച്ച് പൈസയും കൊടുത്ത് വിട്ടിട്ട് എൻ്റെ കുട്ടീനെ പഠിക്കണേ റെഡിയാക്കാൻ വേണ്ടി നിങ്ങൾ പഠിക്കേണ്ടെന്ന് പറഞ്ഞ് ഇനി അവനോട് പഠിക്കണം എന്ന് പറഞ്ഞാൽ അവൻ ഒരിക്കലും പഠിക്കില്ല. അപ്പോൾ ആദ്യം വേണ്ടത് അവനോട് പഠിക്കണ്ട എന്ന് പറയാന്നുള്ളതാണ്. കാരണം അവിടെ നമ്മൾ കൺഫ്യൂസ് ചെയ്യാണ്. അതിനൊന്ന് റീഫ്രെയിം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ വിത്ത് പാകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവനോട് പഠനം എന്ന വാക്ക് ഉപയോഗിക്കാതെ ഇനി പഠനം എന്ന ഭാവം അവനെ പഠിപ്പിക്കണം. ക്ലിയർ ആയോ? അവൻ്റെ ഉള്ളിൽ ആ സാധനം ഉണ്ട്, ഇങ്ങനെയൊക്കെ ബുക്കൊക്കെ ഇരുന്ന് പഠിച്ച് മാർക്ക് ആ സാധനം ഉണ്ട്. പക്ഷെ പഠനം എന്നുള്ള വാക്ക് വരുമ്പോഴത്തേനൊക്കെ അവനിക്ക് ഫീലിങ്സ് വേറെ വരണേ. പഠനം എന്ന വാക്കില്ലാതെ ഒരാൾ പറയാതെ അവന് എക്സാം മറ്റുള്ള ആലോചിക്കും. അവൻ്റെ ഉള്ളിലൊരു ഇൻറ്റൻസിറ്റി ഉണ്ട്, ഇൻറ്റൻഷൻ ഉണ്ട്, ഐ വാണ്ട് ടു എക്സ്പ്ലോർ ലേണിംഗ് എന്നതുണ്ട്. പക്ഷേ ഈ വാക്ക് കേൾക്കുമ്പോഴേക്ക് അവൻ എന്തോ ഒരു സാധനം വന്നുകൊണ്ടിരിക്കുക. ചില ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലുള്ള ഏറ്റവും വലിയ കോംപ്ലിക്കേഷന് സ്നേഹത്തോടു കൂടി ഇനി നമ്മൾ പ്രശ്നം ഉണ്ടാക്കൂല എന്ന് പറഞ്ഞ് വളരെ സ്നേഹത്തോടു കൂടി രണ്ടാളെത്തും. പക്ഷെ ഇതേപോലത്തെ ചൊറിയണ ചില വാക്കുണ്ടായിരിക്കും, അതായിരിക്കും ട്രിഗർ ചെയ്ത്. അത് സംസാരത്തിൻ്റെ ഇടയിൽ ആ വാക്ക് കണക്ഷനായിട്ട് വന്നു അതായിരിക്കും, സ്ട്രെയിറ്റ് ആ വാക്ക് ഉദ്ദേശിച്ചതുപോലെ ആയിരിക്കില്ല. പക്ഷെ ആ വാക്ക് കേൾക്കുമ്പോഴത്തേന് മൈൻഡ് ബ്രെയിൻ ഡീകോഡ് ദിസ് വാക്ക് ഈസ് ഇക്വൽ ടു ദിസ് ടോൺ, ദാറ്റ് ടോൺ ഈസ് ഇക്വൽ ടു ദിസ് ഇമോഷൻ, ദാറ്റ് ഇമോഷൻ ഈസ് ഇക്വൽ ടു ദിസ് എക്സ്പ്രഷൻ. ഇത്രയും വരൂലേ? മനസ്സിലായോ? അപ്പം നമ്മുടെ സ്കൂളിലെ ചില സബ്ജക്റ്റ് ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ഫീലിംഗാണ് കിട്ടുക അതാലോചിച്ചാൽ മതി. മാത്സ് ടീച്ചർ, ചിലർക്ക് ചിരി വരുന്നു, ചിലർ ചിരിയാക്കിയിട്ട് ഒതുക്കുന്നു, കൊലച്ചിരിയൊക്കെ ചിലർക്ക് വരുന്നത്. അപ്പോൾ വാട്ട് ഹാപ്പൻ? മാത്സ് ടീച്ചർ എന്ന് പറയുമ്പം മാത്സ് ടീച്ചർ എന്ന ആ ഒരു വേർഡ് കേൾക്കുമ്പോഴത്തേക്ക് ഒരു ഇമോഷൻ അല്ലേ, ഒരു ഇമോഷൻ, ഒരു ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ ഓൺ ആവുന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിനിന് മാത്സ് ടീച്ചർ എന്നത് പറയുമ്പോൾ മാത്സ് ടീച്ചർ ഒരു കോഡാണ്. ക്ലിയർ? സോ ഓരോന്നിനും ഓരോ കോഡുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഇത് ഡീകോഡ് ചെയ്താൽ മാത്രമേ ആ സാധനം മാറ്റാനുള്ളൂ. അപ്പോൾ മാത്സ് ടീച്ചർ ഇങ്ങനെ ഉള്ളിൽ ആ ഫ്രേസ് അങ്ങനെ ഉള്ളിൽ കയറി ഇരുന്നിട്ട് ഈ ഇമോഷൻ അവിടെ കിടക്കുന്നതുകൊണ്ട് മാത്സ് ടീച്ചർ മാത്രമല്ല മാത്സുമായി ബന്ധപ്പെട്ട ഒരു വഴിക്ക് നമ്മൾ പോകില്ല. മാത്സ് നമ്മൾ പിടിച്ച് തിന്നോ? ഇല്ല, ടീച്ചർ തിന്നാൻ നോക്കി. റൈറ്റ്? ടീച്ചറായിട്ടണോ മാത്സ്? അല്ല, ടീച്ചർ വേറെയാണ്, മാത്സ് വേറെയാണ്. പക്ഷെ ടീച്ചർ മാത്സിൽ നമുക്ക് തന്ന എക്സ്പീരിയൻസ് ഇങ്ങനെതായതുകൊണ്ട് മാത്സ് മൊത്തം നമ്മൾ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഫിനാൻസിലേക്ക് ഞാനില്ല, അക്കൗണ്ടിങ്ങിലേക്ക് ഞാനില്ല, കാരണം അതെൻ്റെ ഏരിയ അല്ല. വൈ? ബിക്കോസ് മാത്സ് ടീച്ചർ മാത്സ് എന്ന് പറഞ്ഞതേ മൊത്തത്തിൽ നമ്മൾ അങ്ങനെ ആക്കി വെച്ചിരിക്കുക. ജനറലൈസേഷൻ ഹാപ്പൻ എന്നുള്ള നമ്മുടെ മൈൻഡ് ഇങ്ങനെ കോഡ് ചെയ്ത കുറേ ഇമേജുകളുണ്ട്, ടോണുകളുണ്ട്, ഫ്രാഗ്രൻസുകളുണ്ട്, ഒക്കെ ഉണ്ട്. ചില സ്മെല്ല് നമുക്ക് ചില നൊക്ലാജ് കൊണ്ട് തരില്ലേ, നൊസ്റ്റാൾജിയ. CBSE സ്റ്റുഡൻ്റുകൾ ഞാൻ മറന്നുപോയി, സോറി, വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം അല്ലേ. ചില സ്മെല്ല് നമ്മൾ ആ കാലം എനിക്ക് ഓർമ്മയായി. ചില പാട്ടുകൾ ചില മൊമെൻ്റ് ഓർമ്മ വരുത്തൂലേ, വരുത്താറില്ലേ? യെസ് ചില കോളേജ് കാലഘട്ടങ്ങൾ അല്ലേ, അതൊക്കെ ചിലർക്ക് ഓർമ്മ വരും. ആ ക്യാമ്പസിലൂടെ ഇങ്ങനെ വൈബ് അടിച്ച് നടന്നതും ചില ആൾക്കാരുടെ കൂടെ നടന്നതൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നുകൊണ്ടിരിക്കും. വൈ? എന്താ ചില ആൾക്കാരുടെ കൂടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ക്യാമ്പസ് പോകാത്തതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഇല്ല, സോറി. അപ്പോൾ ഏതായാലും ഇങ്ങനെ ഓരോ സ്മെല്ല്, ഓരോ സോങ് വരെ നമ്മളെ ഇമോഷൻസിനെ ഉണർത്തുന്നുണ്ടെങ്കിൽ, എവേക്കൺ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇവോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ കോഡുകളാണ്.
സോ വി ഹാവ് ബീൻ കോഡഡ്, വി ഹാവ് ബീൻ പ്രോഗ്രാംഡ് വിത്ത് ലോഡ്സ് ഓഫ് എന്താ പറയുക ഡയറക്റ്റ് ലാംഗ്വേജസ് അല്ലാത്ത ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കുറേ ലാംഗ്വേജുകളാണ് നമ്മളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ ആയോ? ഒരു വരി നമ്മൾ പറയുമ്പം, ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പറയുമ്പം, നിങ്ങൾ നല്ല കാര്യം ചെയ്യുക എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറയുമ്പം നിങ്ങൾ നല്ല കാര്യം ചെയ്യുക എന്ന 3 വാക്കുകൾ അതിൽ കൂടിയിരിക്കണേ. പക്ഷേ നിങ്ങൾ നല്ല കാര്യം ചെയ്യാന്ന് പറയുമ്പോൾ ആ മൊമെൻറ്റിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ഇമോഷൻ ഡിഫറെൻ്റ് അല്ലേ? നിങ്ങൾ നല്ല കാര്യം ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അപ്പോൾ ആ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോരുത്തർക്കുള്ളിലും നിങ്ങൾ എന്ന വാക്ക്, നല്ല കാര്യം എന്ന വാക്ക്, ചെയ്യുക എന്ന വാക്ക്, ഇത് ഓരോ വാക്കുകളും നിങ്ങൾക്ക് ഓരോ ടോണിലാണ് നിങ്ങൾക്കുള്ളിൽ കോഡ് ചെയ്തിരിക്കുന്നത്. ഈ 3 വാക്കുകളുടെ ടോണും കൂടി ചേർന്നിട്ടാണ് നിങ്ങൾക്ക് ഇമോഷൻ എന്ത് ചെയ്യുന്നത് ഉണ്ടാക്കി തരേണ്ടതെന്നുള്ളതാണ്. നിങ്ങൾ നല്ല കാര്യം ചെയ്യാന്നുള്ളൊന്നും മാറി ചിലപ്പോൾ നമുക്ക് നല്ല കാര്യം ചെയ്യാം എന്ന് പറയുമ്പോൾ തന്നെ വീണ്ടും മാറും. ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുള്ള ഫ്രേസുകൾ. ഇതാ പറഞ്ഞത്, നമ്മൾ ചില ആൾക്കാരെ കേട്ടോണ്ടിരിക്കുമ്പം അവരെ സസൂക്ഷ്മം നിരീക്ഷിക്കുമ്പം നിങ്ങൾ എന്ന് പറയുമ്പോഴാണോ, നമ്മൾ എന്ന് പറയുമ്പോഴാണോ, ഞാൻ എന്ന് പറയുമ്പോഴാണ്, ഏത് പറയുമ്പോഴാണ് അവരെ കൂടുതൽ ആക്റ്റീവായിട്ട് നമുക്ക് ഫീൽ ചെയ്യണേ, എനർജൈസ്ഡ് ആയിട്ട് കണ്ണിലൊരു സ്പാർക്കൊക്കെ ഫീൽ ചെയ്യണേ. എന്നാൽ ആ വേർഡിലാണ് അവർക്ക് ആക്റ്റീവായിട്ടുള്ള ഇമോഷൻസ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർ ആ വേർഡിലൂടെ വേണം അവരായിട്ട് കണക്ട് ചെയ്യാൻ. ക്ലിയർ? മനസ്സിലായോ? ദാറ്റ്സ് ഇറ്റ്. സോ ഇങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ എൻറ്റയർ വേൾഡ്. നമ്മൾ മാത്രമല്ല, ഈ പ്രകൃതിയായിട്ടൊക്കെ നമുക്കിങ്ങനെ കണക്ട് ചെയ്യാനുള്ള കുറേ ടോണുകളാക്കി വെച്ചിട്ടുണ്ട്. സോ വി ഹാവ് എ കണക്ഷൻ വിത്ത് ദിസ് നേച്ചർ. ഒന്ന് നാച്ചുറൽ ആയിട്ടുള്ള ലാംഗ്വേജ് ഉണ്ട്. കളറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതുപോലെ, കളർ എന്ന് പറയുമ്പം നമ്മൾ ഉണ്ടാക്കുന്ന കളർ, നമുക്കിവിടെ എവിടെ പോയിട്ട് റെഡ് കണ്ടാൽ നമ്മൾ സ്റ്റോപ്പാക്കും. റെഡ് നമ്മളോട് വന്ന് പറഞ്ഞാണോ ഞാൻ റെഡാക്കുന്നു, എന്നെ കാണുമ്പോൾ നിർത്തിയില്ലെങ്കിൽ എനിക്ക് ഫൈൻ ഇടുന്നു? അല്ല, റെഡിനൊന്നും അറിയില്ല. ആരോ എടുത്തിട്ട് ഇത് കാണുമ്പോൾ നിർത്തിയിട്ടില്ലെങ്കിൽ പണി കിട്ടും. അപ്പം നമ്മൾ റെഡിനെ പേടിക്കുന്നു. റെഡിനൊന്നും ഉണ്ടായിട്ടില്ല. വി കോഡഡ് ഇറ്റ്, റൈറ്റ്? ഇത് നമ്മൾ കോഡ് ചെയ്താണ്. ഇനി നമ്മൾ കോഡ് ചെയ്യാത്ത തന്നെ നാച്ചുറലി ഒരാൾക്ക് നാച്ചുറലി വെറുതെ റെഡ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നാച്ചുറലി ഉണ്ടാണ് ഇമോഷൻ വേറെ ഉണ്ട്. ഒന്ന് നാച്ചുറലാണ്, മറ്റൊന്ന് പ്രോഗ്രാംഡ് ആണ്. ക്ലിയർ ആയോ? ഗോട്ട് ഇറ്റ്? യാ. ഇപ്പോൾ നമ്മൾ പ്രകൃതിയിൽ പോകുമ്പം, പ്രകൃതിയിൽ ഇപ്പോൾ നമ്മൾ മണ്ണിൽ ചവിട്ടുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഈ പറഞ്ഞ ബീച്ചിൽ പോവാം. അപ്പോൾ ബീച്ചിൽ ആ മണ്ണിലേക്ക് ഇറങ്ങിയിട്ട് കടലിനോട് അടുത്തിട്ടുള്ള ആ മണ്ണുണ്ടല്ലോ, അതിലൂടെ നമ്മളിങ്ങനെ ചെരുപ്പൊന്നും ഇടാണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ നല്ലൊരു ഫീലായിരിക്കും. നാച്ചുറലി നല്ലൊരു ഫീലായിരിക്കും. പക്ഷെ വേറെ ഏതോ ഒരാൾ ഇതിന് മുന്നേ വേറെ ഏതോ മണ്ണിൽ ചവിട്ടിയപ്പോൾ ആ മണ്ണിലൂടെ പോയ സമയത്ത് ഏതോ പഴുതാരം എന്തോ ഒന്നിങ്ങനെ ഒന്ന് ഇതാക്കിയിരുന്നു. ആ സാധനമുള്ള ഒരാൾക്ക് ഇത്ര നല്ല മണ്ണാണെങ്കിലും മണ്ണിൽ ഇങ്ങനെ വെക്കുമ്പോൾ ഓർക്ക് എന്താ ഫീലിംഗ് വരിക? പഴുതാര വരും. നാച്ചുറലി ആ മണ്ണിന് ആ ഫീലിംഗ് ഉണ്ടോ? ഇല്ല. പക്ഷെ നമ്മുടെ മൈൻഡ് ആ മണ്ണിനെ അസോസിയേറ്റ് ചെയ്ത് വെച്ച് എങ്ങനെയാണ്? പഴുതാര എന്ന സാധനമായിട്ടാണ്. ഇതേപോലെയാണ് പാവം മാത്സ് ടീച്ചറിനൊക്കെ നമ്മൾ ആക്കി വെച്ചത്. ലൈഫിൽ പല കാര്യങ്ങളെയും നമ്മൾ ആക്കി വെച്ചത്. നമുക്ക് പല ഫിയർ ഉള്ള കാര്യങ്ങളെയും അങ്ങനെ അസോസിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല കാര്യങ്ങളും നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ടാണ്. ഒരു കാര്യം പോയി ചോദിക്കാൻ, അവസരം ചോദിക്കാൻ, ആക്ഷൻ എടുക്കാൻ, ചില കാര്യങ്ങൾ സ്റ്റേജിൽ കയറി സംസാരിക്കാൻ, ഒന്ന് മൈക്കെടുത്ത് സംസാരിക്കാൻ, അല്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങൾ നമുക്കൊന്ന് എക്സ്പ്രസ് ചെയ്യാൻ, ഇതിനൊക്കെ പറ്റാതിരിക്കാനുള്ള കാരണം ദീസ് കൈൻഡ്സ് ഓഫ് ടോൺസ് നമ്മുടെ ഉള്ളിൽ കോഡ് ചെയ്ത് കിടക്കുന്നുണ്ട്. വി ഹാവ് ടു ഡീകോഡ് ഇറ്റ് എന്നുള്ളതാണ്. അപ്പം ഇതിൻ്റെ ഡീകോഡിങ് എനിക്കിവിടെ ഇന്ന് പ്രാക്ടിക്കലി പഠിപ്പിക്കാനൊന്നും സമയമില്ല. ഇവിടെ നമുക്ക് എന്താ ഉള്ളത്? അവെയർനെസ്. ഇപ്പം നമ്മൾ അവെയറാണ് എന്തുകൊണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി സൂക്ഷ്മതയോട് കൂടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ലൈഫിൽ ഇടപെടാൻ വേണ്ടി പറ്റുന്നുള്ള. നിങ്ങളൊരു സ്ഥലത്തിരിക്കുന്നു, വെറുതെ ദേഷ്യം വരുന്നു, നിങ്ങളെന്താ നോക്കണ്ടേ? ഞാൻ ഇപ്പോൾ ദേഷ്യത്തിനോട് വരാൻ പറഞ്ഞിട്ടില്ല. മറ്റയാൾ വെച്ചാൽ ഞാൻ ചോദിച്ചോ കുഞ്ഞിരാമ എന്നപോലെ, എനിക്കിപ്പോൾ ദേഷ്യം പിടിക്കണം, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ പണ്ട് കയറി വരുന്നത്? അപ്പോൾ നമ്മൾ ചോദിക്കാതെ ആളെങ്കിലും കയറി വരാം. എനിക്കിപ്പോൾ ഡൗൺ ആവണം, ഞാൻ ചോദിച്ചോ, വെറുതെ കയറി വരാണ്. അപ്പം ഞാൻ ക്ഷണിക്കാതെ എൻ്റെ കുടുംബത്തിലേക്ക് ഒരു അതിഥി കടന്നവരാണ്. മിക്കവാറും നമ്മളെ മൂപ്പര് എന്ത് ചെയ്യേണ്ടി വരും? ഹോസ്പിറ്റാലിറ്റിയോ? കേരളത്തിൽ ഇന്നത്തെ ട്രെൻഡ് വെച്ചിട്ട് ക്ഷണിക്കപ്പെടാത്ത അതിഥി കയറി വന്നാൽ ചാക്കിലാക്കി മറവ് ചെയ്യണമെന്നാണ്. മനസ്സിലായി? വരുണ്ട അവസ്ഥ അറിയില്ല കുട്ടിക്ക്. CBSE സോറി. അപ്പോൾ ഈ കണക്ക് ക്ഷണിക്കപ്പെടാത്ത അതിഥിയെ പോലെ ആവശ്യമില്ലാത്ത ഇമോഷൻസ് നമ്മളിലേക്ക് കയറി വരുമ്പോൾ വി നോ, നമുക്കറിയാം ഇതെന്തിനാ വരുന്നത്. മീൻസ് ഞാനിത് ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. മെജോറിറ്റി ആൾക്കാരും ഈ കോഡ് അവെയർനെസ്സിൽ അല്ലാത്തത് കൊണ്ട് തന്നെ അവരാലോചിക്കുന്ന പോലുമില്ല എനിക്കിപ്പോൾ എന്തിന് ദേഷ്യം വന്നു. എനിക്ക് ദേഷ്യം പിടിച്ച് എന്തോ പറഞ്ഞു പോയി, നിങ്ങൾ എന്തിനാ അപ്പം ദേഷ്യം? എനിക്കറിയാം, ഞാനപ്പം അങ്ങനെ എന്തോ, അത്രേ ഉള്ളൂ. ബട്ട് അത് വരുന്ന സമയത്ത് ഒരു ചെറിയ അവെയർനെസ് നിൽക്കുന്നുണ്ടെങ്കിൽ
എന്ത് കോഡാണ്, എന്ത് എൻട്രി കോഡാണ് ആവശ്യമില്ലാണ്ട് ഇപ്പം ദേഷ്യത്തെ വിളിച്ചു വരാൻ എൻ്റെ ബ്രെയിനിൽ ട്രിഗർ ചെയ്ത്, എൻ്റെ മൈൻഡിൽ ട്രിഗർ ചെയ്ത്? അതിൽ നമ്മൾ അവെയർ ആകുമ്പോൾ നമുക്കൊരു ബോധ്യം ഉണ്ടാവല്ലോ, ഞാനിപ്പോൾ ദേഷ്യത്തിലാണ്, അത്രയെങ്കിലും ഉണ്ടാവല്ലോ. മറ്റ് ദേഷ്യത്തിലാണെന്ന് ഒരു അറിവ് പോലും ഇല്ല. ആരോ അവരെ നിയന്ത്രിച്ചു, ആ സമയത്ത് എന്തോ ചെയ്തു പോയി. പിന്നെയാണ് ആലോചിക്കണത് ഞാൻ വൈകാരികമായിട്ട് എന്തോ ചെയ്തു പോയല്ലോ. അപ്പോൾ അവിടെ ഇമോഷൻസിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നതുപോലെയാണ്. ഇപ്പോൾ ചില ആൾക്കാരുണ്ട്, ആരോ ചിലപ്പോൾ ഇഷ്ടമുള്ളവരോ അങ്ങനെ എന്തെങ്കിലും ഒരു താല്പര്യമുള്ള ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ ഇവരായിട്ട് ഭയങ്കര ബ്രെയിനിലൊരു ട്രിഗർ വെച്ചിരിക്കുകയാണ്. എന്ത്, ഞാൻ കരയണോ ഞാൻ ചിരിക്കണോ എന്ന് അവളാ തീരുമാനിക്കേണ്ടത്. എൻ്റെ എൻട്രി കോഡാണ്, നീ ഇല്ലാണ്ട് ഞാനില്ല പൊന്നെ. അപ്പോൾ ഓൾറെഡി ബ്രെയിനിൽ എന്താക്കി വെച്ച്, കോഡ് നമ്മൾ തന്നെ സെറ്റ് ചെയ്ത്. വെറുതെ എങ്ങനെ കോഡ് സെറ്റ് ചെയ്ത് ചോദിച്ചാൽ കഴിഞ്ഞാൽ കുറേ പാട്ട് കേൾക്കും. പാട്ട് കോഡാണല്ലോ, ടോണ് കോഡാണല്ലോ, ഓരോ ടോണും ഓരോ ഫീൽഡല്ലോ. മിക്കവാറും കേട്ടത് മറ്റേ ഇക്കണക്കുള്ള പാട്ടായിരിക്കും. അടുത്ത വീട്ടിലെ കല്യാണത്തിന് പന്തലൊരുങ്ങിയ നേരത്ത് തീ പുകഞ്ഞത് അടുപ്പിലല്ല എൻ്റെ നെഞ്ചത്താ. ഞാനിത് ടോണ് പാടാത്ത എന്തുകൊണ്ടാ അറിയോ, ഇത് പാടിയിട്ട് കോഡാണ്ടോ നല്ല ഫീലിങ്ങിൽ അടുത്ത വീട്ടിൽ അങ്ങനെ ആസ്വദിച്ച്, ആ ആസ്വാദനമാണ് അപകടം. ക്ലിയർ ആയോ? വൈ യു ഹാവ് ടു ബി വെരി കെയർഫുൾ അബൌട്ട് മ്യൂസിക് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ആ ആസ്വാദന തലത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ആ കോഡിന് ഓപ്പണിങ് കൊടുക്കുകയാണ്. യു ആർ ഇമ്മേഴ്സീവ്. ആ ഇമ്മേഴ്സീവായിട്ട് നിൽക്കുമ്പം ആൾക്കാരെ കൊണ്ട് കൊല്ലാം, വെട്ടിക്കൊല്ലാം, കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് കുടിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന നമ്മൾ സോഡാ സർബത്താണ് കട്ടച്ചോരാണെന്ന് നോക്കില്ല. നമ്മൾ ആ റിത്തത്തിൽ ഇങ്ങനെ എൻട്രി കോഡ് എടുക്കാം. വൈബ് അടിപൊളി സാധനം, കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച സോഡാ സർബത്ത് എന്ന് സാറല്ലേ. അങ്ങനെയില്ല, ആളൊന്ന് മാറ്റോ, എനിക്ക് കണക്ഷൻ കിട്ടില്ല. സി, അപ്പം നമ്മൾ അതിൻ്റെ ലൈൻസ് ഒന്നും നോക്കില്ല, നമ്മൾ എൻ്റർടൈൻ ചെയ്യണ്ടോ. ഞാൻ പറഞ്ഞേ, കളറ് കണ്ടാൽ ലെറ്റർ കുട്ടിയെടുക്കോ, ടോണ് കണ്ടാൽ അതിലെ വരി കൂടി കുട്ടിയെടുക്കോ, വിസ്ഡം എടുക്കണ കണ്ടോ. അപ്പം നിങ്ങൾ ആലോചിക്കുക, ഇന്നത്തെ തലമുറയെ വഴി തെറ്റിക്കാൻ എത്ര പെർഫെക്റ്റായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇന്നത്തെ ചില സോങ്ങുകൾ, ചില കാര്യങ്ങൾ എങ്ങനെയാണ് കോഡ് ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ കുറേ ആൾക്കാർക്ക്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തെ ചില കുട്ടികളുടെ പ്രണയം കണ്ടാൽ ഭയങ്കര പ്രളയമാണ്. കാരണം എന്താ അറിയോ, ഇത് കുറേ കണ്ടത് കോഡായി പോയത് കൊണ്ട് അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ രസമില്ലാലൊന്നും തോന്നിയിട്ട് അങ്ങ് പോവാം. ഇവർക്കത് സീരിയസ് ആയിട്ടാണ് തോന്നാം. ഗോട്ട് ഇറ്റ്? ബിക്കോസ് ഓൾറെഡി നമ്മൾ കോഡ് ചെയ്തു, അവളില്ലാതെ ഞാനില്ല. അപ്പോൾ അതിന് കുറേ സ്റ്റാക്ക് ചെയ്യാനുള്ള എക്സ്പീരിയൻസുകൾ, ഇമോഷൻസ്, വിഷ്വൽസ്, അങ്ങനത്തെ മൊമെൻറ്റുകൾ ഇങ്ങനെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഉണ്ടാവല്ലോ. BGM ഇട്ടിട്ട് സാധനം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ആ സാധനം ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ BGM ആണ് നമ്മൾ ഉള്ളോട്ട് കയറ്റുന്നത്, അല്ലാണ്ട് സാധനമല്ല. ഇതല്ലേ, ഒരു സ്ഥലത്ത് ഇങ്ങനെ വെറുതെ എഴുതി വെച്ചാൽ നീ ഇല്ലാതെ ഞാനില്ല, ഇങ്ങനെ ഒരു വരി കണ്ട നമുക്ക് ഓരോരുത്തർക്കും ഓരോന്ന് തോന്നാം. ഇങ്ങനെ ഇവിടെ ഞാൻ ബോർഡ് എഴുതി വെച്ചിരിക്കുക, ബോർഡ് പോയോ, ഇവിടെ ഒരു ബോർഡ് ഇട്ടുണ്ടെന്ന് സങ്കല്പിക്കാം. ആ ബോർഡ് എഴുതി വെച്ചാൽ നീ ഇല്ലാതെ ഞാൻ ഇല്ല. അപ്പോൾ ഒരു കുട്ടീനോട് കഴിഞ്ഞാൽ നീ ഇല്ലാതെ ഞാൻ ഇല്ല, എന്തേ ഫീലിംഗ് ഉണ്ടോ? നമുക്ക് എന്തേ തോന്നോ, ഇതെന്ത്. അടുത്തോടെ എന്നിട്ട് നീ ഇല്ലാതെ ഞാനില്ല. ടോണ് നമ്മളല്ല കൊടുക്കണേ, വേറെ ആണത്. നീ ഇല്ലാതെ ഞാനില്ല, നമുക്ക് എന്തേ ഫീൽ ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഈ വരിയാണോ മാറ്റേഴ്സ്, അതിന് കൊടുക്കുന്ന കളറല്ല മാറ്റേഴ്സ്. ഇനി അടുത്താൾ എന്നിട്ട് നീ ഇല്ലാതെ ഞാനില്ല, ഇങ്ങനെ ടോൺ, ഈ ഒരു ഇമോഷൻ, നീ ഇല്ലാതെ ഞാനില്ല, നീ ഇല്ലാതെ ഞാനില്ല, ഈ സാധനം വരുമ്പോഴല്ല അതിൻ്റെ ഭാവം വരുന്നത്. അപ്പോൾ ഈ വരിയാണോ മാറ്റേഴ്സ്, ഭാവമാണോ മാറ്റേഴ്സ്? ക്ലിയർ? അപ്പോൾ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും നമ്മൾ പലതും കാണുമ്പോൾ നമുക്ക് തോന്നും ഭയങ്കര സംഭവമായിട്ട്, എന്നിട്ട് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഇങ്ങനെ ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കും. ആക്ച്വലി ഈ വരിയെല്ലാം നമ്മൾ ഹുക്കാണ്, അതിൻ്റെ പിറകിൽ കൊടുക്കുന്ന ടോണാണ് നമ്മൾ ഹുക്കാക്കിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ പീപ്പിൾ ആർ ഗെറ്റിംഗ് കണക്റ്റഡ്. ഞാൻ പറയുന്നത് നിങ്ങളുടെ ഒരു ടോണും, ദാറ്റ് മീൻസ് ഇങ്ങനത്തെ ഒരു അകമ്പടി ഇല്ലാണ്ട് നിങ്ങളുടെ സംസാരം തന്നെ, നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ തന്നെ അത്തരത്തിലുള്ള ടോണായിട്ട് മാറുന്നുണ്ടെങ്കിൽ അപ്പോഴാണ് നിങ്ങളുടെ വാക്ക് കൊണ്ട് മറ്റുള്ളവർക്ക് ഗുണം ഉണ്ടാവുന്നത്. നിങ്ങൾക്കൊരു BGMൻ്റെ അകമ്പടിയും ഇല്ലാണ്ട്, ഒരു കളർഫുൾ സാധനത്തിൻ്റെ ഒന്നും ഇല്ലാണ്ട് എപ്പോഴാണോ നിങ്ങളുടെ സംസാരം തന്നെ, അതാണ് മരുന്നാകുന്ന സംസാരം. ക്ലിയർ ആണോ? ഗൈഡഡ് ടോക്കിൽ ഞാൻ സംസാരിക്കുമ്പോൾ BGM ഒക്കെ ഇടുന്നുണ്ടോ? ആവശ്യത്തിലേറെ ഞാൻ തന്നെ ഇങ്ങനെ ഇടുന്നുണ്ട് അല്ലേ, ഉള്ളുന്നു. അപ്പോൾ എന്തുകൊണ്ട് പീപ്പിൾ ആർ കമ്മിങ് ആൻഡ് ലിസൺ? ഈ ഓൺലൈനിലൊക്കെ വന്നിട്ട് പാവങ്ങൾ ഇങ്ങനെ ഇരിക്കണം, 300 ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ട്, ഇവരിങ്ങനെ ഇരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ആ പറയുന്ന കാര്യങ്ങളിൽ ഉണ്ടാക്കുന്ന കണക്റ്റിംഗ് ഫീലിങ്സ്, ഇമോഷൻസ് ഉണ്ട് കറക്റ്റ് ഓൺ ആയിരുന്നത്. അതിൽ വളരെ വ്യക്തമായി തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് ഒരു കാരണവശാലും അത് ഇമോഷൻസിൻ്റെ കാരണത്താലാകാനും പാടില്ല. അപ്പോൾ നിങ്ങളുടെ ഇമോഷണൽ സോണുകളൊക്കെ മാറ്റി നിർത്തിയിട്ട് ഒരു സൈക്കിക് സർജറി ചെയ്യുമ്പോൾ കഷ്ടപ്പെട്ട് വേണം എനിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കാൻ. കാരണം നമ്മുടെ ഉള്ളിൽ ഒരുപാട് വോയിസുകളുണ്ട്.
ഒരുപാട് ടോണുകളുണ്ട്. അപ്പോൾ ആ ടോണുകളിൽ നിന്നൊക്കെ മാറ്റി നിർത്തിയിട്ട് വേണം വി ഹാവ് ടു വർക്ക്. അപ്പോൾ മാത്രം നമുക്ക് ഡീകോഡ് ചെയ്യാനും നമ്മളെ റീകോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മൾ എത്ര BGM കോണ്ടന്റ് കണ്ടാലോ ഒക്കെ ആ സമയത്തൊക്കെ ഒരു ഹരം മറ്റേ സാധനം പഫ് അടിച്ചിട്ടുള്ള പോലെ ഉണ്ടാവും. ഒരു ഫീലിംഗ് കിട്ടി, ഇനി അടുത്ത വെറ്റ. ആക്ച്വലി വി ആർ കില്ലിങ് അവർ സെൽഫ്. പോയിന്റ് ക്ലിയർ ആണോ? അപ്പോൾ നിങ്ങളോട് ചോദിക്കേണ്ട കാര്യം, നിങ്ങൾ എങ്ങനെയാണ് വിസ്ഡം എടുത്തുകൊണ്ടിരിക്കുന്നത്, നമ്മളെ മൊഡാലിറ്റീസ് എങ്ങനെയാണ്, ആൻഡ് ഓൾസോ നമ്മൾ എങ്ങനെയാണ് ട്രിഗേർഡ് ആവുന്നത്. നമ്മൾ ട്രിഗർ ആവുന്ന പോയിന്റുകളിൽ, നമ്മൾ ഇമോഷണലി ട്രിഗേർഡ് ആവുന്ന പോയിന്റുകളിൽ നമുക്ക് വേണ്ട അവയർനെസ് എന്തോ. ഒന്ന്, ഞാനിപ്പോൾ ഓക്കെ അല്ല, അത് നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ പറ്റല്ലോ, റൈറ്റ്. ഇനി അടുത്തത്, ഞാൻ ഓക്കെ അല്ലാതിരിക്കുന്ന ഈ സമയത്ത് മറ്റുള്ളവർ ഇങ്ങോട്ട് വരാതിരിക്കുന്നതാണ് അവർക്ക് നല്ലത്, അല്ലേ? പക്ഷേ നമുക്കത് അവരോട് പോയി പറയാൻ പറ്റില്ലല്ലോ, ഇല്ല. അപ്പോൾ അവർ കടന്നു വരുമ്പോഴേക്കും നമ്മളൊരു സൂചന കൊടുക്കും. അപ്പോൾ അറിയണവർക്കറിയാം ഇതൊരു സൂചനയാണ്, ഇപ്പം പോയാൽ പണി കിട്ടും എന്നുകൊണ്ട് നമ്മൾ സൂചന കൊടുത്തു വിടും. ഇവിടെ ആരെയും സംസാരിച്ചോ? വി ആർ പിക്കിംഗ് ഇമോഷൻസ്, റൈറ്റ്? നമ്മൾ ആ സൂചന കൊടുത്തു. എന്നാൽ ശരിക്കും നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഓക്കെ അല്ല ഉള്ളത് നോക്കേ എന്നതുകൊണ്ട്, ഞാൻ ഓക്കെ അല്ലാത്തത് കൊണ്ട് ഇവിടെയുള്ള എല്ലാവരും ഞാൻ ഓക്കെ അല്ലാത്ത സിറ്റുവേഷന് കംഫർട്ടബിളായിട്ട് എനിക്ക് വേണ്ടിയിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ള പരിപാടിയാണോ? നിങ്ങൾക്ക് ഓക്കെ അല്ലാതിരിക്കാം എപ്പോൾ മാത്രം നിങ്ങളുടെ ഓക്കെ അല്ലാത്ത അവസ്ഥ മറ്റുള്ളവരുടെ ഓക്കെ ആയ അവസ്ഥയെ ഹനിക്കുന്നില്ലെങ്കിൽ. മനസ്സിലായില്ല? ഞാനിപ്പോൾ ഓക്കെ അല്ല, ഓക്കെ, അതായത് എന്തൊരു പണിയാണ് ഇവരെ പഠിപ്പിക്കാൻ. കുറച്ച് ബുദ്ധിജീവികളെ തരുമോ പ്ലീസ്? ഞാനിവിടെ ഒരു താത്വികമായ അവലോകനമാണ് ഉദ്ദേശിക്കുന്നത്. ഗോട്ട് ഇറ്റ്? അപ്പം ഞാനിപ്പോൾ ഓക്കെ അല്ല, അപ്പം ഞാൻ ഓക്കെ അല്ല എന്നുള്ളത് എനിക്കറിയാം, നൈസ്. പക്ഷേ ഞാൻ ചിന്തിക്കേണ്ട കാര്യം എന്താ? ഞാൻ ഓക്കെ അല്ല എന്ന് എനിക്ക് അറിയാമെങ്കിൽ പിന്നെ ഞാൻ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് മാത്രമായില്ല, എനിക്ക് ഓക്കെ അല്ലാതിരിക്കാനുള്ള അവകാശം എപ്പോൾ മാത്രമേ ഉള്ളൂ. എൻ്റെ ഈ ഓക്കെ അല്ലാത്ത അവസ്ഥ കൊണ്ട് മറ്റുള്ള ഒരാളുടെയും ഓക്കെ ആയ അവസ്ഥക്ക് ഒന്നും ബാധിക്കാൻ പാടില്ല. ചില ആൾക്കാരുണ്ട്, ആ ഒറ്റ ഒന്ന് മതി ആ കൂട്ടത്തിലുള്ള എല്ലാവരും ഉണ്ടാവൻ. എല്ലാവരും ഇങ്ങനെ വൈബാക്കിയിരിക്കും. അപ്പോൾ ഒരാൾ അത്ര, ചേച്ചി ചായ ഒന്നും വേണ്ട. എന്താ ചേച്ചി? അപ്പോൾ അടുത്താൾ, എന്താ ചേച്ചിക്ക് ചായ വേണം? എനിക്ക് ചായ വേണ്ട. നിങ്ങൾ എന്താ ചായക്കോളൂ. അപ്പോഴേക്ക് എല്ലാവരും ഇങ്ങനെ അതിങ്ങനെ പടരും. ആരും പറയത്തും വേണ്ട. ആ സൈലൻസ് ഇങ്ങനെ, ഈ ചായ കൊടുക്കാൻ വന്ന ആളൊരു എനർജി ഉണ്ടായിരുന്നു. ഇങ്ങനെ വന്ന, ചേച്ചിക്ക് ചായ വേണ്ട. അപ്പോൾ അടുത്താൾ, ചേച്ചി ചായ. അപ്പോൾ അടുത്ത ആൾ ഇതെന്തോ ഒരു ഉന്മേഷമില്ലാത്ത, അടുത്താൾക്ക് ചായ കൊണ്ടുവന്നു. കാരണം ഇവിടുത്തെ ചായ റിജക്ഷൻ ഇവിടെ അടിച്ചിട്ട് അടുത്താൾ കൊടുക്കുമ്പോൾ ഈ ഉന്മേഷമില്ല. അപ്പോൾ ഇതെന്താ? ഞാനിപ്പോൾ ഇവിടെ മുഫീദക്ക് ചേച്ചി ചായ കൊണ്ടുവന്നു. മുഫീദ എനിക്ക് ചായ വേണ്ട. അപ്പോൾ ഞാൻ ഓക്കെ ചേച്ചി എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഫിനിയയിലേക്ക് പോകുമ്പോൾ ചായ എന്ന് പറയുമ്പോൾ ഫിനിയൊക്കെ വന്നു, ഞാൻ വന്ന ഗൈഡിന് പറ്റിയില്ലേ. പോയിന്റ് അങ്ങനെയല്ലേ? ഫിനിയൊക്കെ ഒരു ഇത് കിട്ടും. അപ്പോൾ ഫിനിയൊക്കെ എന്തോ ഒരു കുഴപ്പം, അല്ല വേണ്ടായിട്ട് ഞാൻ കുടിച്ചിട്ടാണ് വന്നത്, അല്ല വേണ്ടായിട്ടെന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ വിചാരിക്കും ഇവിടെ വേണ്ട പറഞ്ഞ് ഇവിടെയും വേണ്ട പറഞ്ഞ്, ഇപ്പോൾ ഇവർ രണ്ടാൾ ചായ വേണ്ട പറഞ്ഞ് ഞാൻ ചായ കൊണ്ടുവന്ന് ഇവർക്ക് പറ്റിയില്ലേ. പോയിന്റ് മനസ്സിലായോ? അപ്പം ഞാൻ അടുത്ത ആളിലേക്ക് പോകുമ്പോൾ ചായ, ഇത് ഞാൻ ജഡ്ജ് ചെയ്തിട്ട് ഇവിടെ കരുമ്പോഴേക്ക് ഞാൻ ഇനി ഇത് റിജക്ഷൻ അടിക്കാൻ ചായ, ഇതെന്ത് ചായ? മറ്റാൾ ഐ ലവ് യു എന്ന് പറഞ്ഞാൽ ഇതെന്ത് ചായ? അപ്പോൾ മൂന്നാൾക്ക് ഏകദേശം അടിച്ച് ഇതെല്ലാം കൂടി അങ്ങോട്ട് മാലപ്പടക്കാവോ? നമ്മൾ അറിയുന്നില്ല നമ്മളെ സറൗണ്ടിങ്സിൽ എന്ത് നടക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഇരയാവണ ഏതെങ്കിലും ഒരു പാവം ഉണ്ടായിരിക്കും. എന്നിട്ട് മൂപ്പര് കാരനാണ് ഈ പരിപാടി മൊത്തം കൊളായത്. ഏതോ ഒരാൾ സൈഡിലെടുത്ത് തുടങ്ങിയിരിക്കുന്നത്. ഐ ആം നോട്ട് ഓക്കെ. മൂപ്പര് ഉദ്ദേശം എന്താ? ഞാൻ ഓക്കെ അല്ല എന്നിവിടെ എല്ലാവരും അറിയണം. അത് മൂപ്പര് ഡയറക്റ്റ് പറയോ? ഇല്ല. പക്ഷെ എല്ലാവരും അറിയിച്ചിട്ടുണ്ടായിരിക്കും. ഒരു വീട്ടിൽ ഒരു ഉമ്മ ഓക്കെ അല്ലെങ്കിൽ ആ വീട്ടിലെ പട്ടിയും പൂച്ചയും വരെ അറിയും. എന്തിനേറെ പറയുന്നത്, അവിടുത്തെ പാവക്കുട്ടി പോലും അറിയും. ബുദ്ധിയില്ലാത്ത, വിവരമില്ലാത്ത, സംസാരിക്കാത്ത പാവക്കുട്ടി പോലും അറിയും ആ വീട്ടിൽ ഈ ഉമ്മ ഓക്കെ അല്ല എന്നുള്ള കാര്യം. കാരണം അത് ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കും. ഇതാണ് ഇൻഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ. ക്ലിയർ ആയോ? ടോണൽ കമ്മ്യൂണിക്കേഷൻ. അപ്പം നിങ്ങൾ ആലോചിച്ചൊക്കെ, നിങ്ങൾ ഒരാൾ ഓക്കെ ആയിട്ട് ഒരു സ്ഥലത്തേക്ക് കയറി ചെല്ലുമ്പോൾ നിങ്ങൾക്ക് രണ്ട് സാധ്യത ഉണ്ട്. ഒന്നുകിൽ നിങ്ങൾ ഓക്കെ ആയിട്ട് പോയി തിരിച്ചു വരുമ്പോഴേക്ക് നിങ്ങളെ ഊക്കിയിട്ടോ ആക്കിയിട്ടോ അവർ പറഞ്ഞു വിട്ടു. നല്ല സന്തോഷത്തിലായിരുന്നു എൻ്റെ കുട്ടി പോയത്. വന്നത് മുതൽ എന്തൊക്കെയോ പ്രശ്നം. കാരണം എന്താ? നമ്മൾ ഓക്കെ ആയി പോയതാണ്, അവിടുന്ന് ഊക്കി നമ്മൾ വിട്ടു. അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മളൊരു സ്ഥലത്തേക്ക് കടന്നു ചെല്ലുന്നു, അവിടെ വലിയ ഓക്കെ ആയിട്ടുള്ള സെനാരിയോ ഒന്നുമില്ല, പക്ഷെ നമ്മൾ ഓക്കെ ആയി തന്നെ നിലനിന്നു എന്ന ഒരൊറ്റ കാരണവും കൊണ്ട് അവിടെയുള്ള പല ആൾക്കാരുടെയും നോട്ട് ഓക്കെ സ്റ്റേറ്റ് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നു. വൈബ് ഷിഫ്റ്റേഴ്സ് ആരാവണം? നിങ്ങൾക്ക് വൈബ് ഷിഫ്റ്റേഴ്സ് അല്ലേ നമ്മളാവേണ്ടത്. അതിന് വേണ്ട ഒന്നാമത്തെ കാര്യം എന്താ? ഒന്ന്,
നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം, ഉണ്ണി നീ ഓക്കെ അല്ലടാ? ദാറ്റ് മീൻസ് നമുക്ക് അറിയണം ഞാനിപ്പോൾ ഓക്കെ ആണോ അല്ലേ. അത് ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയാം. പക്ഷെ രണ്ടാമത്തെ സാക്ഷരത ഇല്ലായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓക്കെ അല്ലെങ്കിൽ ഇവിടെ ആർക്ക് എന്ത് സംഭവിച്ചാലും വേണ്ടിയില്ല, ഞാൻ ഓക്കെ അല്ലാണ്ട് തന്നെ ഇരിക്കും. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഓക്കെ അല്ലാത്തതൊരു തെറ്റാണോ എന്ന് നോക്കാൻ വേണ്ടി ഇൻസ്റ്റാഗ്രാമിൽ പോകും, റീല് നോക്കും. അപ്പോൾ ഉണ്ടായിരിക്കും എപ്പോഴും മനുഷ്യന്മാർക്ക് ഓക്കെ ആയിട്ട് ഇരിക്കാനൊന്നും പറ്റൂല. സോ ഇറ്റ്സ് ഓക്കെ ടു ബി നോട്ട് ഓക്കെ. ഓക്കെ, വെരി ഗുഡ്. ഇതൊക്കെ ജനറലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇൻസ്റ്റയിൽ മൂപ്പര് പറഞ്ഞത് ഞാൻ ഓക്കെ ആവാണ്ടിരിക്കുന്നത് ഓക്കെ ആണെന്നല്ലേ, എന്നാൽ ഞാൻ അങ്ങനെ ഇരിക്കും. പക്ഷേ ഈ കണ്ടന്റ് ചെയ്ത ചങ്ങാതി അറിഞ്ഞില്ല, ഇവൻ ഇതെടുത്തിട്ട് എന്താക്കാനാണ് പോണത്, നാട്ടിൽ മൊത്തം വീട്ടിൽ മൊത്തം ഞാൻ ഓക്കെ അല്ല, എന്താണെന്ന് ഞാൻ ഒന്ന് കാണട്ടെ, ഞാൻ എനിക്ക് വേണ്ടി കുറച്ച് ജീവിക്കട്ടെ. നമ്മൾ ഇമോഷൻ നമ്മൾ എക്സ്പ്രസ് ചെയ്തിട്ട് സപ്രസ്ഡ് ഇമോഷൻ ആവില്ലേ. അപ്പോൾ ഇതിനകത്ത് എന്താ സംഭവിക്കുക എന്ന് കരുതിയിട്ട് എൻ്റെ ഇമോഷൻ ഞാൻ എക്സ്പ്രസ് ചെയ്ത് എല്ലാവരെയും അലമ്പാക്കുന്നതാണ് അവർ എടുത്തിരിക്കുന്നത്. ഇതാണ് റീൽസിൻ്റെ അപകടം. ക്ലിയർ ആയോ? ഇതാണ് റീൽസിൻ്റെ അപകടം എന്ന് പറഞ്ഞത്. എന്നോട് പലരും ചോദിക്കുന്നുണ്ട്, കുറച്ച് ഈ ഇൻസ്റ്റയിലെ കുറച്ച് കണ്ടന്റ് കാണും. എനിക്ക് ഏറ്റവും വലിയ പേടി എന്താ വെച്ചാൽ, ഇത് 10 സെക്കൻഡ് 15 സെക്കൻഡ് സാധനം ഉണ്ടാവും. ഇത് വെച്ച് ജനറലൈസ് ചെയ്ത പ്രശ്നം. അതുകൊണ്ട് ഞാൻ വിചാരിക്കും ആളുകൾ ഇല്ലെങ്കിലും വേണ്ടിയില്ല, ഉള്ളത് വൃത്തിയിൽ ഇങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്യണം. ഇത് കണ്ടിന്യൂസ് ആയിട്ട് എന്തിനാ ആരെങ്കിലും പറഞ്ഞ് എങ്ങനെ ശരിയാവാന്ന് നോക്കുമ്പോൾ ഞാൻ ഉടനെ പറയാം അതിൻ്റെ ഫുൾ കണ്ടന്റ് GTലുണ്ട്, പ്ലീസ് ഗോ ആൻഡ് വാച്ച്. ഓക്കെ അല്ലേ? ഏത് സാധനം വരയ്ക്കണം, അത് എനിക്ക് 1 hour 2 hour 1.5 hour സെഷൻസ് ഒക്കെ ഉണ്ട്. വേണ്ടോളം നോക്കിയിട്ട് അത് ഫുള്ള് പഠിച്ചിട്ട് വരും പ്ലീസ്. അപ്പോൾ കുഴപ്പമില്ലല്ലോ. എല്ലായിടത്തും നമുക്ക് എന്തൊക്കെ ചോദിക്കാം, അതെങ്ങനെ ഇങ്ങനെ ആവാം, അതെന്താ അങ്ങനെ ആവാം, ഒന്നും പറയാൻ കഴിയില്ല. കാരണം കുറേ ക്വസ്റ്റ്യൻസിന് അവിടെ ആൻസർ ഇല്ല. അപ്പോൾ അത് ആൻസർ ചെയ്യാൻ നമുക്കൊരു സ്പേസ് വേണോ. അങ്ങനെയാണെങ്കിൽ മാത്രം നമ്മൾ ആളുകളെ ഇത്തരം കാര്യങ്ങളിൽ ഇമോഷണൽ ലിറ്ററസിയിൽ എഡ്യൂക്കേറ്റ് ചെയ്യാവൂ, അല്ലെങ്കിൽ എഡ്യൂക്കേറ്റ് ചെയ്യാതിരിക്കണം നല്ലത്. ക്ലിയർ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്ന് നമുക്ക് വേണ്ടത്, നമ്മൾ ഇമോഷണലി ഓക്കെ അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ നമ്മൾ ഇമോഷണലി ഓക്കെ അല്ലാന്ന്. ഇനി നമ്മൾ ട്രെയിൻ ചെയ്യേണ്ടത് എങ്ങനെയാണ്, നമ്മൾ ഓക്കെ അല്ലാത്തതുകൊണ്ട് നമ്മളെ പരിസ്ഥിതിയിൽ ഒരിക്കലും എന്തുണ്ടാവാൻ പാടില്ല, ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. ഇത് 2 സാധ്യത ഉണ്ട് പ്രശ്നം ഉണ്ടാവാണ്ടിരിക്കാൻ. ഒന്നാമത്തെ സാധ്യത അതിനേക്കാളും കോമഡിയാണ്. ആ സാധ്യത എന്താ അറിയോ, ഞാനിപ്പോൾ ഇങ്ങനെ ആയിട്ട് ആർക്കും ഇനി ഒരു പ്രശ്നം വേണ്ട, അതുകൊണ്ട് ഞാൻ അങ്ങ് പോയേക്കാം. അപ്പോൾ ഈ ചങ്ങാതി അറിയില്ല എന്ത്, ഈ ചങ്ങായി വീണ്ടും അറ്റൻഷന് പിടിച്ച് പറ്റാന്ന്. ഞാനല്ല ഇവിടുത്തെ പ്രശ്നം, ഞാൻ പോയിക്കോളാം. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ളവരോട് നമുക്ക് ഏറ്റവും നല്ല പറഞ്ഞ എന്താ അറിയോ, റോസിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ പ്രയാസമുണ്ടെങ്കിൽ റോസിയുടെ വീട്ടിൽ നിന്ന് പോയിക്കോളും. അല്ലാണ്ട് ഇപ്പം എന്ത് പറയാനാണ്. ദേ നീഡ് അറ്റൻഷൻ. ലൈക്ക് ഞാൻ ഓക്കെ അല്ല, അപ്പോൾ ഒരു പ്രശ്നമുണ്ട്, ഞാൻ ഓക്കെ അല്ലാത്തത് കൊണ്ട് ഇവിടെ എല്ലാവർക്കും പ്രശ്നം ഉണ്ടാകുന്ന എല്ലാവരും പറഞ്ഞു, അപ്പോൾ എന്നതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോയേക്കാം. അവരൊക്കെ പോകുമ്പോൾ തന്നെ ആക്ച്വലി വീണ്ടും അവിടെ മാക്സിമം ഓക്കെ അല്ലാത്ത അവസ്ഥ ഉണ്ടാക്കിയിട്ടല്ലേ പോണത്. എന്നിട്ട് അവരെന്താ പറയുക, ഞാനതിനൊന്നിനും ഇല്ലാതെ ഇപ്പോൾ ഞാനേ പ്രശ്നം, ഇന്ന പ്രശ്നം പറഞ്ഞിട്ട് ഞാൻ ഈ വീട്ടിൽ നിന്നും പോയി. അപ്പോൾ ആക്ച്വലി ദേ ആർ മേക്കിംഗ് എൻ ഇമോഷണൽ ഡ്രാമ. ക്ലിയർ ആയോ? ആരൊക്കെ മൈൻഡിൽ കാണുന്നില്ലേ? ഉണ്ടോ? ആരെയും കാണുന്നില്ലെങ്കിൽ വെരി ഗുഡ്. റൂമി പറയുന്നുണ്ട്, വെളിച്ചം നോക്കിയിട്ട് നിങ്ങൾ കാണുന്നില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളായിരിക്കും ആ വെളിച്ചം. എനിക്ക് ആരും റെഫറൻസ് വരുന്നില്ല, എന്നാൽ മിക്കവാറും നിങ്ങളായിരിക്കും ഈ കഥാപാത്രം. നമ്മളൊക്കെ പലപ്പോഴും എവിടെയെങ്കിലും എങ്ങനെയെങ്കിലൊക്കെ ഈ പ്രതിഷേധം അറിയിക്കണോ, അങ്ങനെ വിട്ടാൽ പറ്റില്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ എനിക്ക് ഹേർട്ടയക്കണമെന്ന് അറിയിക്കണ്ടേ. ദാറ്റ് മീൻസ് എനിക്ക് എൻ്റെ വേദന അല്ല, ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇരുന്നിട്ട് ഷാനെ കൈകൊണ്ട് എന്തൊക്കെ ആക്ഷൻ കാണിച്ചിട്ട് എന്തൊക്കെ കണക്റ്റ് ആവേണ്ടത് തോന്നുന്നുണ്ട്. ഫൈൻ, ഓക്കെ. അപ്പോൾ എനിക്ക് എൻ്റെ വേദന മറ്റൊരാൾക്ക് ഗുണകരമായിട്ടുള്ള രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല. എൻ്റെ വേദനയെ മറ്റുള്ളവർക്ക് കൂടി വേദനയായിട്ട് ഫീൽ ചെയ്യിപ്പിച്ചാൽ മാത്രമേ എനിക്കൊരാശ്വാസം കിട്ടുള്ളൂ. അതാണ് എൻ്റെ ഒരു ഇത് എന്ന രീതിയിലൊക്കെ എടുക്കുമ്പം നമ്മൾ ഈഗോയിലാണ്. ക്ലിയർ? നമ്മളെ ബ്രെയിൻ അങ്ങനെ കോഡ് ചെയ്തിരിക്കണേ. ഇതൊന്നും മാറ്റിയാൽ തന്നെ, ഈ ഒരു പോയിന്റ് മാറ്റിയാൽ തന്നെ കമ്മ്യൂണിക്കേഷൻ വളരെ സ്മൂത്തറാവും, ഡീലിങ്സ് വളരെ ക്വാളിറ്റിയിലാകും എന്നുള്ളതാണ്. അപ്പം ഇവിടെ ഒന്ന് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഞാനൊന്നിലേക്കും ഇല്ല എന്ന് പറഞ്ഞു പോവാം, പക്ഷെ അവിടെ നല്ല പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ ആലോചിച്ച് നോക്കി, അവരവിടുന്ന് പോയി. അപ്പോൾ കുറച്ച് ആൾക്കാർ എന്താ ചോദിക്കുക, പോയി സമാധാനമായി എന്ന് വിചാരിക്കും. വേറെ കുറച്ച് ആൾക്കാരോ, ആരും പോണ്ടില്ലേനില്ല, ഒരു ഇല്ലാണ്ട് ആകെ ഒരു ഇതായാലേ എന്നൊരു സാധനം എല്ലാവരുടെ ഉള്ളിൽ അവിടെ കിടക്കും. സോ ദേ മേഡ് അനദർ ഇംപ്രഷൻ ഓഫ് മാനേജിങ് ദെയർ ഇമോഷൻസ്. ഇങ്ങനെയാണ് ഇത്. സാന്നിധ്യത്തിൽ നിന്നും പോകുന്ന ആൾക്കാർ, ഇനി വേറെ കുറച്ച് ആൾക്കാരുണ്ട്, നീ ജീവിതത്തിൽ എവിടെയൊക്കെ എപ്പോഴൊക്കെ പോയാലും മോനെ നിന്നെ ഞാൻ അനുഭവിപ്പിക്കും എന്ന രീതിയിൽ മനസ്സിലൊക്കെ കയറിയിട്ട് ഇരിക്കും, പിന്നെ പോവില്ല.
ബ്രേക്കപ്പ് ആയ ആൾക്കാരെ അവസ്ഥകൾ കണ്ടിട്ടില്ലേ? ബ്രേക്കപ്പ് ആയവരും ബ്രേക്കപ്പ് ആവാൻ പോണ ആൾക്കാരും. എന്താ പ്രശ്നം? എത്ര കാലം കഴിഞ്ഞാലും ഞാൻ ചിരിക്കണമോ ഞാൻ കരയണമോ എന്ന് ചിന്തിക്കുന്നത് അവനോ അവളോ. കാരണം എന്താ? എൻ്റെ ഉള്ളിൽ കോഡായിരിക്കുന്നു മൈ ഹാപ്പിനെസ് ഈസ് യു മൈ ഡിയർ എന്ന് എത്ര തവണ ടൈപ്പ് ചെയ്ത് വിട്ടെ. എത്ര തവണ പാട്ട് കേൾക്കുമ്പോൾ ഒക്കെ ആ സാധനം കേൾക്കുമ്പോൾ അവനെ അവളെ ഇങ്ങനെ ഓർത്തോണ്ടിരുന്നേ. യു ആർ ടീച്ചിങ് യുവർ ബ്രെയിൻ ഷീസ് മൈ ഹാപ്പിനെസ്, ഹീസ് മൈ ഹാപ്പിനെസ്. അവരില്ലാണ്ട് എനിക്ക് സന്തോഷമില്ല, അവളില്ലാണ്ട് എനിക്ക് ജീവിതമില്ല. ഇത് ഇങ്ങനെ നമ്മൾ പറഞ്ഞ് ഇമോഷണലി നമ്മളിങ്ങനെ പറഞ്ഞ് ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഹാപ്പിനെസ് ഈസ് ഈക്വൽ ടു ഷീ എന്നൊരു പ്രോഗ്രാം, ഒരു കോഡ് നമ്മളെ ബ്രെയിൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? അതിനാ പഠിച്ചോ മുൻകൂട്ടി തന്നെ നിങ്ങളോട് പറഞ്ഞത് ഒറ്റ ആൾ ഇലാഹാക്കരുത്. നിങ്ങളുടെ ഇമോഷണലി ഇലാഹായ ആൾക്കാരെ വരെയൊക്കെ മനസ്സിലായോ? ഓരോപ്പങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ അവരെ അടിമയാണ്. അവളുടെ അടിമ, അവൻ്റെ അടിമ. അവൾ തീരുമാനിക്കുന്നു, അവൻ തീരുമാനിക്കുന്നു ഞാൻ കരയണമോ. ഒന്ന് ആലോചിക്കുക, ഇത്രയും നല്ലൊരു കാറായിട്ട് ഇവിടെ വന്നിട്ട് ഞാനിങ്ങനെ സൈഡിലിരുന്നിട്ട് യു ആർ മൈ കാർ, യു ആർ മൈ ലൈഫ്, യു ആർ മൈ ഡ്രൈവർ, നീ പറയുമ്പോൾ തന്നെ എന്ന് പറഞ്ഞിട്ട് അവളെ അല്ലെങ്കിൽ അവനെ പിടിച്ചിട്ട് ആ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുത്തിയിട്ട് അവൾ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുക. നമ്മളിങ്ങനെ ഒരു പോണ വഴിക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുക. അവർ നമ്മളെ ജീവിതത്തിൽ നിന്ന് പോയിട്ട് എത്ര ഇപ്പോഴും നമ്മളത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എത്ര വലിയ കോഡിങ്ങാണ് നടന്നത് ആലോചിച്ച് നോക്കിയാൽ. ഇതിൻ്റെ പേരിൽ ജീവിതം തുലഞ്ഞു പോകുന്ന കുറേ ആൾക്കാരുണ്ട്. ഇറ്റ്സ് എ ക്രൈം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ വികാരത്തിൻ്റെ ഇമോഷൻസിൻ്റെ കീ ഒരാളെ പോക്കറ്റിൽ ഒരിക്കലും ഇടരുത്. അപ്പോൾ നമ്മൾക്ക് അവെയർനെസ് ഉണ്ടാകുമ്പോൾ എങ്ങനെയാ, ഞാനിപ്പോൾ ഓക്കെ അല്ല, കാരണം അവൻ ഓർ അവൾ അല്ലെങ്കിൽ അത് അല്ലെങ്കിൽ ഇത് എന്തോ ഇതില്ലാണ്ട് എനിക്ക് പറ്റൂല എന്ന പോയിന്റിലാണ് നമ്മൾ നിൽക്കണമെങ്കിൽ, അതില്ലാണ്ട് എനിക്ക് സന്തോഷിക്കാൻ പറ്റൂല എന്ന പോയിന്റിൽ നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ ആ അവസ്ഥയാണ് അഡിക്ഷൻ. ക്ലിയർ? അത് മനുഷ്യരാകാം, വേറെ എന്തെങ്കിലും ആകാം, എന്തു കാര്യമാവാം. അതിനാണ് നമ്മൾ എന്താ പറയുന്നത്, അഡിക്ഷൻ. എന്നാൽ ദൈവം തമ്പുരാൻ പഠിപ്പിക്കുന്ന അഡിക്ഷൻ എന്താ? ഞാനല്ലാത്ത ഒരു അഡിക്ഷനും നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ എൻ്റെ കുട്ടി എന്നതിനോടൊരു അഡിക്ഷൻ വരുന്നുണ്ടോ? ഒറ്റ മിനിറ്റ്, ആ അഡിക്ഷനോട് ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്യട്ടെ. എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്? അർത്ഥം കിട്ടി തരുമോയെന്ന് ചോദിക്കും. എൻ്റെ കുട്ടീനെ അർത്ഥം തരേ. അപ്പോൾ ടെസ്റ്റ് എന്താ? കുട്ടിയോടാണോ അഡിക്ഷൻ, എന്നോടാണോ അഡിക്ഷൻ? നിനക്ക് വേണ്ടി ഞാൻ എന്തും തരാൻ തയ്യാറാണ്. ഇനി ഇതിൻ്റെ അർത്ഥം ഞാനിവിടെ കുട്ടികളെ അറക്കാൻ പറയുന്ന ഇതുണ്ടാക്കരുത് കേട്ടോ, ഡിസ്ക്ലെയിമർ. ഞാൻ ആ മെറ്റഫറിക്കലി ആ കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ത്യാഗം, ത്യജിക്കുക എന്നോടത്ത് എന്താണ്ടാണത്? എന്തുകൊണ്ടാണ് നമുക്ക് ത്യാഗത്തിൻ്റെ ത്യജിക്കലിൻ്റെ പാഠം പഠിപ്പിക്കുന്നത്? ബിക്കോസ് റൈറ്റ് ആയിട്ടുള്ള അഡിക്ഷൻ എന്താണ് എന്ന് നമുക്ക് തിരിച്ചറിവുണ്ടാവാനാണ്. ക്ലിയർ ആയല്ലേ? ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമുക്ക് അപകടമില്ലാത്തതായിരിക്കണം നമ്മളെ അഡിക്ഷൻസ്. വായന അപകടം ഉണ്ടാവാൻ പാടില്ല, വായിച്ചോളൂ, അഡിക്ഷൻ ആവാം. ഫുട്ബോൾ അപകടം ഉണ്ടാവാൻ പാടില്ല, ഫുട്ബോൾ അഡിക്ഷനായി. ലാസ്റ്റ് എന്തോ ഒരു കളിയിൽ ഇവൻ പൊട്ടി, ഇവനെ അടിക്കാൻ പോയ ഗോൾ വേറെ ആയിട്ട് തള്ളി ഫൗളായിട്ട് ഓരോ ടീമിൽ ജയിക്കാനില്ല. പക്ഷെ ഓവർ അഡിക്ഷനായിരുന്നു വിജയത്തോട്. ഇവൻ എന്ത് ചെയ്തു? അറ്റാച്ച്ഡ് ആയിരുന്നു. ഇവൻ പോയിട്ട് മറ്റവനെ ഒരുപാട് തല്ലി, പ്രശ്നമല്ലേ? അപ്പോൾ ദാറ്റ്സ് ഹൗ ദ അഡിക്ഷൻ വർക്ക്സ്. പക്ഷെ അത് എവിടെ കിടക്കുന്നത്? നമ്മളുള്ളിൽ ആക്ച്വലി നമ്മൾക്ക് കോഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഈ ഒരു മോഡിൽ. അപ്പോൾ ഒന്ന് വേണ്ടത്, നമ്മൾ അവെയർ ആകുന്നു, ഞാൻ ഓക്കെ അല്ല. നിങ്ങൾ അവെയർ ആണല്ലോ. ഇപ്പം നിങ്ങളൊന്ന് അവെയർ ആയി, നിങ്ങൾ ഓക്കെ ആണോ? ഇപ്പം നിങ്ങൾക്ക് എന്താ നിങ്ങളെ പറ്റി തോന്നണേ? ഓക്കെ ആണോ? ഇതുവരെ ഓക്കെ അല്ലേ? ടോട്ടലി ഓക്കെ ആണല്ലോ. വെരി ഗുഡ്. ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ലേ ഞാൻ ഇപ്പോൾ ഓക്കെ ആണ് എന്ന് ഫീൽ ചെയ്യണത് പോലെ തന്നെ നിങ്ങൾക്ക് നേരെ തിരിച്ചും ഞാനിപ്പോൾ ഓക്കെ അല്ല എന്ന അവെയർനെസ് ഉണ്ടാവും. അതിന് നമ്മൾ ബോധം എന്നറിയാം. ട്രാൻസ്ഫർമേഷനും ട്രാൻസിഷനും ഒക്കെ തുടങ്ങുന്നത് അവെയർനെസ്സിലാണ്. എപ്പോഴും പറഞ്ഞു, ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ബി അവെയർ ഐ എം നോട്ട് ഓക്കെ. ഇനി ഞാൻ ഓക്കെ അല്ല എന്ന് പറയുമ്പോൾ അടുത്ത നമ്മൾ നോക്കേണ്ടത്, ഞാൻ ഓക്കെ അല്ലാണ്ട് ഇരിക്കുന്നത് കൊണ്ട് എൻ്റെ പരിസ്ഥിതിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? എൻ്റെ സറൗണ്ടിങ്സിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? ഞാൻ ഓക്കെ അല്ലാണ്ടിരിക്കുമ്പം എന്തായാലും എൻ്റെ പരിസ്ഥിതിക്ക് പ്രശ്നം ഉണ്ടാവുള്ളൂ. കാരണം നിങ്ങൾ ഓക്കെ അല്ലാണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ചിന്തകൾ വരും. ആവശ്യമില്ലാത്ത ചിന്തകൾ തന്നെ നമ്മൾ ഓക്കെ അല്ലാത്ത വരുന്ന ചിന്തകൾക്കാണ് ഇമോഷൻസിൻ്റെ സ്ട്രെങ്ത്തും ഡെപ്തും കൂടുതലുണ്ടാവുക. അപ്പോൾ നമ്മൾ ആവശ്യമില്ലാണ്ട് പലതും ആലോചിക്കും. ഈ ആലോചിക്കുന്ന സമയത്ത് ബ്രെയിനല്ലേ പ്രവർത്തിക്കുന്നത്? ബ്രെയിൻ ഒരു ട്രാൻസ്ഫോമറാണ്. നമ്മളിപ്പോൾ പറയാം കമ്പ്യൂട്ടറാണ്. അപ്പോൾ നമ്മളൊരു ലാപ്പോ ഫോണൊക്കെ ഭയങ്കര ഒരുപാട് ആപ്പുകൾ ഒരേ സമയം വർക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ എന്താ സംഭവിക്കുക? ഒരു കമ്പ്യൂട്ടറിലോ ഫോണിലൊക്കെ ചൂടാവും അല്ലേ? ഇതേപോലെ തന്നെ നല്ല കാര്യങ്ങൾ കുറേ ആലോചിച്ചിട്ട് നിങ്ങളെ ബ്രെയിൻ എപ്പോഴും ചൂടായിരിക്കണം. സന്തോഷം ഇങ്ങനെ വന്ന് ആലോചിച്ച് എൻ്റെ തലയൊക്കെ ചൂടായി പെരുക്കണില്ല. നമുക്ക് ഇത് ആലോചിച്ച് എനിക്ക് തലവേദന വരുന്നു, ചൂടെടുക്കണ്, എന്തോ എടുക്കുന്നു എന്ന് പറയുമ്പം ആക്ച്വലി ഇത് ഹാങ് ആവാണ്.
അപ്പം നിങ്ങളുടെ തല പെരുക്കുക, നിങ്ങളുടെ തല ചൂടാവുക എന്ന് പറയുമ്പം അതിനർത്ഥം എന്താ അറിയോ, നിങ്ങളുടെ ഡിവൈസിൽ നിന്നും ആവശ്യത്തിലേറെ റേഡിയേഷൻസ് നിങ്ങളെ സറൗണ്ടിങ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് നിങ്ങളടുത്തൊരു ചെടി ഉണ്ടെങ്കിലല്ലോ ആ ചെടി നിങ്ങളെ പ്രാകും. എന്ത് നെഗറ്റീവാണ് കേട്ടോ ഇതെന്ന്. കാരണം ഈവൻ നമ്മളെ ചിന്തകളിലെ വികാരങ്ങളിലെ ഊർജം പോലും നമ്മളെ പരിസരത്തെ പതിക്കുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓക്കെ അല്ലാണ്ട് അതിൽ കുറേ സമയം ഇരിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഇരിക്കുന്ന പരിസ്ഥിതിയോട് ചെയ്യുന്ന ക്രൂരതയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്നൊരു ടെസ്റ്റ് നടത്താം, വേണമെങ്കിൽ മാത്രം ഒരു ടെസ്റ്റ് നടത്താം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെയർ എടുക്കാം, ആ ചെയറിൽ പോയിട്ട് ഇരുന്നിട്ട് ഇനിയിപ്പോൾ കരുതിക്കൂട്ടി ഓക്കെ അല്ലാണ്ട് ആവണ്ട, ഇനി ലാസ്റ്റ് നിങ്ങളെ വീട്ടിൽ ഫുള്ള് യുദ്ധം നടത്തുന്നിട്ട് GT ഇഫക്റ്റ് ആയിരിക്കും അത്. അപ്പം ഒരു എക്സാമ്പിൾ പറയാണ്, ആ ഒരു ചെയറിൽ നമ്മൾ ഓക്കെ അല്ലാത്ത സമയത്തൊട്ട് നമ്മൾ ആ ചെയറിൽ ഇരുന്നിട്ട് നമ്മൾ ഒരുപാട് ഓക്കെ അല്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് കാട് കയറി ചൂട് പിടിക്കണമോ ഇങ്ങനെ ആലോചിച്ച് ചെയ്തതിന് ശേഷം നമ്മളതിന് ഫ്രീ ആയിട്ട് നമ്മൾ പുറത്തേക്ക് വിചാരിക്കാം. ആ ചെയറിൽ ആരെങ്കിലും വെറുതെ കൊണ്ടിരുത്താം, ഒരു മിനിറ്റ് ഇരിക്കുമ്പോഴത്തേക്ക് ഓർക്ക് വെറുതെ ദേഷ്യം വരും. ചെക്ക് ഇംപ്രഷൻസ് ഓഫ് ദ ഇമോഷൻസ് ഈസ് എവ്രിവെയർ. പള്ളിയിൽ പോയിരിക്കുമ്പം, ബീച്ചിൽ പോയിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര കാംനെസ് കിട്ടാനുള്ള കാരണം എന്താ? അവിടെ വന്നിരിക്കണവർ വേണ്ടാത്ത ആലോചിക്കാനല്ലല്ലോ വന്നിരിക്കണേ, ഒരിക്കലല്ല. അവിടെ വന്നിരിക്കണം നല്ലതായിരിക്കും. അപ്പം നല്ലത് ചിന്തിച്ച് പറഞ്ഞ് പോയ ഒരിടത്ത് നമ്മൾ വെറുതെ പോയിരിക്കുമ്പം വി ഫീൽ ദാറ്റ് എനർജി. അവിടെ വേറൊരു സ്പേസ് ഇല്ല, കാരണം അതൊക്കെ മാറ്റി വെച്ചിട്ടാണ് ആൾക്കാർ അതിലേക്ക് കിടക്കണമെന്നില്ല. ബീച്ച് നേച്ചറിലൊക്കെ പോയിക്കുമ്പോൾ എന്താ നേച്ചറിൻ്റെ പ്രത്യേകത? നേച്ചർ കൺസിസ്റ്റൻ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അവിടെ പ്യൂരിഫിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രകൃതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് നമ്മൾ എല്ലാ ഭാരങ്ങളും ഇറക്കി വെക്കുന്നു ബീച്ചിലൊക്കെ പോകുമ്പം. ഈ ഭാരങ്ങൾ ഇറക്കി വെക്കാന്ന് പറഞ്ഞാൽ ബീച്ചിൽ എല്ലാവരും കൂടി പോയിട്ട് ഭാരം ഇറക്കി വെക്കാൻ വേണ്ടി കച്ചറോടല്ലോ, ഒന്ന് സമാധാനത്തിനാണ് പോയിരിക്കണേ, കാമായിട്ട്, ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കില്ലല്ലോ. അവർ ആ വിഷയങ്ങളൊക്കെ പ്രകൃതിയുടെ അടിത്തട്ടിൽ ഇങ്ങനെ പോയിരിക്കുമ്പോൾ ആ കാംനെസ് ഇങ്ങനെ കിട്ടുമ്പോൾ അവർ ആ കാംനെസ്സിലൂടെ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ പരിസ്ഥിതിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ നമ്മുടെ ഓക്കെ അല്ലാത്ത അവസ്ഥയെ നമുക്ക് റിലീസ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. ക്ലിയർ? അതാണ് പ്രാർത്ഥന. ക്ലിയർ? അതാണ് മന്ത്രങ്ങൾ, ജപങ്ങൾ, വിക്ർ. വേറെ ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാണ്ട് എൻ്റെ ഇമോഷൻ ഈ സറൗണ്ടിങ്സിനെ നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ കൂടി ആ ഇമോഷൻസ് ഞാൻ പ്രോസസ്സ് ചെയ്യാൻ എടുത്ത മീഡിയം ഒന്നുകിൽ പ്രകൃതി, മനസ്സിലായല്ലേ, അല്ലെങ്കിൽ നമ്മൾ ഡിവോഷണൽ ഓർ സറണ്ടറൻസ് ഓർ ഫെയ്ത്ത്, ഇങ്ങനത്തെ ഏതെങ്കിലും ലെയറിൻ്റെ അവെയർനെസ്സിൽ നമ്മളതിനെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഡിവൈൻ അവെയർനെസ്സോട് കൂടിയിട്ട് അത് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും അവിടെ പ്രകൃതിക്ക് എന്തെല്ലാം ഉണ്ടാവുന്നത്? കോട്ടമെല്ലാം ഉണ്ടാകുന്നത്. ക്ലിയർ ആയോ? അപ്പം നിങ്ങൾ അങ്ങനെ പ്രോസസ്സ് ചെയ്ത് തുടങ്ങുമ്പം നിങ്ങളെ പരിസ്ഥിതിയെ കൂടി നിങ്ങളുടെ സറൗണ്ടിങ്സിനെ കൂടി നിങ്ങൾക്ക് സപ്പോർട്ടിങ്ങിനായിട്ട് ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളറിയില്ലേ, നിങ്ങൾ ആ രീതിയിൽ നിങ്ങളുടെ ഇമോഷൻസിനെ പ്രോസസ്സ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ആ പ്രശ്നം പെട്ടെന്ന് മാറാൻ വേണ്ടി ദൈവത്തിൻ്റെ മാലാഖമാർ വരെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മളിങ്ങനെ ഓക്കെ അല്ല, നെഗറ്റീവ് അടിച്ച് വേണ്ടാത്ത ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും, മാലകമാർ മലക്കളൊക്കെ വന്നിരിക്കും വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കും, പാവട്ടോ റെഡി ആയി കൊടുക്കുന്നില്ല. സോ ദ വേ യു ആർ ഡീലിംഗ് വിത്ത് യുവർ ഇമോഷൻ, അവിടെയാണ് മറ്റേ പൗലോക്കോലോ നിങ്ങളൊരു കാര്യം ആഗ്രഹിക്കുമ്പോൾ പ്രകൃതി പ്രപഞ്ചങ്ങളെ കൂടെ ഉണ്ടാകുന്ന പറഞ്ഞാൽ ഇവിടുത്തെ മരങ്ങൾ പോലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആശീർവദിക്കുന്നതിന് സമാനമായിരിക്കും. കാരണം നിങ്ങൾക്ക് അങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ ഉപദ്രവിക്കണില്ല, നിങ്ങൾ അവരോട് ക്രൈം ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. അപ്പം എനിക്ക് എന്നോട് മാത്രമല്ല റെസ്പോൺസിബിലിറ്റി ആണോ? അല്ല, നമുക്ക് ഈ ചുറ്റിലെല്ലാത്തിനോടും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. വാട്ട് ഈസ് ആക്ച്വലി റെസ്പോൺസിബിലിറ്റി? ദ എബിലിറ്റി ടു റെസ്പോണ്ട്, നോട്ട് റിയാക്ട്. എന്താ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ? എബിലിറ്റി ടു റെസ്പോണ്ട് ചെയ്യലാണ്, എന്ത് ചെയ്യലല്ല, റിയാക്ട് ചെയ്യലല്ല. അപ്പം ഞാൻ ഓക്കെ അല്ലാണ്ടിരിക്കുന്ന സമയത്ത് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കും, രാസപ്രവർത്തനം നടക്കുമ്പോൾ പൊട്ടൽ, ചീറ്റൽ, അല്ലേ, ഇതൊക്കെ ഉണ്ടാവും. ബൈ പ്രോഡക്റ്റ് ആയിട്ട് ചൂട്, ഹീറ്റ്, ലൈറ്റ്, കെമിസ്ട്രിയിൽ പഠിച്ചിട്ടില്ലേ? ഇതും തമ്മിൽ റിയാക്ട് ചെയ്തു ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഇന്ന സാധനം കിട്ടി, അതിനോടൊപ്പം കാറ്റ്, പുക, വെളിച്ചം, പൊട്ടൽ, ചീറ്റൽ ഒക്കെ ഉണ്ടാവും. അതാണ് റിയാക്ഷൻ. റിയാക്ഷനപ്പുറത്തേക്ക് റെസ്പോൺസ് ഉണ്ടാകണം. വഴി നമ്മൾ റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം നമ്മളെ ബാധിച്ച വിഷയത്തിൽ നമ്മൾ റെസ്പോൺസ് സിസ്റ്റത്തിൽ നിൽക്കുമ്പോഴാണ് പടച്ചോൻ്റെ കോൾ അപ്പോൺ മീ ഐ വിൽ റെസ്പോണ്ട് ചെയ്യൂ എന്നുള്ള നമ്പർ കണക്റ്റ് ആവാം. ഇതും ഇനി അസ്തജിബിലക്കും എന്നെ വിളിക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാമെന്ന് പറയുമ്പോൾ ഒരാൾ ഇതിലിങ്ങനെ ഹേർട്ടായിട്ട് പഠിച്ച തമ്പുരാനെ വല്ലാത്തൊരവസ്ഥ, ഇപ്പോൾ എങ്ങനെയെങ്കിലും ഇന്നൊന്ന് നിന്നെ കരകയറ്റ് എന്ന് പറയുമ്പം നിങ്ങളുടെ ഇതൂനി അസ്തജിബിലേക്കും കോളപ്പോൺ മീ ഐ വിൽ റെസ്പോണ്ട് ചെയ്യും, ഒരു റെസ്പോൺസ് കിട്ടില്ല. കിട്ടോ? ബിക്കോസ് യു ആർ ഹേർട്ട്, യു ആർ റിയാക്ടിങ്. നിങ്ങളൊരു വിഷയം ബാധിക്കുന്ന സമയത്ത് നിങ്ങളവിടെ റെസ്പോൺസ് സിസ്റ്റത്തിൽ നിൽക്കുമ്പോൾ, അതാണ് കാം.
ആ സിസ്റ്റത്തിൽ നിൽക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഉള്ള സഹായം എത്തുന്ന ഈ പരിസ്ഥിതിയിലെ ഏതൊക്കെ കോണിൽ ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് സഹായം എത്താനുണ്ടോ ആ ഡോറുകളൊക്കെ ഓപ്പൺ ആവുള്ളൂ. ഇതിലൊരു ചലഞ്ച് ഉണ്ട്, അതുപോലെ തന്നെ അതിലൊരു ഗിഫ്റ്റും ഉണ്ട്. ക്ലിയർ അല്ലേ? ഓരോ ചലഞ്ച് കംപ്ലീറ്റ് ആക്കുമ്പോൾ റിവാർഡ് പോയിന്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അല്ലാണ്ട് ഇപ്പോൾ വെറുതെ കിട്ടാനാണ് ഇവിടെ ഉണ്ടോ സ്വർഗത്തിലിരുന്നാൽ പോരെ. ഇവിടെ നമ്മൾ വന്ന് തന്നെ എന്തിനാ ഗെയിം. ഇതൊക്കെ ഓരോ ചലഞ്ചുകളാണ്. ആ ചലഞ്ചിൽ പൊട്ടിത്തെറിക്കണമെന്നുണ്ട്, പക്ഷെ ഞാൻ പൊട്ടിത്തെറിക്കാൻ പോകാമെന്ന് ഞാൻ അറിഞ്ഞു. പൊട്ടിത്തെറിക്കൽ ഈസ് കെമിക്കൽ റിയാക്ഷൻ. എനിക്കെങ്ങനെ റെസ്പോണ്ട് ചെയ്യാം നോക്കട്ടെ. അങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ക്ലിയർ? അതിനെ പതിയെ പതിയെ നമ്മൾ അവെയർനെസ്സോട് കൂടി ഷിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിനാ നമ്മൾ പറയുക കോൺഷ്യസ്നെസ്. കോൺഷ്യസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക, ബോധത്തോട് കൂടിയിട്ട്, അവബോധത്തോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയാം. മറ്റത് ബോധം ഇല്ലാണ്ട് ചെയ്യലാണ്. മക്കളെ വളർത്തുന്നതിൽ എത്ര പേർക്ക് ഈ അവെയർനെസ്സോട് കൂടി ഇടപെടാൻ പറ്റും? ഒന്ന് കാണുമ്പോൾ എനിക്ക് ചൊറി കാരണം പൊട്ടിക്കുക, പാടാ വാമോനെ, ഈ സാധനമാക്കിയിട്ട് റിയാക്ഷൻ ടു റെസ്പോൺസ് എന്നതിലേക്ക് നമ്മൾ പതിയെ നമ്മൾ എന്ത് ചെയ്യണം, ട്രെയിൻ ചെയ്തുകൊണ്ട് എടുക്കണമെന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നമ്മൾ ഓക്കെ അല്ലാതെ ആകുമ്പോഴത്തേക്ക് മക്കളാണെങ്കിൽ നമുക്ക് സുപ്പീരിയർ ഈഗോയിലേക്ക് സേഫ്റ്റി കിട്ടും. സുപ്പീരിയർ ഈഗോ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടികളാണ്, നമുക്ക് പൊട്ടിത്തെറിക്കാം, ഐ ആം ദ പവർ. അപ്പോൾ സുപ്പീരിയർ ഈഗോ പാരൻ്റ് എന്നുള്ള ഈഗോയിലാണ്. അപ്പോൾ നമ്മൾ പൊട്ടിത്തെറിച്ചിട്ട് അത് തീർക്കാൻ വേണ്ടി നോക്കും. ഇനി മക്കളല്ല, ചിലപ്പോൾ കെട്ടിയോനോ, അല്ല കെട്ടിയോൻ്റെ കാര്യം ഒന്ന് കണക്ക് തന്നെയാണ്, ഇന്ന് കരാട്ടെ ഒക്കെ പഠിച്ചിട്ടാണ്. കെട്ടിയോനാണെങ്കിലും ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സുപ്പീരിയർ ഈഗോയിൽ നിന്ന് ഇനി മിണ്ടേ ഒന്ന് കുത്തും എന്ന കോലത്തിൽ വേണമെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയും ആകാം. അതേ സമയത്ത് ചിലപ്പോൾ നമുക്ക് പവർ ഇല്ലാത്ത, നമ്മൾ പവർലെസ് ആയി കിടക്കുന്ന പോലെ പാരൻസോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഉമ്മ ആയിപ്പോയി, ഒന്നും പറയാനും പറ്റില്ല, വലിയ ആയിപ്പോയി, ഒന്നും പറയാൻ, മൂത്ത ആൾക്കാരായിപ്പോൾ ഒന്നും പറയാനും പറ്റില്ല. അപ്പോൾ നമുക്കവിടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ അത് എന്ത് ചെയ്യുന്നുണ്ട്, ഹേർട്ടായ റിയാക്റ്റീവ് മോഡിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉള്ളിൽ അത് സപ്രസ് ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ഉള്ളിൽ കടിച്ച് പിടിക്കുകയാണ്. ഈ കടിച്ച് പിടിക്കുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യുന്നില്ല എന്നാണ് നിങ്ങളുടെ ധാരണ. നമ്മൾ ഉള്ളിൽ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുക. രണ്ട് തന്നെ റിയാക്ഷൻ ഉണ്ടല്ലോ, ഒന്ന് പുറത്ത് കാണുന്ന റിയാക്ഷൻ, ചിലത് പുറത്ത് കാണൂല, കാണാത്ത ഇൻറ്റേർണൽ റിയാക്ഷൻസും ഉണ്ട്. അതിങ്ങനെ പതിയെ പതിയെ ഇരുമ്പൊക്കെ തുരുമ്പിടിക്കുന്ന പോലെയാണ്. അത് ഇങ്ങനെ റിയാക്ട് ചെയ്ത് തുരുമ്പായി കഴിയുമ്പോൾ നമ്മളെ തുരുമ്പായില്ലെന്ന്. പിന്നെ വേറെ ചില റിയാക്ഷൻ ഉണ്ട്, വെള്ളം അതിൽ മറ്റേ സാധനം നിറയെ പൊട്ടിത്തെറിക്കും. ഇത് കാണാം. അപ്പം പുറത്ത് കാണിക്കുന്നത് എക്സ്പ്രസീവാണ്, മറ്റത് ഇൻറ്റേർണലാണ്. രണ്ടും അപകടമാണ്. ഇൻറ്റേർണലി എവിടെ വരുന്നത്, നമ്മൾക്ക് പവർ ഇല്ലാത്തടത്ത് നമ്മൾ ബോസാണ്, ഉള്ളിൽ ഇങ്ങനെ ഒതുക്കിയിട്ടായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്തൊക്കെ ഐ ആം നോട്ട് ഓക്കേൻ്റെ റിഫ്ലക്ഷൻ നമ്മുടെ എനർജിയിൽ, ഈവൻ നമ്മുടെ ബോഡിയിൽ, നമ്മുടെ സെല്ലുകളിൽ വരെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണത്. നമ്മുടെ പരിസരത്തിൽ ഉണ്ടാകുന്ന പോലെ തന്നെ നിങ്ങളുടെ കോശങ്ങൾക്കുള്ളിൽ വരെ ആ ഇംപ്രഷൻസ് ഉണ്ടായിരിക്കും. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഇങ്ങനെ ഇമോഷൻസ് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യാണ്ട് കടിച്ച് പിടിച്ച ഇമോഷൻ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് കൂടുതലായിട്ട് ഈ അലർജികൾ വരാം, സ്കിൻ അലർജികൾ. കാരണം എന്താ, ഇത് മൊത്തം അവിടെ പോയിട്ടൊക്കെ ആരെ ഉള്ളിൽ കൊണ്ടുപോയിട്ടെന്ന് അറിയണത് നമ്മൾ ശരീരത്തിൻ്റെ ഉള്ളിൽ പോയിട്ടാണ് കിടക്കുന്നത്. ബിക്കോസ് ഒട്ടുമിക്ക സ്കിൻ അലർജികളും സൈക്കോസൊമാറ്റിക് ആണ്, മനോജന്യമാണ്. റൈറ്റ്. അപ്പോൾ അതിന് നമ്മൾ ഇനി ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ സപ്രസ് ചെയ്യുന്ന പോയിന്റിലേക്ക് പോയാലും അത് ഈഗോ തന്നെയാണ്. ഇൻഫീരിയർ ഈഗോയിൽ നമ്മൾ സപ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സപ്രഷൻ്റെയും എക്സ്പ്രഷൻ്റെയും ഇടയിലൊരു പോയിന്റ് നമ്മൾ കാണണം. അവിടെയാണ് റെസ്പോണ്ട് വരുന്നത്. കടിച്ച് അമർത്തുന്നുമില്ല, സഹിച്ച് ക്ഷമിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല, പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്ത് അലമ്പാക്കുന്നുമില്ല. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലൊരു പോയിന്റ് ഉണ്ട്. കാരണം ഈ എക്സ്പ്രസ് ചെയ്യുന്നതിനേക്കാളും അപകടമാണ് സപ്രസിങ്. കാരണം സൈലൻറ്റ് കില്ലറാണ്. ചില ആൾക്കാരൊക്കെ നിങ്ങൾ കണ്ടില്ലേ, എങ്ങനെ അവർ കൊടും ക്രൂരമായിട്ടുള്ള കൊലപാതകം ചെയ്തു വെച്ചാൽ ആരോടും മിണ്ടൂലേന്. കാരണം ഇതൊക്കെ ഉള്ളിൽ ഇങ്ങനെ ഒതുക്കി എക്സ്പ്രസ് ചെയ്യാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഉള്ളിൽ അത് ഒതുക്കി അവസാനം അത് മറ്റേ നീലിയായിട്ട് അല്ലേ, അല്ലെങ്കിൽ മറ്റേ നാഗവല്ലിയായിട്ടൊരു വരവുണ്ട്. അപ്പോൾ നമുക്കൊന്നും, അപ്പോൾ അത് സൈക്കോ ആണെന്നൊക്കെ പറയും. എന്തുകൊണ്ടായി, എങ്ങനെയായി? ഈ ഇൻഫീരിയർ, അപമാനത്തിൻ്റെ അങ്ങേ അറ്റത്തിൽ ഇൻഫീരിയോറിറ്റിയിൽ നിന്നിട്ട് അവരത് സപ്രസ് ചെയ്യായിരുന്നു. രണ്ടും അപകടം. വി ഹാവ് ടു നോ ഹൗ ടു റെഗുലേറ്റ്, ഹൗ ടു മാനേജ് എന്നൊരു സംഭവം. അപ്പം നമ്മളെ ബോഡിയിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ സെറ്റിലാകുമ്പോൾ നമ്മളെ ബോഡിയെ തന്നെ നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. അതാ ഷാന പഠിപ്പിക്കുന്ന എന്തോ റെഗുലേഷൻ പരിപാടിയൊക്കെ അല്ലേ, കഴിഞ്ഞ മെഡിറ്റേഷൻ പരിപാടിയിൽ ഉണ്ടായിരുന്നു. അത് നമുക്ക് ബോഡിയിൽ തന്നെ അത് റെഗുലേറ്റ് ചെയ്തെടുക്കാം. കാരണം നമ്മുടെ ബോഡിയിൽ ഇമോഷൻസ് സെറ്റിൽ ആകുന്നുണ്ട്. നമ്മുടെ ബോഡിയുടെ ഓരോ ഏരിയാസ് ഓരോ ഇമോഷൻസിനെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിനപ്പുറത്തേക്ക് ഒരു കൺക്ലൂഷൻ പോലെ എനിക്ക് സജഷൻ ഉള്ളത്, ഒന്ന് അവെയർ ആകുന്നു, ക്ലിയർ. രണ്ട്, ഇതിനെ റിയാക്ഷൻ അപ്പുറത്തേക്ക് എങ്ങനെ എനിക്ക് ഇവിടെ റെസ്പോണ്ട് ചെയ്യാൻ ആലോചിക്കാം. ഹൗ ക്യാൻ ഐ റെസ്പോണ്ട് എന്ന് ആലോചിക്കുമ്പം നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ ഒരു പുതിയ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജിയിലേക്ക്, ഒരു കേപ്പബിലിറ്റിയിലേക്ക് ഓപ്പൺ അപ്പ് ചെയ്യാണ്.
നമ്മൾ ശീലിച്ച പോലെ തന്നെ എനിക്കെന്നാ ഞാൻ പറയാം അറിയാലോ എൻ്റെ അവസ്ഥ അറിയാലോ, അത് ആദ്യം പറഞ്ഞിട്ടേക്കണം ഞാൻ ഏത് ഐറ്റം എന്നുള്ളത്. പിന്നെ അത് വന്ന് ഞാൻ പറഞ്ഞ് എൻ്റെ വായ തോന്നിയാൽ പറഞ്ഞൊന്നും പറയാൻ നിൽക്കരുത് എന്ന് പറഞ്ഞാൽ എനിക്കിതേ അറിയുള്ളൂ, ഇന്നെ എൻ്റെ ബ്രെയിൻ ഇതേ പഠിച്ചിട്ടുള്ളൂ, വേറെ മെത്തേഡൊന്നും അറിയില്ല. അതിനർത്ഥം വേറെ മെത്തേഡ് ഇല്ല എന്നാണോ? ഇതാ കോഡ്, ഇനി പുതിയ കോഡ് ചെയ്യാനൊന്നും എന്നെ കൊണ്ടാവില്ല. ബട്ട് അതുകൊണ്ടുള്ള നഷ്ടം നമുക്കുണ്ട്, നമ്മുടെ സറൗണ്ടിങ്സിനുണ്ട് എന്നുള്ള. അപ്പോൾ ഒന്ന് നമ്മൾ അവെയർ ആകുന്നു, രണ്ടാമത്തത് റിയാക്ഷൻ അപ്പുറത്തേക്ക് എങ്ങനെ റെസ്പോണ്ടിലേക്ക് മാറാം എന്ന് നമ്മൾ ചിന്തിക്കുന്നു. എന്നിട്ട് ആ സമയത്ത് ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം ഈ ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ട് പോയിന്റ് ആലോചിച്ചാൽ കിട്ടില്ല. അപ്പോൾ ഗ്രൗണ്ടിൽ ഇറങ്ങണ മുന്നേ പ്രാക്ടീസ് ചെയ്യണം. അപ്പോഴല്ലേ കളിക്കാലത്ത് നമുക്ക് കറക്റ്റ് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. കുറേ ആൾക്കാർ ഇവിടെ പഠിപ്പിക്കുന്ന ടൂൾസ് അപ്ലൈ ചെയ്യുക, പ്രശ്നം വരുമ്പോൾ ഉപയോഗിക്കും. അപ്പോൾ അത് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു ടൂൾ പഠിപ്പിക്കുക, ഡെയിലി കുളിക്കുക. അതിന് ടൂൾ ഞാൻ പഠിപ്പിക്കുന്നില്ല, എക്സാമ്പിൾ പറയാം. ഡെയിലി കുളിക്കുക എന്തിനാണ്? നമുക്ക് എനർജറ്റിക് ആയിട്ടിരിക്കാൻ, നമ്മളെ ഹെൽത്തി ആയിട്ടിരിക്കാൻ. അപ്പോൾ ഹെൽത്തിന് എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴല്ലോ അപ്പം കുളിക്കാം എന്ന് കരുതിയിട്ട് കുറേ കാലം കുളിക്കാണ്ടിരുന്നു. പെട്ടെന്ന് എന്തൊക്കെ കുളിക്കാത്തത് കൊണ്ട് അസുഖങ്ങളൊന്നും. അപ്പോൾ പറയാണ് ടൂൾസ് ഉപയോഗിക്കട്ടെ. എന്താ ടൂള്? കുളിക്കുക എന്നുള്ളത് ഗൈഡ് പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് അന്ന് മുതൽ കുളി തുടങ്ങുക. എവിടെ എത്തും? അസുഖം പെട്ടെന്ന് മാറുമോ? ഇല്ല. ഇതുപോലെ പല ആൾക്കാർ ഉപയോഗിക്കൽ. അപ്പോൾ ഇത് ആ മൊമെൻറ്റ് വരുമ്പോൾ ഇന്ന് പഠിച്ചതുണ്ട്, അവിടെ എത്തുമ്പോൾ എന്തിനും ഗൈഡ് ടോക്കിൽ പറഞ്ഞത് റെസ്പോണ്ട് ചെയ്യുക. അതിനൊക്കെ എവിടെ സമയം തരുത്തങ്ങോട്ട് കയറല്ലേ, ഒക്കെ കഴിഞ്ഞിട്ട് ഗൈഡ് പറഞ്ഞിരുന്നു റെസ്പോണ്ട് ചെയ്യണം, പക്ഷെ എൻ്റെ കൈതും പോയി. അതെന്തുകൊണ്ടാ? നിങ്ങൾ ആ മൊമെൻറ്റിലാണ് ഈ വിസിറ്റ് എടുക്കാനായി, അതൊന്നും അവിടെ നടക്കൂല, ആ സമയത്ത് ഇതൊന്നും വർക്കാവില്ല. അപ്പോൾ അത് എപ്പം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും സംഭവിക്കാത്ത നിങ്ങളൊക്കെ ഓക്കെ അല്ലേ, ഇപ്പോൾ ഓക്കെ അല്ലേ, ഇതുപോലത്തെ ഓക്കെ ആവുന്ന മൊമെൻറ്റുകളിൽ റിഫ്ലക്റ്റ് ചെയ്യുക, അവെയർ ആവുന്നതിനെ പറ്റിയിട്ട്. ദാറ്റ് എൻ്റെ റിയാക്റ്റിംഗ് മൊമെൻറ്റുകൾ എവിടേക്കാണ്, ഞാൻ റിയാക്ട് ചെയ്യുന്ന മൊമെൻറ്റുകൾ എവിടേക്കാണ്, അതിനെ പറ്റിയിട്ട് ഇപ്പോൾ അവെയർ ആയിട്ട് ആലോചിക്കുക. അവിടെയൊക്കെ എനിക്ക് റെസ്പോണ്ട് ചെയ്യാനാണെങ്കിൽ എങ്ങനെയൊക്കെ റെസ്പോണ്ട് ചെയ്യാമായിരുന്നു എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക. മാറി ഇരുന്നിട്ട് അവിടെ എനിക്ക് ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യാമായിരുന്നു, അവിടെ എനിക്കിങ്ങനെ റെഗുലേറ്റ് ചെയ്യാമായിരുന്നു. അപ്പോൾ ചില ആൾക്കാർക്ക് ആകെ അറിഞ്ഞത് റിയാക്ട് ചെയ്യാൻ പൊട്ടിത്തെറിക്കുന്നോട് ഞാൻ മിണ്ടാണ്ടിരിക്കുകയായിരുന്നു. അല്ല, അത് മാത്രമല്ല, നമ്മൾ പറഞ്ഞു മിണ്ടാണ്ടിരിക്കുമ്പോൾ തന്നെ ഓക്കെ മിണ്ടാണ്ടിരിക്കാം, അതൊരു ഓപ്ഷനായിരുന്നു. സോ മിണ്ടാണ്ടിരിക്കുമ്പോൾ തന്നെ എങ്ങനെ മിണ്ടാണ്ടിരിക്കണമായിരുന്നു? എനിക്ക് ഫീലിംഗ് ഇല്ലാണ്ട്, എൻ്റെ ഇമോഷൻ സപ്രസ് ചെയ്യാണ്ട് എനിക്ക് എങ്ങനെ മിണ്ടാണ്ടിരിക്കാം എന്നൊരു സംഭവം. അപ്പോൾ ചിലപ്പോൾ അവിടെ മിണ്ടാണ്ടിരിക്കലായിരിക്കില്ല വഴി, എക്സ്പ്രസ് ചെയ്യേണ്ടി വരും. പക്ഷേ എക്സ്പ്രസ് ചെയ്യുമ്പം ഇലക്കും ഉള്ളിനും കേടില്ലാത്ത രീതിയിലാകേണ്ടി വരും. എന്ത് ചെയ്യാൻ? എക്സ്പ്രസ് ചെയ്യാറ്റുന്നതാണ്. ഒരാൾ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കാം, നമുക്കിങ്ങനെ തെരുത്ത് കയറുക, രണ്ടെണ്ണം പറഞ്ഞില്ല എൻ്റെ അഭിമാനത്തിന് പ്രശ്നമല്ലേ എന്നൊക്കെയുള്ള രീതിയിലേക്ക് അവർ ഭയങ്കര ഹാർഷ് ആൻഡ് റഫായിട്ട് സംസാരിക്കുമ്പം നമ്മൾ അവരോട് കുറച്ച് കാമായിട്ട് റെസ്പോണ്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? ഞാനിപ്പോൾ ഇവിടെ ക്ലാസ് എടുത്തോണ്ടിരിക്കും, പെട്ടെന്ന് ഒരാളെന്ന് എന്ത് ക്ലാസ് അവിടെ, എന്താ പരിപാടി, എന്താ കുറേ നേരം എന്താ പ്രശ്നം എന്നിട്ട് ഒരാൾ പെട്ടെന്ന് കരുതാക്കുമ്പോൾ നിങ്ങൾ ആരാ അവിടെ കയറി ചോദിക്കുക, നമ്മളെ ഓഫീസിൽ നമ്മൾ ക്ലാസ് നിങ്ങൾ ആരാ എന്ന് ചോദിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ അത് റിയാക്ഷനാണ്. കാരണം എന്താ? ആൾ വന്നോടനെ തന്നെ എൻ്റെ ഉള്ളിലൊരു ഈഗോ ട്രിഗറാ, എൻ്റെ സ്റ്റുഡൻസിൻ്റെ മുന്നിൽ വെച്ച് എൻ്റെ ഓഫീസിൽ കയറിയിട്ട് എന്നെ ചോദിക്കുക. അപ്പോൾ ഞാൻ ഇവനോട് റെസ്പോണ്ട് ചെയ്തിട്ടില്ല, റിയാക്ട് ചെയ്തിട്ടില്ല, ഇവരെന്താ വിചാരിക്കുക, അയ്യേ ഗൈഡ് എന്ത് ഗൈഡാണ്, മൂപ്പർ ഓഫീസിൽ കയറിയിട്ട്. അപ്പോൾ ഈ ഈഗോൻ്റെ സാധനങ്ങളാണ് എൻ്റെ ഉള്ളിൽ റെഫറൻസ് വരെ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ അഭിമാനം കാക്കാൻ വേണ്ടി 2 ഡയലോഗെങ്കിലും പറയും. അല്ലെങ്കിലുള്ള ഓപ്ഷൻ എന്താ? അങ്ങനെ ഒരാൾ വരുന്നു, ഇപ്പം എന്ത് ക്ലാസ് അവിടെ? ഇവിടെ ഒരു ഗൈഡ് ടോക്ക് ഞായറാഴ്ച നടക്കുന്ന ക്ലാസ്സാണ്. എന്ത് ഞായറാഴ്ച ക്ലാസ്? അത് കുറേ ഞായറാഴ്ചയായിട്ട് നമ്മൾ നടക്കുന്നത്. സാറിന് എനിക്ക് ഇവിടെ ഒന്നുമില്ല, എനിക്ക് ഭയങ്കര പ്രശ്നം. ഓക്കെ, സാറിന് എന്തെങ്കിലും പറയാൻ? നമ്മൾ ഇങ്ങനെ വോയിസ് മോഡുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവിടുന്ന് ഒരു എനർജി ആയിരുന്നു. നമ്മളിവിടെ വളരെ കാമായിട്ട് ഒരാൾ തിരക്കിട്ട് വരുമ്പോൾ ആ ബട്ടൺ അമർത്തുക അരുത് എന്നതുപോലെ പറഞ്ഞാൽ മൂപ്പരൊന്ന് സ്റ്റക്കാവും. ഇത് അപ്പോൾ മൂപ്പർ ഇമോഷണൽ റെഗുലേഷൻസിൻ്റെ റിയാക്ഷന് എന്നെ ഡിപ്പെൻഡ് ചെയ്ത് കിടക്കുന്നു. സോ ഐ ക്യാൻ റെഗുലേറ്റ് ഹിസ് ഇമോഷൻ ഫോർ ഹിം, റൈറ്റ്? അതെപ്പോഴേ ഞാൻ ഏത് മോഡിലായിരിക്കണം? ഞാൻ ഓക്കെ ആൻഡ് റെസ്പോണ്ടിങ് മോഡിലായിരിക്കുമ്പോൾ മാത്രമേ എനിക്കത് ചെയ്യാൻ പറ്റൂ. ഇത് ക്ലാസിക്കൽ എക്സാമ്പിൾ. വേറൊരു എക്സാമ്പിൾ, ചില ആൾക്കാരുടെ വന്നിട്ട് ഗൈഡേ ഫുള്ള് പ്രശ്നമാണ് ഗൈഡ് എന്താ പറയുക എടുത്തു കൊടുക്കും. അപ്പോൾ അവർ ഇമോഷൻസിലാണ്, അവർ എക്സ്പ്രസ് ചെയ്യാണ്. ബുദ്ധിമുട്ടോ പ്രശ്നമൊന്നുമില്ല. ആകെ പ്രശ്നം എന്താ വെച്ചാൽ എനിക്ക് ഒരു പ്രശ്നമില്ല, നോ പ്രോബ്ലം, നിങ്ങൾ കരയെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ. പക്ഷെ ആകെയുള്ള പ്രശ്നം എന്താ വെച്ചാൽ ചിലപ്പോൾ ഇത് വേറെയുള്ള ആൾക്കാരെ കണ്ടുകൊണ്ടിരിക്കും, ഞാനെന്തോ ചെയ്തിട്ടാന്നൊക്കെ തെറ്റിദ്ധരിക്കും. അപ്പോൾ പരിസരബോധം ഇവർക്കുണ്ടാവില്ല. ഇവർ അങ്ങോട്ട് കിട്ടിയ ചാൻസിൽ ഗൈഡല്ലേ, നമുക്ക് ഇവിടെ ചാൻസ് അല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഈ എക്സ്പ്രഷൻ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ആദ്യത്തെ ഫോക്കസ് എന്താ? ഇവർ ഇമോഷൻ എക്സ്പ്രസ് ചെയ്തിട്ട് അത് ആവശ്യമാണ്. ആ എക്സ്പ്രസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവരെ കാമാക്കുക കൂടി വേണം. കാമാക്കാൻ പറ്റുമ്പോഴാണ് ഇത് റെസ്പോണ്ടാണ്. അതിൻ്റെ ഇടയിൽ ഗൈഡ് ഫുള്ള് പ്രശ്നം, എന്നിട്ട് എൻ്റെ കുട്ടിക്ക് എൻ്റെ വീട്ടിൽ മോളെ എന്നറിയുമ്പോൾ നമ്മൾ രണ്ടാളും കൂടി ഇരുന്ന് കഴിയുമ്പോൾ മറ്റാൾക്ക് ഗൈഡിന് തന്നെ മനസ്സിലാവുന്നു. നമ്മൾ രണ്ടാളും ഇരുന്ന് കഴിയുമ്പോൾ എന്തൊരു നല്ല മനുഷ്യനാ, ഇന്നെ
എത്ര മനസ്സിലാക്കിയാൽ എൻ്റെ ജീവിതത്തിൽ ആരും ഇങ്ങനെ മനസ്സിലാക്കിയില്ല. ഇത് റിയാക്ഷൻ സാധന. എന്നിട്ട് ആ കുട്ടി പോയിട്ട് ഞാനിവിടെ സാരിക്കിന് ഊരെ കുളിച്ചിട്ട് ഇന്നത്തെ GT വല്ലാത്തൊരു എക്സ്പീരിയൻസ് ചെയ്യുന്ന മുമ്പോ എന്നാൽ ഞാൻ അത് വീട്ടിൽ കൊണ്ടുപോകും. വീട്ടിൽ പോകുമ്പോൾ എന്നോട് ഷാന വയ്ക്കും, അല്ല എന്ത് പറ്റി, ഒന്നുമില്ല, എന്നൊരു കേസ് ഇട്ട് എന്തേ കൈയുടെ പ്രശ്നം. അപ്പോൾ ഞാനിങ്ങനെ കരഞ്ഞു വരുമ്പോൾ ഷാനക്ക് അത്രയും പ്രശ്നമായിരുന്നു. ഞാനും ഷാനയും കരഞ്ഞ് നമ്മൾ 3-4 ആഴ്ച അതിരുന്നു എങ്ങനെ ഇപ്പോൾ അത് റെഡിയാക്കാമെന്ന് ആലോചിച്ച് 4 ആഴ്ച കഴിഞ്ഞിട്ട് ആളെ വിളിക്കുമ്പോൾ ആളെന്താ വരും, അല്ല അത് നമുക്ക് റെഡിയാക്കണം, അതപ്പോൾ തോന്നിയപ്പോൾ പറയിപ്പോൾ ഞാൻ ഓക്കെയാണ് കൈ. സോ ദിസ് ഈസ് ഹൗ ദ ഇമോഷൻ വർക്ക്സ്. അപ്പോൾ എൻ്റെ ഒരു ഗോൾ എന്തായിരിക്കണം, അവർ എക്സ്പ്രസ് ചെയ്തിട്ട് അറ്റ് ദ സെയിം ടൈം എത്ര പെട്ടെന്ന് എനിക്ക് അവരെ കാമാക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ, മിണ്ടരുത്, കരയരുത്, പ്രശ്നം പറയാം, നടക്കൂല. അപ്പം നമ്മൾ കൺഫ്യൂസ്ഡ് ഹൗ ടു മാനേജ് ഇറ്റ്. ഇതൊരു ചില്ലറ പണി, കേപ്പബിലിറ്റി ഭയങ്കര പണി, അതുള്ളതുകൊണ്ട് മാത്രം നമുക്ക് ട്രാൻസ്ഫർമേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. യു ഡോണ്ട് നോ ദാറ്റ് സ്റ്റേറ്റ്. ആ സമയത്ത് ആ മൊമെൻ്റലി നമുക്ക് സംഭവിക്കണം, വി ഹാവ് ടു ട്രെയിൻ അവർ സെൽഫ്. അപ്പോൾ ആ സമയത്ത് നമ്മളവരെ നോക്കുന്നു, അവരെ കേട്ടിരിക്കുന്നു, അവർക്കത് ഫീൽ ചെയ്യുന്നു. ആ ഫീലിങ്സിലൂടെ തന്നെ ചെറിയൊരു പുഞ്ചിരിയിലൂടെയുള്ളൊരു കേൾക്കലുണ്ട് ഹൃദയത്തിൽ നിന്നുള്ള. അതിങ്ങനെ കാണുമ്പോഴത്തേക്ക് അവരെ കടലൊക്കെ ഇങ്ങനെ ശാന്തമായി അവരെ കണ്ണീരൊക്കെ ഇതായിട്ട് ഒരു കാംനെസ്സിലേക്ക് അവരെത്തും. ആ കാംനെസ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഓക്കെ, ഇനി കരയണമെന്നുണ്ടോ, ഇനിയും കരയണോ, ഇല്ല ഒന്നും വരുന്നില്ല, എന്ത് പറ്റി, അത് പിന്നെ ഗൈഡ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങും. അപ്പോഴാണ് ശരിക്കും വിവേകത്തിലേക്ക് വരാം. അതിൻ്റെ ഇടയിൽ പറഞ്ഞത് ഓർക്കന്നെ അറിയില്ല എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോയിന്റ് മനസ്സിലായോ? ദാറ്റ്സ് ഇറ്റ്. നമുക്ക് ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ കാമാക്കാൻ ഭയങ്കര ചലഞ്ചാണ്. നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്, നിങ്ങളുടെ സ്വന്തം കുട്ടി വന്നിട്ട് ഇങ്ങനെ പറയും, അവിടെ എന്നോട് ഇങ്ങനെ ചെയ്താൽ ഉമ്മക്കാകെ വേറെ ഒന്നും കേൾക്കൂല, ഇമോഷണലി കേട്ടിട്ട് എൻ്റെ കുട്ടീനോട് എന്തോ ചെയ്തു എന്നുള്ള ഫീലിംഗാണ്. പിന്നെ മൊത്തം ആ ഡിസ്കഷനാണ്. നിങ്ങൾ ഒരിക്കലും ആക്ച്വലി എന്താണെന്നുള്ളത് കേൾക്കാൻ നമ്മൾ നിൽക്കില്ല. ദാറ്റ്സ് എ ചലഞ്ച്. ഇതൊരു റിലേഷൻഷിപ്പിൽ മാത്രമാണ്, നമ്മൾ എല്ലാ റിലേഷൻഷിപ്പിനെയും ബാധിക്കുന്നതാണ്. ഈ റിയാക്ഷൻ ടു റെസ്പോണ്ടിലേക്ക് മാറുമ്പോഴേക്ക് യുവർ ബിസിനസ് ഗ്രോസ്, യുവർ സെയിൽസ് ഗ്രോസ്, യുവർ റിലേഷൻഷിപ്പ് ഗ്രോസ്, യുവർ പേഴ്സണൽ ഇമോഷണൽ ഇൻ്റലിജൻസ് അത് കൂടും. എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു മൊഡാലിറ്റിയാണ്. ആ അവെയർനെസ്സോട് കൂടിയിട്ട് ഗീവ് യുവർ സെൽഫ് സ്പേസ് ടു തിങ്ക്, വേറെ എങ്ങനെ എനിക്ക് അവിടെ റെസ്പോണ്ട് ചെയ്യാമായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ആ കോണ്ടെക്സ്റ്റ് ഇവിടെയൊക്കെ ഒരാളൊന്ന് പെട്ടെന്ന് പ്രശ്നം ഉണ്ടാക്കി, അപ്പോൾ ഞാനത് പോയിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറയാം, ഇങ്ങനെ ഒരാൾ വന്ന്, എന്നിട്ട് നീ എന്ത് ചെയ്തു, രണ്ടെണ്ണം പറയണ്ടേ. ഞാൻ പറയും, ഞാനിങ്ങനെ ഈ എന്ത് പൊട്ടനാടാ, ഈ എന്ത് മനുഷ്യരാ, ഇങ്ങനെ കാണും ഒരാൾ, എനിക്ക് എന്തൊരു ഒരു സ്ട്രെങ്ത് ഒന്നുമില്ലേ, ഈ ഒരു ആൺകുട്ടിയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ എൻ്റെ പുരുഷത്വത്തെ കയറി തൊട്ടിട്ട് വീണ്ടും എൻ്റെ വികാരത്തെ ഉണർത്താനോ നോക്കണേ. മണ്ടന്മാരായാലൊന്നും പോയി വിചാരിച്ചു. കാരണം അവൻ്റെ റെഫറൻസിൽ എന്തേ ഉള്ളൂ, ഇങ്ങനെ ഒരാൾ വന്നാൽ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ, അതാണ് നാട്ടു നടപ്പ്. അവനത് ലേൺ ചെയ്തിട്ടുള്ളൂ, റൈറ്റ്? വേറൊന്നിനെ പറ്റി അറിയേയില്ല. അപ്പോൾ അങ്ങനെ ഒരു 10 കൂട്ടുകാരുണ്ട് വിചാരിക്കാം, നമുക്ക് വെട്ടൊന്ന് തുണ്ടനുണ്ട്. ഈ 10 ആൾക്കാരെ കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നും, ഞാൻ തോറ്റുപോയി മല്ലയ്യ, ഇനി ഞാൻ വിടൂല മല്ലയ്യ, ഞാൻ പോയി പൊട്ടിക്കുന്നുള്ള സാധനത്തിൽ പോകാൻ നിന്നാൽ ആക്ച്വലി എവിടെ പ്രശ്നം, കൂട്ടത്തിലുള്ളതൊക്കെ ഇങ്ങനെ ആയിട്ടാണ്. ക്ലിയറാ? അപ്പോൾ വി നീഡ് അസോസിയേഷൻസ് വിത്ത് ദ പീപ്പിൾ ഹു നോ ഹൗ ടു റെസ്പോണ്ട് കാമായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളുമായിട്ടുള്ള അസോസിയേഷൻസ് നമുക്ക് വേണം. അതാണ് സത്സംഗം. സത്സംഗവുമായിട്ട് സഹവസിക്കുക എന്ന് പറയുമ്പോൾ, ഇപ്പം എന്നോട് ചില ആൾക്കാർ വരുന്നു, നമ്മൾ GC ഇതൊക്കെ ചെയ്തിട്ട് ഇപ്പം എൻ്റെ കമ്പനിയിൽ സ്റ്റാഫിനെ ഫയർ ചെയ്യുന്ന പരിപാടിയില്ല. കാരണം എന്താ, ഫയർ ചെയ്താലല്ലേ ഹയർ ചെയ്യണ്ടേ. എനിക്ക് 3 മാസം 2 മാസം കൊണ്ട് ഓരോന്നിനും ഫയർ ചെയ്യും. കാരണം എന്താ, ഓരോ ടേംസ് എനിക്ക് റെഡിയല്ല, ഞാൻ പൊട്ടിത്തെറിക്കും, അവരും ഒഴിവാക്കിയിടും. പക്ഷേ ഇപ്പം ആൾ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ സ്റ്റാഫിനും കമ്മിറ്റ്മെൻറ്റ് കൂടി. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ഒരാളോട് റിയാക്ട് ചെയ്യുമ്പോഴാണ് അവർക്ക് നിങ്ങൾക്ക് വേണ്ടി കൂടുതൽ വർക്ക് ചെയ്യാൻ തോന്നുന്നത്, അവരോട് റെസ്പോണ്ട് ചെയ്യുമ്പോൾ നമ്മൾ നല്ല റെസ്പോൺസിബിൾ ആണെന്ന് തോന്നുമ്പം അവർക്കൊരു അഷ്യൂരിറ്റി അല്ലേ, ദിസ് ഈസ് സേഫ് എന്നുള്ള, ഈ വീട് സേഫാണ്, ഈ സ്കൂള് സേഫാണ്. അത് റെസ്പോൺസിബിലിറ്റി നിന്ന് വരുന്നതാണ്, റിയാക്ടിവിറ്റി നിന്നും വരുന്ന സംഭവമല്ല എന്നുള്ള ഈ ഒരു ഒറ്റ കേപ്പബിലിറ്റി. റെസ്പോൺസിബിൾ ആയിട്ട് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് എ കേപ്പബിലിറ്റി. ഈ കേപ്പബിലിറ്റി ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് വളരെ ഹൈ ആയിട്ട് മാറും. ക്ലിയർ? ഒരു കാര്യം ഉറപ്പല്ലോ, ഗൈഡഡ് കോഡ് കഴിക്കുമ്പോൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നതിൻ്റെ റേഞ്ചൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരിക്കും കുറേ ആൾക്കാർക്ക്. ഐ നോ ദാറ്റ്. ആൻഡ് ഓൾസോ ചില ആൾക്കാരെ നമ്മൾ കാണലുണ്ട്, ഒരു പ്രശ്നം വന്നാൽ എനിക്ക് പ്രശ്നമാണെന്ന് ലോകത്തെ സ്റ്റാറ്റസ് ഇട്ട് അറിയിച്ചിരുന്ന, സ്റ്റോറി ഇട്ട് അറിയിച്ചിരുന്ന, സ്റ്റാറ്റസും സ്റ്റോറി കണ്ടാൽ മനസ്സിലാവില്ലേ ഇവർ ഓക്കെ അല്ല. എന്നിട്ട് എല്ലാവരും എന്ത് പറ്റി, ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ലടാ, ഞാൻ ഓക്കെയാടാ. അപ്പോൾ വൈ യു ആർ പുട്ടിങ് സ്റ്റാറ്റസ് ഓർ സ്റ്റോറീസ് ലൈക്ക് ഇങ്ങനത്തെ ദുരന്തം എന്ന് പറഞ്ഞത് എന്തിനാ, എനിക്കൊരു പ്രശ്നമുണ്ട്, ഞാൻ നേരിട്ട് പറയില്ല, നാട്ടുകാരൊക്കെ അറിയിക്കും ഞാൻ ഓക്കെ അല്ല. എന്തിനാ അപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കണേ? ആരോ ഒരാളോട് ഓക്കെ അല്ല, അത് ആൾ കാണാൻ വേണ്ടിയിട്ട് 112 ആൾക്കാർ സ്റ്റാറ്റസാണ് ഇവർക്ക് വേണ്ടി വെച്ചിരിക്കുക.
പിന്നെ ആളെ മാത്രം കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുകയാണെങ്കിൽ 111 ആളെ ഹൈഡ് ചെയ്യണം. എത്ര പണിയാണ്. അതിലും നല്ലത് എല്ലാവരും കണ്ടുട്ടെ. എന്നിട്ടോ ഈ കാണേണ്ട പൊട്ടം മാത്രം കാണൂല, ബാക്കി എല്ലാവരും. എന്നിട്ട് ഇറിറ്റേഷനാണ് 23 hours. ഇനി 1 മണിക്കൂർ ലൈൻ വിളി കാണടാ ഓ മാത്രമേ കണ്ടിട്ടുണ്ടാവില്ല, ബാക്കി എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എന്തൊരു ദുരന്തം എന്ന്. ദാറ്റ് മീൻസ് വി ആർ ലിവിങ് ടു ഷോ ദ വേൾഡ് ഐ ആം എ ദുരന്തം. പ്ലീസ് മനസ്സിലാക്കൂ, ഞാൻ എന്ന ദുരന്തത്തിൻ്റെ വേദന നിങ്ങൾ അറിയൂ. അത് മാത്രമാണ് അവരുടെ ഉദ്ദേശം. അങ്ങനെ ആവരുത്. അതാണ് വികാര ജീവി എന്ന് പറഞ്ഞാൽ. ഇമോഷണൽ ഡ്രാമയായിട്ട് മാറും. ആ ഡ്രാമ നമ്മളെ ഒരുപാട് ഏരിയകളിൽ നമ്മളെ നശിപ്പിച്ച് കളയും. ഒരുപാട് ഏരിയകളിൽ ചില ആൾക്കാരുണ്ട് ബിസിനസ് തുടങ്ങുന്ന തന്നെ വാശി ചേർക്കാൻ. ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ഓരോ സ്റ്റെപ്പ് എത്തുമ്പോൾ അതിനങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്റ്റാറ്റസ് ഇടും. എന്താ ഉദ്ദേശം? ഓൻ കാണുന്നുണ്ട് ഞാനിവിടെത്തി ഓനെവിടെ സമയം. ബട്ട് ഉള്ളിൽ നമ്മൾ അറിയേണ്ട ഒരു എനിമീനെ അവിടെ സെറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അവർ കാണട്ടെ. ആര്? ദാറ്റ്സ് ഇറ്റ്. സോ ദിസ് ഈസ് ഹൗ വി ഹാവ് ടു ഗെറ്റ് ഇൻ ടു ദ സ്പേസ് ഓഫ് ഇമോഷണൽ റെഗുലേഷൻ, ഇമോഷണൽ ഇൻ്റലിജൻസ്. അത് അവെയർനെസ്സോട് കൂടിയിട്ട് പുതിയ സാധ്യതകളെ പറ്റിയിട്ട് ആലോചിക്കാം. അപ്പോൾ അടുത്ത ഞായറാഴ്ച വരുമ്പോൾ നിങ്ങൾക്ക് ഞാനൊരു വീക്കിലേക്ക് ഒരു ടാസ്ക് തരട്ടെ. ചെയ്യോ എന്നൊക്കെ ചോദിക്കും. കാരണം കഴിഞ്ഞ ആഴ്ച ഉള്ളവരെ തന്നെ ഈ ആഴ്ച കാണില്ല. ഇനി അടുത്ത ആഴ്ച വരുന്നോട് ഞാൻ കഴിഞ്ഞ ആഴ്ചത്തെ ടാസ്ക് ചെയ്ത് നോക്കിയപ്പോൾ ഏത് ടാസ്ക് നമ്മൾ ഫ്രഷേഴ്സാന്നൊക്കെ പറയാം. നിങ്ങളെ കാണുമെങ്കിൽ ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ നെക്സ്റ്റ് വീക്കിലേക്ക് വരുമ്പം ഇന്നത്തെ GT കഴിഞ്ഞ് ഇവിടുന്ന് പോകുമ്പം ഓൺലൈൻ നിങ്ങൾ പോകുമ്പം നിങ്ങൾ മൈൻഡിൽ സെറ്റ് ചെയ്യേണ്ട ഒരു ഇൻറ്റൻഷൻ, എൻ്റെ മനസ്സിനെ പുതിയ രീതിയിൽ റെസ്പോണ്ട് ചെയ്യാനുള്ള സാധ്യതകളിലേക്ക് തുറന്ന് വെച്ചുകൊണ്ട് പോവാം. എന്നിട്ട് അടുത്ത ആഴ്ച വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ഏരിയാസ് ഉണ്ടാവല്ലോ, അവിടെ റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു 5 മുതൽ 10 വരെ വഴികൾ കണ്ടുപിടിച്ച് വരും. അത് റെസ്പോണ്ട് ചെയ്താൽ അടിപൊളിയാവും എന്ന് പറയുന്ന ട്രൈ ചെയ്യാം. ആ ട്രൈ ചെയ്യണതിൽ തന്നെ ഒരു ദുരന്താവസ്ഥ ഉണ്ട്. ആ മുഖത്ത് ഞാൻ വായിച്ചെടുത്തു. എങ്ങനെയാ പറഞ്ഞേ? ട്രൈ ചെയ്യാം. ടോൺ എന്താ പറഞ്ഞതെന്താ? ട്രൈ ചെയ്യാം. പക്ഷെ മുഖത്തെന്താ റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരുന്നത്? അവിടെ റെസ്പോണ്ട് ആക്കൽ കുറച്ച് പണിയാണ്. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്നത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റൂല. മറ്റുള്ളവർ ചെയ്തതിനോട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്ക് നിയന്ത്രിക്കാമല്ലോ. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അത് നമുക്ക് പറ്റുന്നില്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാവരും നമ്മളെ നിയന്ത്രിച്ചുകൊണ്ടേയിരിക്കും. ഡു യു വാണ്ട് ഫ്രീഡം? നിങ്ങൾക്ക് ഫ്രീഡം വേണോ എങ്കിൽ മറ്റുള്ളവരുടെ റെസ്പോൺസിനോട് നമ്മളെങ്ങനെ റെസ്പോണ്ട് ചെയ്യും എന്നതിന് പുതിയ റെസ്പോൺസീവ് സിസ്റ്റംസ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അത് ഡെവലപ്പ് ചെയ്യാനുള്ള ഇൻ്റലിജൻസ് ഒക്കെ നാച്ചുറലി ബ്രെയിനുണ്ട്. അതാ രസം. നാച്ചുറലി ഇന്നേറ്റ് ആയിട്ട് നമുക്കുണ്ട്. ഇന്നേറ്റ് ആയിട്ടുള്ളത് എടുക്കാൻ ഞാൻ പറയില്ല. കളറിനോടുള്ള ഇന്നേറ്റ് സെൻസും ഉണ്ട്, പ്രോഗ്രാം ഉണ്ട്. നമുക്ക് പ്രോഗ്രാംഡ് അപ്പോൾ വർക്ക് ചെയ്യണേ. ആരെങ്കിലും ദേഷ്യം പിടിപ്പിച്ചാൽ ഇങ്ങനെ പറയാമോ? പക്ഷെ നാച്ചുറലി നമ്മുടെ ഉള്ളിലുണ്ട്. അതേതാണ്? കുട്ടിക്കാലത്ത് നാച്ചുറലായിരുന്നു, ആരും പഠിപ്പിച്ചിട്ടില്ല. ഉമ്മ ചീത്ത അറിയും, കരയും, എന്നിട്ട് വീണ്ടും ഉമ്മ എന്ന് വിളിച്ച് കരയും. കുറച്ച് ഇമ്മൻ്റെ അടുത്തൊക്കെ എന്നോട്. ഇത് പ്രശ്നമുണ്ടോ? ഇത് ഇന്നേറ്റ് ആയിരുന്നു. മനസ്സിലായല്ലേ? ആരാ നമ്മളെ കണ്ണുരുട്ടി പേടിപ്പിച്ചത്? ഓരോരുത്തർ തന്നെ പോയിട്ട് ചിരിച്ചുകൊണ്ടിരിക്കും. നോ പ്രോബ്ലം. വീട്ടുകാർക്ക് അവരായിട്ട് പ്രശ്നമായിരിക്കും. ഈ കുട്ടിക്ക് വന്നില്ല, എല്ലാവരുടെ അടുത്തേക്ക് ഓടിച്ചെല്ലും. ദിസ് ഈസ് ഇന്നേറ്റ്. അതിനപ്പുറത്തേക്ക് അവിടെ പോവരുത്, ഇങ്ങനെ ആക്കരുത് എന്നതിങ്ങനെ പ്രോഗ്രാം ചെയ്തപ്പോൾ നമ്മൾ ഇന്നേറ്റ് സെൻസസ് മാറിയിട്ട് നമ്മൾ അതിലേക്ക് പ്രോഗ്രാംഡ് ആയി. അപ്പോൾ പ്രോഗ്രാംഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഇന്നേറ്റ് ആയിട്ട് ഇങ്ങനെ ഉണ്ട് വിശ്വസിക്കാൻ പറ്റില്ല. അതാ പ്രശ്നം. വി ആർ ഇൻ എ പ്രോഗ്രാംഡ് വേൾഡ്, അറിയാലോ. അപ്പോൾ അതിലേക്ക് ഇന്നേറ്റിലേക്ക് നമ്മൾ പോയാൽ അതിനുള്ള സൊല്യൂഷൻസ് ഉണ്ട്. ഒന്നൊന്നല്ല, മില്യൺസ് ഓഫ് സൊല്യൂഷൻസ് ഉണ്ട്. യുവർ ബ്രെയിൻ ഹാസ് ദ കാപ്പബിലിറ്റി ടു ഡെവലപ്പ് മില്യൺസ് ഓഫ് സൊല്യൂഷൻസ്. അതിൻ്റെ സാധ്യതയിലേക്ക് തുറന്നിരിക്കാമല്ലോ. ഞാൻ നിങ്ങൾ അങ്ങനെ ചെയ്തു വരണം എന്നല്ലല്ലോ പറഞ്ഞു, ആലോചിച്ച് വരാനല്ലോ പറഞ്ഞു. ആലോചിച്ച് വരാൻ പറഞ്ഞിട്ട് ട്രൈ ചെയ്യാന്ന്. അപ്പോൾ ചെയ്യാൻ പറഞ്ഞാലോ നടക്കത്തില്ല എന്നായിരിക്കും. നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി, തള്ളിയാൽ മതി എന്ന് പറയാം. ഞാൻ ആകെ എന്താ പറഞ്ഞിട്ടുള്ളൂ മുഫീദ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആലോചിച്ച് വരാനല്ലേ പറഞ്ഞിട്ടുള്ളൂ കുഞ്ഞിരാമ. മനസ്സിലായോ? ആലോചിക്കാൻ പോലും ചിലർക്ക് പറ്റുന്നില്ല. അപ്പോൾ എത്രത്തോളം നമ്മൾ റിയാക്ടിവിറ്റിയിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് റെസ്പോൺസ് സിസ്റ്റം. അത് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കും. കാരണം നമ്മളെപ്പോഴും റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ, നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ, ഡെയിലി ലൈഫിലുണ്ടെങ്കിൽ, നമ്മൾ ഓരോ ദിവസത്തെ ലൈഫും കൂടെ ഒന്ന് ആലോചിക്കുക, എത്ര ഹെക്റ്റിക്കായിരിക്കും. ആ മൊമെൻറ്റിൽ മാത്രമല്ല, ആ മൊമെൻറ്റിന് മുന്നേ തന്നെ നമ്മളെ മൈൻഡ് അതിനെ ശപിച്ചുകൊണ്ടിരിക്കും. ഇനി എന്താണാവുക, ഇനി അടുത്ത പ്രശ്നം എന്താണെന്നിരിക്കും. അപ്പോൾ നമുക്ക് വേണ്ട എന്താണെങ്കിലും കല്ലി എന്നുള്ള പോലത്തിൽ നമുക്ക് ആ ബാരിയർ ഉണ്ടാവണം, സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ ഉണ്ടാവണം, നമ്മുടെ ഓറ സേഫ് ആക്കിയിരിക്കണം. അതിനായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഓക്കെ എന്നതാണ്. ക്ലിയർ ആയില്ലേ? ഫിനി എൻ്റെ മുന്നിലിരിക്കുന്നു. നാളെ 2 ദിവസം കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് ഫിനി അറിയാം 3 ക്ലാസ് മഹാലമ്പാണ്, വെറുതെ പോകാൻ സമയം കൊളാക്കാൻ എന്ന് പറയുമ്പം എനിക്കത് കേൾക്കുമ്പോൾ പക്ഷെ എന്നാലും എൻ്റെ ഫിനി അന്ന് മുന്നിലിരുന്നിട്ട് ഇങ്ങനെ ചെയ്തല്ലോ, അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പം എന്താ വിലയാണ്? ഓക്കെയാണ്, അൽഹംദുലില്ലാ. നാളെ തിരിച്ച് വിലയാണ്, നോ പ്രോബ്ലം. എന്ത് തോന്നിയാലും ഓക്കെ. ഇപ്പോൾ ഓക്കെ ആണല്ലോ.
അതേ ഉള്ളൂ. ആ മൊമെൻറ്റേ അവിടെ മാറ്റേഴ്സ് ഉള്ളൂ. ആ മൊമെൻറ്റിൽ വാട്ട് ഇംപ്രഷൻ വി ലെഫ്റ്റ്. ബാക്കി നമ്മളെ തോട്ടാണ്, നമ്മളെ മൈൻഡ് അതിനെ കൺഫ്യൂസ് ചെയ്യാൻ എന്തും തോന്നിപ്പിക്കാം. ഇറ്റ് ഡസൻ മാറ്റർ. അതിലെനിക്ക് ഉത്തരവാദിത്തമില്ല. ഞാൻ എന്താ നോക്കണ്ടേ? എൻ്റെ ഉത്തരവാദിത്തം വളരെ റെസ്പോൺസിബിലിറ്റിയോട് കൂടി ഞാൻ ഡെലിവർ ചെയ്തു. ഡൺ. ഇൻറ്റൻഷൻ ബാക്കി എന്താ മുകളിലാണ്. അല്ലാണ്ട് ഞാൻ ക്ലാസ് എടുത്തു, എല്ലാവരും നന്നായി, എല്ലാവരും എന്നെ പറ്റി നല്ലത് പറഞ്ഞു, അങ്ങനെ നടക്കൂല. ഇറ്റ് വോണ്ട് പോസിബിൾ. അത് പോസിബിൾ അല്ല. ആ ഒരു സ്റ്റേറ്റിലായിരിക്കണം നമ്മളെത്തുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ വിൽ ബി ഫ്രീ. ഇനി അതല്ല, 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഫിനി എന്തൊക്കെ പറഞ്ഞു, 4 ആഴ്ച കഴിഞ്ഞപ്പോൾ വേറെ ആളെന്തോ പറഞ്ഞു, അങ്ങനെ ഒരു 5-6 ആൾക്കാർ 5-6 ആഴ്ച കഴിയുമ്പോഴത്തേനെ പറയുമ്പോൾ ഞാൻ ചോദിക്കാം, ഇനി ക്ലാസ് ഒന്നും എടുത്തിട്ട് കാര്യമില്ല അല്ലേ? കാരണം എല്ലാവരും നെഗറ്റീവാണ് പറയുന്നത്. എല്ലാവരും ഒന്നും ഇല്ല, 6-7 ഞാൻ എന്താ പറഞ്ഞത്, എല്ലാവരും നെഗറ്റീവാണല്ലോ. അപ്പോൾ ഞാൻ എന്താ തീരുമാനിക്കുന്നത്, ഇനി ക്ലാസ് എടുക്കണ്ട. കാരണം എന്താ, ഈ 5-6 ആൾ പറഞ്ഞത് എന്നെ ബാധിച്ചു. സോ ഞാൻ അതിനോട് റിയാക്ട് ചെയ്യണം. എങ്ങനെ? ഞാൻ ഇനി ക്ലാസ് എടുക്കുന്നില്ല. ഇവരിപ്പോൾ അത് ആലോചിച്ചിരിക്കുക, ഓരിപ്പം എവിടോ എത്തി. ഞാൻ ഇപ്പോഴും അവരൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ക്ലാസ് നിർത്താം. ഓരോടുള്ള പ്രതിഷേധം ഓർക്ക് ബാധിക്കേണ്ടതില്ല, നമ്മളെ അത് ബാധിക്കുന്നുള്ളൂ. വി ആർ അൺഅവെയർ അബൌട്ട് ഇറ്റ്. സോ ഡു യുവർ ഡ്യൂട്ടി ആൻഡ് സെറ്റ് ഇറ്റ് ഫ്രീ ടു ദ ഓൾമൈറ്റി. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ നിങ്ങളുടെ കർമ്മം ചെയ്യുക, എന്നിട്ട് അത് തവക്കുൽ ചെയ്തേക്കാം. ബാക്കിയുള്ള എക്സ്പെക്റ്റ് ജഡ്ജ് ചെയ്യാൻ നിങ്ങൾ നിൽക്കരുത്. ഇനി ബാക്കിയുള്ളവർ അതിനെ ജഡ്ജ് ചെയ്താലും നിങ്ങൾ അതിനെന്ത് ചെയ്ത് അതിലേക്ക് നോക്കിയിരിക്കരുത്. ഡു യുവർ ഡ്യൂട്ടി ആൻഡ് സെറ്റ് ഇറ്റ് ഫ്രീ ടു ദ ഓൾമൈറ്റി എന്നതായിരിക്കും നമ്മളെ പോളിസി. ഓക്കെ. അപ്പോൾ അടുത്ത ആഴ്ച വരുന്ന സമയത്ത് ഇവിടെ അല്ല, ഓൺലൈനിൽ നിങ്ങൾക്ക് ഇനി അടുത്ത ചാൻസ് ഉണ്ടാവാൻ ചാൻസ് ഇല്ലല്ലോ. അപ്പോൾ ഓൺലൈനിൽ വരുന്നത് ഈ ആഴ്ച കുറേ ആൾക്കാർ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്ന ഫ്രഷേഴ്സ് വരാണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കുറേ റിപ്പീറ്റേഴ്സ് വന്നത്. അങ്ങനെയൊന്നും മാനിഫെസ്റ്റ് ചെയ്യരുത് പ്ലീസ്. പുതിയ ആൾക്കാർ വരട്ടെ. പലർക്കും ലാസ്റ്റ് മിനിറ്റൊന്നും പറ്റുന്നില്ല, എന്തൊക്കെയൊക്കെയോ വിഷയങ്ങൾ. അങ്ങനെയാണ് എല്ലാവരും കൂടി വിളിച്ച് റിപ്പീറ്റേഴ്സിനെയൊക്കെ വിളിച്ച് കൊണ്ടുവന്നത്. അപ്പോൾ എനിവേ അടുത്ത ആഴ്ച നിങ്ങൾ വരുമ്പം ഈ ഒരു തോട്ടിൽ കണ്ടംപ്ലേറ്റ് ചെയ്ത് വരണം. റിയാക്ട് ചെയ്തു പോയ മൊമെൻറ്റുകളിൽ എങ്ങനെ എനിക്ക് റെസ്പോണ്ട് ചെയ്യായിരുന്നു. നിങ്ങൾ പല ഏരിയാസ് എടുക്കുക. ഒരു വിഷയം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ആക്ടിവിറ്റി ഓക്കെ ആയിരിക്കുമ്പോൾ എന്തെയാവും ചെയ്യാവൂ. അല്ലാണ്ട് റിയാക്ട് ചെയ്ത മൊമെൻ്റ് ആലോചിക്കുമ്പോൾ തന്നെ ചൊറിഞ്ഞ് കയറിയോ, എനിക്ക് ആലോചിക്കാൻ തന്നെ വയ്യ എന്ന് പറയുന്നുണ്ടെങ്കിൽ ആരും നല്ല നിങ്ങൾ ചെയ്യാത്ത. മനസ്സിലായോ? ദർ ആർ സം പീപ്പിൾ അത് ആലോചിക്കുമ്പോഴത്തേക്ക് വീണ്ടും ഒരു റിയാക്ഷൻ മോഡ് പോകും. അല്ല, നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇമോഷൻ ഫ്രീ ആയിട്ട് ഇതിനെ പ്രോസസ്സ് ചെയ്യാണ്. അപ്പോൾ ഇത് നമുക്കിതിനെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, റീഫ്രെയിം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ മൊമെൻറ്റുകളിൽ വേറെ എങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യാൻ റെസ്പോണ്ട് ചെയ്യാമെന്ന് ആലോചിച്ചിട്ട് അതിന് സെറ്റ് ഓഫ് റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് അടുത്ത സെഷനിൽ വരാം. അപ്പോൾ ഞാൻ ബിഗിനിങ്ങിൽ ചോദിക്കും. ഓക്കെ. ആ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ഷെയർ ചെയ്യേണ്ടി വരും. ഇങ്ങനെ വിഷയമൊന്നും പറയണ്ട. മനസ്സിലായി? വിഷയം ചിലപ്പം പറഞ്ഞാൽ അത് നാട്ടുകാരെ ഇട്ടിട്ട് പിന്നെ വീട്ടിലെ പ്രശ്നം നാട്ടിലെങ്ങും പാട്ടായ അവസ്ഥയായിരിക്കും. അങ്ങനെ വേണ്ട. നിങ്ങൾ വിഷയം എന്ന് പറയുന്നത് ഞാൻ റെസ്പോണ്ട് ചെയ്യാൻ ഇങ്ങനെ വഴികൾ കണ്ടു, ജസ്റ്റ് ഷെയർ ഇറ്റ്. ഇനി അത് ഷെയർ ചെയ്യുന്നില്ലെങ്കിൽ കൂടിയും നിങ്ങൾ ഇന്ന് ആ തോട്ട് ഓപ്പൺ അപ്പ് ചെയ്തിട്ട് നിങ്ങൾ അടുത്ത ആഴ്ച അതിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോവുകയാണെങ്കിൽ നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ വരെ നിങ്ങളുടെ മൈൻഡിലൊരു സാധനമുണ്ട്, അടുത്ത GTക്ക് പോകുമ്പം ഇതായിട്ട് പോകാണ്ട്. നിങ്ങൾ അറിയാതെ നിങ്ങളുടെ അൺകോൺഷ്യസ് പാർട്ട് അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടേയിരിക്കും. ഈ നിങ്ങൾ അങ്ങനെ ചെയ്യാമെന്ന് തീരുമാനിക്കുന്ന നിമിഷം മുതൽ നിങ്ങളുടെ മൈൻഡ് അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ക്ലിയർ? ഇറ്റ്സ് ഓൺ വർക്ക്. നമ്മൾ നോക്കേണ്ട 30 പണിയെടുത്തോട്ടെ, കുറേ പണിയെടുക്കാൻ പറ്റിയ ആളാണ്. ഇതിപ്പോൾ വലിയ പണി, ഒരു പണിയില്ല. ഹാർട്ടിൻ്റെ പണി മൂപ്പര് ഇപ്പോഴും നോക്കില്ലേ, ബ്രീത്തിൻ്റെ പണി മൂപ്പര് ഇപ്പോഴും നോക്കില്ലേ, ഒക്കെ നോക്കില്ലേ, കോടാനുകോടി വർക്ക് എടുത്തോണ്ട് ഇതൊക്കെ ഇപ്പോൾ വലിയ പണി, ഇതൊക്കെ ആലോചിച്ചെടുക്കാൻ എൻ്റെ മൈൻഡിന് എന്തോരോ കഷ്ടപ്പെടേണ്ടി വരും. ഒരു പണിയില്ല. എത്രയും പണിയെടുക്കുന്ന ആൾക്ക് ഇതൊക്കെ സില്ലിയാണ്. നമ്മൾ ചെറുതാക്കാണ്ടിരുന്നാൽ മതി. ക്ലിയർ? അപ്പോൾ അത് ചെയ്തിട്ട് അടുത്ത വീക്കിലേക്ക് വരാം. ഇപ്പോൾ ടൈം ആയതുകൊണ്ട് വി ആർ കൺക്ലൂഡിങ്.